Yeah, friends, very happy morning. കൃഷി നമുക്കറിയാം, നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ പ്രതീകമാണ് കൃഷി. നമ്മുടെ ഇതുവരെ ചർച്ച ചെയ്ത ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ കുറിച്ചായിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ കർഷകർ നല്ല ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് എക്സ്പേർട്ട് തന്നെയാണ്. കർഷകരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അവർ ഏറ്റവും നേരത്തെ എഴുന്നേറ്റ്, ഏറ്റവും അതിരാവിലെ എഴുന്നേറ്റ് വിത്ത് മുളക്കുന്നത് കാണാൻ അവർ വയലിലേക്ക് പോകുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ സമയം സൂര്യോദയം, സൺറൈസ് ആണ് നമ്മുടെ സമയമെങ്കിലും നമ്മളത് മാറ്റം വരുത്താൻ കാരണം നമുക്ക് സൂര്യൻ ഉദിക്കുന്നത് നേരിൽ കാണാനും ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ ഊർജ്ജ സ്രോതസ്സായിട്ടുള്ള സോളാർ എനർജി നേരിട്ട് അനുഭവിക്കാനും സൂമിലൂടെ നമുക്ക് പറ്റാത്തത് കൊണ്ട് തന്നെ അതിനുശേഷമാണ് നമ്മൾ ഈ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കൃത്യം 7 മുതൽ 7 വരെയാണ്. പക്ഷെ ചില സാങ്കേതിക കാരണം കൊണ്ട് പലർക്കും വൈകിയെത്താൻ, കൃത്യസമയത്ത് എത്താൻ പറ്റാത്തതുകൊണ്ടും ടെക്നോളജിയുടെ ചില ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും കുറച്ച് വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു. നമുക്കിവിടെ ക്ലാസ് എടുക്കേണ്ട നമ്മുടെ എക്സ്പെർട്ട് ഫാക്കൽറ്റി ഷക്കീബ് ബാബു, അദ്ദേഹം ഗവൺമെന്റ് ഓഫ് കേരളയുടെ അഗ്രികൾച്ചർ ഓഫീസറാണ്. മാത്രമല്ല സാധാരണ ഒരു കൃഷി ഓഫീസർ എന്നതിൽ മാറി അദ്ദേഹം മണ്ണിനെയും കൃഷിയെയും കാർഷിക സംസ്കാരത്തെയും സ്നേഹിക്കുന്ന ഒരു നല്ല മാതൃക കൃഷി ഓഫീസർ കൂടിയാണ്. അദ്ദേഹമാണ് ഇന്ന് കൃഷിയുടെ പാഠങ്ങൾ നമുക്ക് പറയുന്നത്. ഇന്ന് പ്രധാനമായിട്ടും ആമുഖമായിട്ടുള്ള കുറച്ച് ക്ലാസ്സുകളായിരിക്കും വരുന്നത്. പ്രത്യേകിച്ച് പുതിയ തലമുറ, ഹൈടെക് ഫാമിംഗ്, ന്യൂജൻ ഹൈടെക് ഫാമിംഗ് എന്നുള്ള വിഷയത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇതിൽ ധാരാളം അധ്യാപകരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, രക്ഷിതാക്കളുണ്ട്, കൃഷിക്കാരുണ്ട്, ധാരാളം ആയിട്ടുള്ള ആളുകളുണ്ട്. തീർച്ചയായിട്ടും കൃഷി, ഇപ്പം നമുക്കറിയാം പോസ്റ്റ് പാൻഡമിക് സ്കൂളിംഗ്, ഈ കോവിഡിന് ശേഷമുള്ള ലോകക്രമത്തിൽ വരുന്ന പ്രധാനപ്പെട്ട സസ്റ്റെയിൻ ചെയ്യുന്ന 5 ഇൻഡസ്ട്രീസ്, 1 അഗ്രികൾച്ചറാണ്, 2 ഫുഡ് ഇൻഡസ്ട്രിയാണ്, ഭക്ഷണം, ഫുഡ് നമ്മുടെ എസെൻഷ്യൽ ആണ് ഫുഡ് ഇൻഡസ്ട്രി. ഫുഡും അഗ്രികൾച്ചറും വളരെ ഏറെ ബന്ധമുണ്ട് നമുക്കറിയാം. മറ്റൊന്ന് വരുന്നത് ടെക്നോളജിയാണ്. ടെക്നോളജി ഇന്റഗ്രേഷൻ ഇല്ലാതെ നമുക്ക് കോവിഡിന് ശേഷമുള്ള കാലത്ത് ജീവിക്കാൻ പറ്റില്ല. പിന്നെ വരുന്ന ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമുക്കറിയാം, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 1 അഗ്രികൾച്ചർ, 2 ഫുഡ്, 3 വരുന്ന ഫുഡ്, 4-മത്തത് ടെക്നോളജി, ദെൻ 5-മത്തെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അറിയോ? ഓൺലൈൻ മാർക്കറ്റ്. ടെക്നോളജി എന്ന് ഉദ്ദേശിച്ചത് ടെക്നോളജി. ഒന്ന് ഭക്ഷണം വേണം, അതാണ് ഫുഡ് ഇൻഡസ്ട്രി. ഓക്കെ, അഗ്രികൾച്ചറാണ് ഏറ്റവും പ്രൈമറി സെക്ടർ എന്ന് നമ്മൾ നേരത്തെ പുസ്തകങ്ങളിലൊക്കെ പഠിച്ചത്. നമ്മുടെ രാജ്യത്തിന്റെ പ്രാഥമിക ഇൻഡസ്ട്രി, പ്രൈമറി സെക്ടർ ഓഫ് അവർ കൺട്രി എന്ന് പറയുന്നത് അഗ്രികൾച്ചറാണ്. ലോകാവസാനം വരെ നിലനിൽക്കുന്നു എന്ന് ഖുർആനിലും ഇതിലും പറഞ്ഞിട്ടുള്ള അഗ്രികൾച്ചറാണ്. ഓക്കെ, അപ്പൊ അഗ്രികൾച്ചറും ഫുഡും ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊന്ന് ടെക്നോളജി ഇല്ലാതെ ഇപ്പൊ നമുക്ക് സംസാരിക്കാനോ തൊട്ടടുത്ത വീടുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ പറ്റാത്തൊരു ലോകം. അതാണ് നമ്മൾ സൂം പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത്. ടെക്നോളജിയാണ് ഒന്ന്. അതിലാണ് ഓൺലൈൻ മാർക്കറ്റിംഗ്, ഓൺലൈൻ സെയിൽസ് ഒക്കെ വരുന്നത്. ദെൻ അടുത്ത് വരുന്ന ഇൻഡസ്ട്രി ഏതാണ്? ഒന്ന് എഡ്യൂക്കേഷൻ മാറി. ഇനി വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇൻവിസിബിൾ ടീച്ചർ എന്നാണ്, ആങ്കേർഡ് ഇൻസ്ട്രക്ഷൻ എന്നാണ് അതിൽ പറയുന്നത്. ഇൻവിസിബിൾ ടീച്ചറുടെ പ്രസൻസ് ഇല്ലാതെ തന്നെ ഇപ്പൊ ഗൂഗിൾ ഉപയോഗിച്ച്, ബൈജു ആപ്പ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ യൂട്യൂബ് ഉപയോഗിച്ച് നമുക്ക് നല്ല ലോകത്തെ ഏത് വിഷയവും പഠിക്കാൻ പറ്റും. ഇൻവിസിബിൾ ടീച്ചർ. അപ്പോൾ ഉള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ടീച്ചേഴ്സ് മാത്രം നിലനിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് എഡ്യൂക്കേഷൻ സെക്ടർ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് വിദഗ്ധരായിട്ടുള്ള ആളുകൾ, ലോക പ്രശസ്തരായിട്ടുള്ള ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്.
അടുത്തൊരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് 5 ഇൻഡസ്ട്രീസ് ആണ് സസ്റ്റെയിൻ ചെയ്യുന്ന ഇൻഡസ്ട്രി. നമുക്കറിയാം ടൂറിസം തകർന്നു, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി തകർന്നു, മറ്റു ബിസിനസ് ഒക്കെ തകർന്നു. അടുത്ത ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഹെൽത്ത് ആണ്. ഹെൽത്ത് അല്ലെ? ഇങ്ങനെ 5 ഇൻഡസ്ട്രീസ് ആണ് സസ്റ്റെയിൻ ചെയ്യുന്ന ഇൻഡസ്ട്രീസ് കോവിഡിന് ശേഷം. അതിൽ അഗ്രികൾച്ചർ, ഫുഡ്, ഹെൽത്ത് ഇത് മൂന്നും ഒരുമിച്ച് നിൽക്കുന്ന ഒരേ ഇൻഡസ്ട്രിയാണ്. ഇതിൽ ടെക്നോളജി മാത്രമേ അല്ലാത്ത ഒന്നുള്ളൂ. പിന്നെ എഡ്യൂക്കേഷൻ, അഗ്രിഗോജി എന്നുള്ളതാണ് പുതിയ കൺസെപ്റ്റ്. പെഡഗോജി ഓഫ് അഗ്രികൾച്ചർ. അഗ്രികൾച്ചറിലൂടെ എല്ലാം പഠിക്കാം. ഇപ്പൊ കാക്ക വിരുന്നുകാരനായിട്ട് നമ്മുടെ വാഴക്കൈയിൽ ഇരിക്കുന്നു എന്ന പാട്ടുണ്ട്. വിരുന്നുകാരനെ പോലും വിളിക്കുന്നത് കാക്കയാണ്. ലോകത്തിലെ ആദ്യത്തെ മാധ്യമ പ്രവർത്തകൻ, ആദ്യത്തെ അധ്യാപകൻ കാക്കയാണ് അല്ലെ? സ്വർഗത്തിൽ ആദാമിനെ പുറത്താക്കിയ സമയത്ത് നമുക്കറിയാം ആദാമിന്റെ മക്കൾ ആബേലും കാബേലും ഇവർ തമ്മിൽ അടി കൂടുന്നു. അതിനുശേഷം ഒരു കാക്കയാണ് കുഴിച്ചു മൂടുക എന്നുള്ളത്. അപ്പം കോവിഡ് കാരണം ധാരാളം ആളുകൾ മരിക്കുന്നുണ്ട്. കോവിഡ് കാരണത്തിലും ദിനം പ്രതി മില്യൺസ് ഓഫ് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആളുകൾ കുഴിച്ചു മൂടുക, ബേണിംഗ് എന്നുള്ള സിസ്റ്റം ആദ്യമായിട്ട് നമ്മൾ പഠിപ്പിച്ചത് കാക്കയാണ്. ആർക്കിമിഡീസ് പ്ലവന തത്വം കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഇത് ഒരു കലത്തില് വെള്ളം കുറച്ചുള്ള ഒരു കലത്തില് അടുത്ത പ്രദേശത്ത് കല്ല് കൊക്കിൽ കൊണ്ടുവന്നിട്ട് ഇട്ട് വെള്ളത്തിന്റെ ജലനിരപ്പ് ഉയർത്തി നമുക്ക് പ്ലവന തത്വം പഠിപ്പിച്ചു തന്നതും കാക്കയാണ്. കാക്ക പോലെ ധാരാളം ഭൂമിയുടെ അവകാശികളായിട്ടുള്ള ധാരാളം ജീവജാലങ്ങൾ, പക്ഷികളും മൃഗങ്ങളും ഇവയൊക്കെ നമ്മൾ ഓരോന്ന് പഠിപ്പിക്കും. എഡ്യൂക്കേഷനായിട്ട് വളരെ ബന്ധമുണ്ട്. ഞാൻ എൻ്റെ സമയം കളയുന്നില്ല. ഐ തിങ്ക് ഫോർ ദിസ് സെഷനിലേക്ക് ഞാൻ ബാബു സാറെ ക്ഷണിക്കുന്നു. ബാബു സാറിന് ഒഫീഷ്യലി ഇൻവൈറ്റ് ചെയ്യാൻ ലെറ്റ് മീ ഇൻവൈറ്റ് ഐ തിങ്ക് റോസ്മേരി മാം ഇതിൽ സ്ഥിരം വിവരമായതുകൊണ്ടാണ് വിളിക്കുന്നത്. ഫോർ എ ബ്രീഫ് ഒഫീഷ്യൽ വെൽക്കം ലെറ്റ് മീ റിക്വസ്റ്റ് റോസ്മേരി സൈമൺ പ്ലീസ്. Rosemary ma'am, please on your mic. It's audible. Rosemary. Okay, let me go for any other people now. Nesrin Faisal. Nesrin Faisal, it's audible. Kelkunnunda? Yes. Yeah, can you have a brief welcome for our chief guest of honor or the chief faculty, that is Shakib Babu. He is the model agriculture officer of Government of Kerala. Happy morning to all. It's my pleasure to welcome our chief guest Shakib Babu to this Zoom meeting to give us a wonderful speech. And I also welcome all other guests, our principal, our manager, and all other well-wishers to this meeting. Thank you. Yeah, thank you so much. Okay. Now, this turn to our agriculture officer. He is the expert. He will interact with us. Babu sir, please welcome. Yes. Morning to all. Yeah. പ്രത്യേകമായിട്ടും ഡോക്ടർ നൗഷാദ് ഞങ്ങളുടെ കൃഷിഭവനിലെ ഒരു സജീവ സന്ദർശകനാണ് ഡോക്ടർ നൗഷാദ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിഭവന്റെ പരിധിയിൽ കുറച്ച് കൃഷിയുണ്ട്. അദ്ദേഹം ഈ പ്ലാറ്റ്ഫോമിലേക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആദ്യമായിട്ട് ഞാൻ താങ്ക്സ് പറയുന്നു. അതോടൊപ്പം എല്ലാ പാർട്ടിസിപ്പൻസിനും നല്ലൊരു സുപ്രഭാതം നേരുന്നു. ടോപ്പിലേക്ക് കിടക്കാം അല്ലെ? എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലേ? നമ്മുടെ ടോപ്പിക്ക് ഇപ്പം സെലക്ട് ചെയ്തിരിക്കുന്നത് ഹൈടെക് കൃഷിയുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള തരത്തിലേക്ക് ആണ് തോന്നുന്നു. അപ്പൊ അതിനകത്ത് നമ്മുടെ കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ഹൈടെക് കൃഷിയുമായി ബന്ധപ്പെട്ട് കുറേയധികം പദ്ധതികൾ കൃഷി വകുപ്പിലൂടെ നടപ്പിലാക്കുന്നുണ്ട്. ഓക്കെ ഡോക്ടർ നൗഷാദ്, ഞാൻ ആദ്യം ഒരു ബ്രീഫായിട്ട് ഓരോ പദ്ധതികളും ഈ ഹൈടെക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാല്ലേ, അതിനുശേഷം അപ്പൊ അതിനകത്ത് പ്രധാനമായിട്ടും നമുക്കറിയാം ഹൈടെക് കൃഷി എന്ന് പറയുന്നത് കുറഞ്ഞൊരു ഏരിയയിൽ കൂടുതൽ ഉൽപാദനം നടത്തുക എന്നുള്ളതാണ്. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ഹൈടെക് കൃഷി നടപ്പിലാക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഗവേഷണ കേന്ദ്രങ്ങളിലൂടെ വരുന്ന റിസൾട്ടുകളുടെ ഒക്കെ ഒരു ഫീൽഡ് തല ഇംപ്ലിമെന്റേഷൻ കൂടെയാണ് ഇപ്പോൾ ഇതിനകത്ത് വരുന്നത്.
ഹൈടെക് അഗ്രികൾച്ചറുമായി പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മനസ്സിലാക്കി വരുന്നത് പോളി ഹൗസുകളിലാണ് അല്ലെ. ഇസ്രയേൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പോളി ഹൗസുകളുടെ ഒരു പിന്നെ ടെക്നിക്സ് ആണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം കേരളത്തിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് പിന്നെ മൺസൂൺ, നമ്മളെല്ലാവരും ഇപ്പോൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മൺസൂൺ, അതിനുശേഷം പിന്നെ നമുക്ക് ഡിസംബർ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സമ്മറാണ്. അപ്പൊ അങ്ങനെ ഒരു വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു ക്ലൈമാറ്റിക് ഡിഫറൻസ് നമുക്ക് എപ്പോഴും കേരളത്തിൽ പ്രത്യേകിച്ചും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ കേരളത്തിലെ കണ്ടീഷനില് പിന്നെ തുടക്കത്തിൽ നമ്മൾ കൃഷി വകുപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോളി ഹൗസുകൾ വല്ലാതെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോ നമ്മൾ ആ പോളി ഹൗസുകളുടെ പിന്നെ മെയിൻ്റനൻസ്, അത് ഹാൻഡിലിംഗ് ചെയ്യാനൊക്കെ ആയിട്ട് വളരെയധികം പ്രയാസം, പിന്നെ മാത്രമല്ല അതിനകത്തുള്ള പെസ്റ്റ് മാനേജ്മെന്റ്, ന്യൂട്രിയൻ മാനേജ്മെന്റ് ഒക്കെ സാധാരണക്കാരായ കർഷകർക്ക് അത് ഉൾക്കൊള്ളാനായിട്ടുള്ള വളരെയധികം പ്രയാസങ്ങൾ. അപ്പൊ അത്തരത്തിലുള്ള ഒരു രീതിയിൽ അത് ഒരു എന്താ പറയാ, നമ്മൾ ഉദ്ദേശിച്ച തലത്തിലേക്ക് അത് ഉയർന്നു വരാത്ത കാരണത്താല് നിലവിൽ ഇപ്പൊ നമ്മൾ പറയുന്നത് റെയിൻ ഷെൽട്ടർ കൃഷി രീതിയെ കുറിച്ചാണ്. റെയിൻ ഷെൽട്ടർ നമുക്ക് ആ പേര് തന്നെ മനസ്സിലാക്കും, മഴമറ. ഇന്റൻസീവ് ആയിട്ടുള്ള മഴയിൽ നിന്ന് കൃഷിയെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക, അതോടൊപ്പം തന്നെ പിന്നെ വേനലിൽ ഉണ്ടാകുന്ന ഹൈ ടെമ്പറേച്ചറിൽ നിന്നും കൃഷിയെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് റെയിൻ ഷെൽട്ടർ. റെയിൻ ഷെൽട്ടർ ചെയ്യുന്നതിനായിട്ട് നമ്മുടെ സർക്കാർ ഒരു 75% സബ്സിഡി നൽകുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഉപയോഗിക്കുന്നത് വെച്ചാൽ അൾട്രാ വയലറ്റ് പ്രൂഫ് ആയിട്ടുള്ള ഷീറ്റുകളാണ്. പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് മിനിമം ഒരു 200 മൈക്രോൺ സൈസുള്ള ഈ പറയുന്ന UV ഷീറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കൃഷി രീതി. അതിന്റെ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ GI പൈപ്പ് ഉപയോഗിക്കാം. പിന്നെ അതിനകത്ത് ലോ കോസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ സ്ട്രക്ചേഴ്സ് നമുക്ക് ബിൽഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന നല്ലൊരു ഓപ്പൺ ഏരിയ ആയിരിക്കണം, വെയിലൊക്കെ കിട്ടുന്ന നല്ലൊരു ഓപ്പൺ ഏരിയയിൽ ഇത് റേസ് ചെയ്തിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യാം, 1 സെന്റ് 2 സെന്റ് സ്ഥലത്ത് ഇന്റൻസീവ് ആയിട്ട് കൃഷി ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് നമുക്ക് പിന്നെ പച്ചക്കറി കൃഷി ചെയ്യാം, വെജിറ്റബിൾ സീഡ്ലിങ്സ് കൃഷി ചെയ്യാം, ഗ്രോ ബാഗിലാക്കിയിട്ടുള്ള പല രീതിയിലുള്ള ഗ്രോ ബാഗ് കൃഷി ചെയ്യാം. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഈ ക്ലൈമാറ്റിക്കൽ പിന്നെ പറയാ ചേഞ്ചിൽ നിന്ന് കൃഷിയെ സംരക്ഷിച്ചുകൊണ്ടിട്ടുള്ള ഒരു കൃഷി രീതിയാണ് ഈ റെയിൻ ഷെൽട്ടർ എന്ന് പറയുന്നത്. അപ്പൊ റെയിൻ ഷെൽട്ടറിനകത്ത് കൂടുതൽ പ്രൊഡക്ഷൻ നടക്കും. അതിനകത്ത് നമുക്ക് അതിനെ പിന്നെ മാനേജ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കൃഷി രീതി ആയിട്ട് വന്നതാണ് ഈ വിക്ക് ഇറിഗേഷൻ. വിക്ക് ഇറിഗേഷൻ എന്ന് പറയുന്നത് നമ്മൾ അതിനകത്ത് ഗ്രോ ബാഗുകൾ സെറ്റ് ചെയ്തതിനു ശേഷം PVC പാത്തി അല്ലെ, PVC പിന്നെ പൈപ്പ്, ഓക്കെ, PVC പൈപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇഷ്ടിക മേലില് നമ്മളത് കുറച്ച് പൊക്കി വെക്കുന്നു. അത് അങ്ങനെ നമ്മൾ ഗ്രോ ബാഗും ഈ പറയുന്ന PVC പാത്തിയിലെ വെള്ളം തമ്മിൽ കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു തുണി ഉപയോഗിച്ചിട്ടുള്ള ഒരു തിരി നമ്മൾ അതിനകത്ത് പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു കൃഷി രീതി ആകുമ്പോൾ ഈ പാത്തിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു ഇറിഗേഷൻ കിട്ടുന്ന രീതി. അപ്പൊ നമ്മൾ കൺവെൻഷണൽ ആയിട്ടൊക്കെ ചെയ്തിരുന്ന ആ ടെക്നോളജി തന്നെ ഒന്നുകൂടെ അതൊന്ന് എന്താ പറയാ റിഫോം ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഒരു രീതിയാണ്. അപ്പം വ്യാപകമായിട്ട് അത് കൃഷി ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് കൂടുതൽ വളർച്ച കാണുന്നുണ്ട്. ഗ്രോ ബാഗുകളൊക്കെ കൃഷി ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് നമുക്കറിയാം, നമ്മുടെ ആ ഗ്രോ ബാഗ് മെയിൻറ്റെയിൻ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്തുള്ള മറ്റു കളകളോ മറ്റുള്ള തൊട്ടടുത്ത കൃഷി അല്ലെങ്കിൽ ഇന്റർക്രോപ്പുകളൊന്നും അതിനകത്ത് ബാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ അത് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എടുത്ത് മാറ്റാം. പ്രത്യേകിച്ച് പച്ചക്കറികൾക്കൊക്കെ നല്ല വെയിൽ കിട്ടുന്ന ഒരു പിന്നെ കാലാവസ്ഥയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഗ്രോ ബാഗുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു നല്ലൊരു രീതിയാണ്. അപ്പൊ ഗ്രോ ബാഗ് കൃഷിയിൽ കൂടുതൽ ഉത്പാദനവും ഫീൽ ചെയ്ത് വരുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു രീതിയാണ് പ്ലാസ്റ്റിക് മൾച്ചിങ്. നമുക്ക് ഓപ്പൺ കണ്ടീഷനിൽ, ഇപ്പം പാടത്തായി കഴിഞ്ഞാലും പറമ്പിലായി കഴിഞ്ഞാലും നല്ല ഓപ്പൺ ഏരിയയില് പിന്നെ കൃഷി ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് പച്ചക്കറി കൃഷികളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഉപയോഗിക്കാവുന്ന റൈസ്ഡ് ബെഡ് എടുത്തതിന് ശേഷം അതിനകത്ത് നമ്മൾ പ്ലാസ്റ്റിക് മൾച്ചിങ് ഉപയോഗിച്ചിട്ട്, പ്ലാസ്റ്റിക് ഷീറ്റ് തന്നെയാണ് കുറഞ്ഞ വിലക്ക് കിട്ടുന്ന പ്ലാസ്റ്റിക് ഷീറ്റുകൾ, കുറച്ച് ഒരു 2 വർഷം 3 വർഷം ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ഷീറ്റുകൾ ഇന്ന് അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ചുകൊണ്ട് ഈ ബെഡിനെ കവർ ചെയ്യും. ബെഡ് കവർ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് പിന്നെ ഒരു ചെറിയ പൈപ്പ് ഉപയോഗിച്ച്, ഒരു 2 ഇഞ്ച് പൈപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെറിയ ഹോൾ റേസ് ഉണ്ടാക്കുന്നു. ഈ ഹോളിൽ നമ്മൾ പച്ചക്കറി വിത്തിടുന്നു. അപ്പം ഇതിന്റെ ഇന്റർസ്പേസുകൾ എന്നൊക്കെ പറയുന്നത് ആസ് പെർ നമ്മുടെ കാർഷിക സർവകലാശാല ഡിസൈൻ ചെയ്തിട്ടുള്ള സ്പേസിങ് നമ്മൾ അതിനകത്ത് എൻഷുർ ചെയ്യുന്നു. അപ്പൊ ആ തരത്തില് അതിനകത്ത് പിന്നെ വേറെ നമ്മൾ ഇറിഗേഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ കറുത്ത പൈപ്പുകൾ ഉണ്ടാവും, ലോ കോസ്റ്റ് പൈപ്പുകൾ ഉപയോഗിച്ചിട്ട് ഇതെല്ലാം പരസ്പരം ഇറിഗേഷൻ നൽകാനായിട്ട് നമ്മൾ അത് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം അത്തരത്തിലുള്ള ഒരു അതിന് പറയുന്ന പേരാണ് പ്രെസിഷൻ ഫാമിംഗ്. അതായത് പ്രെസിഷൻ എന്ന് പറഞ്ഞാൽ കൃത്യതാ കൃഷി.
അത്രയും കൃത്യമായിട്ട് നമ്മൾ അതിനകത്ത് ഒരു ഫെർട്ടിലൈസർ ടാങ്ക് സെറ്റ് ചെയ്യും. ആ ഫെർട്ടിലൈസർ ടാങ്കിനകത്ത് നമ്മുടെ സോളിബിൾ ആയിട്ടുള്ള വാട്ടർ സോളിബിൾ ആയിട്ടുള്ള ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു, ഓർഗാനിക് മാനേഴ്സ് ആഡ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ സ്യൂഡോമോണസ് പോലെയുള്ള ബയോ കൺട്രോൾ ഏജൻസ് ആഡ് ചെയ്യുന്നു. അപ്പം അത്തരത്തിലുള്ള ഒരു കൃത്യത കൃഷിയിലൂടെ നമുക്ക് ഓരോ ചെടിക്കും ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസിനെ വളരെ പെട്ടെന്ന് മാനേജ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. അതിനകത്തുള്ള ഇന്റർസ്പേസിൽ വരുന്ന വീഡ്സിനെ നമുക്ക് വളരെയധികം മാനേജ് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ ഇത് വളരെ എഫിഷ്യന്റ് ആണ്, അതോടൊപ്പം തന്നെ അത് പ്രോഫിറ്റബിൾ ആണ്, അതോടൊപ്പം തന്നെ സേഫ് ആണ്. അപ്പൊ ഈ ഹൈടെക് കൃഷിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അതായത് നമ്മളത് വളരെ പ്രോഫിറ്റബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും, അതോടൊപ്പം തന്നെ വളരെ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിനെ വേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു സ്കിൽഫുൾ ആണ്. കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം, ശാസ്ത്രീയമായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം നമ്മളത് കൃഷി ചെയ്യലേക്ക് വരണം. പ്രിസിഷൻ ഫാമിംഗ് എന്നുള്ളത് ഇപ്പൊ കൂടുതൽ ഏരിയയിലേക്ക് അത് വരുന്നുണ്ട്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഓപ്പൺ കണ്ടീഷനിൽ പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ പാടശേഖരങ്ങളിലൊക്കെ കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം, മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സമ്മറിൽ ഇതെല്ലാം ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. പലരും നേരത്തെയൊക്കെ എള്ള് കൃഷി ചെയ്തിരുന്നു, പയറ് വിതച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്നുകൂടെ പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഈ തണ്ണിമത്തൻ കൃഷി, വാട്ടർമെലൺ. തണ്ണിമത്തൻ കൃഷിയിൽ ഇതുപോലെ നമുക്ക് ഈ പ്രിസിഷൻ ഫാമിങ്ങിലൂടെ ചെയ്യാൻ. ബാബു സാർ ചോദിക്കുന്നത്, ഈ തണ്ണിമത്തൻ നമുക്ക് ഈ സീസണിൽ ചെയ്യാൻ പറ്റുന്നതാണോ ഇപ്പൊ? ഇല്ല, ഇപ്പൊ പറ്റില്ല. ഇപ്പൊ നമുക്ക് പാടത്ത് ചെയ്യാൻ പറ്റാത്ത ഒരു ക്ലൈമറ്റ് ആണല്ലോ. അപ്പൊ നമുക്കത് ഒരു ജനുവരിക്ക് മുന്നായിട്ട് എന്ന് വെച്ചാൽ ഒരു 3 months ഒക്കെ ആകുമ്പോഴേക്ക് അത് അതിന്റെ ഫ്രൂട്ടിങ് ആവണം. അപ്പൊ അതിന് നമ്മൾ മാർക്കറ്റ് ഓറിയന്റഡ് ആയിട്ട് അത് പ്രൊഡക്ഷൻ നടത്തണം. മാർക്കറ്റിൽ കൂടുതൽ ഡിമാൻഡ് വരുന്നത് ഈ മാർച്ചോട് കൂടി ഡിമാൻഡ് സ്റ്റാർട്ട് ചെയ്യും. സാറിന്റെ ക്ലാസ്സിൽ പറഞ്ഞതേ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളെ എല്ലാ ഇൻഡസ്ട്രിയും, എഡ്യൂക്കേഷൻ ഉൾപ്പെടെയുള്ള മുഴുവൻ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് വീട്ടിൽ നിന്നുകൊണ്ട്, വീട്ടിലെ മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെ ടെറസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് സെക്ടർ കൂടിയാണ് കൃഷി. പ്രവാസികൾ ധാരാളം ആളുകൾ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഇവരൊക്കെ കൃഷിയിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് അല്ലെ? അപ്പം തീർച്ചയായിട്ടും കൃഷിയെ നമ്മളൊരു ബിസിനസ് വെഞ്ചറായിട്ട്, ഇപ്പം കേരള യൂണിവേഴ്സിറ്റി എനിക്കൊന്നു അഗ്രി ബിസിനസ് ഫാം ബിസിനസ് സ്കൂള് ആരംഭിച്ചിട്ടുണ്ട് അല്ലെ? ഇപ്പൊ കഴിഞ്ഞ വൈഗ ഫെസ്റ്റിവൽ തൃശ്ശൂർ വെച്ചിട്ട് നടന്നു. വലിയ ലോക റെക്കോർഡ് ഉണ്ടായ ഒരു ഫെസ്റ്റിവൽ ആയിരുന്നു. കൃഷിമന്ത്രി പ്രത്യേക താല്പര്യമെടുത്ത് അദ്ദേഹത്തിന്റെ നാട്ടിൽ ഇത് നടന്നു. ഈ വൈഗ ഫെസ്റ്റിവൽ ഇതിന്റെ പ്രസന്റേഷൻസ് ധാരാളം ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ട് ഇപ്പൊ കുട്ടികൾക്ക് നമ്മുടെ ഒരു കരിയർ സെഷൻ പോലും സഹോദയ സ്കൂൾ കോംപ്ലക്സിന്റെ കീഴിൽ ഓർഗനൈസ് ചെയ്തിരുന്നു. പിന്നെ കൃഷിയിലൂടെ വിജ്ഞാനം നേടാൻ വേണ്ടിയിട്ട് ഇപ്പം MBA പോലും അഗ്രികൾച്ചറിൽ വന്നിട്ടുണ്ട്. എനിക്കൊന്ന് ഗുജറാത്ത് പോലെയുള്ള സ്ഥലങ്ങളിലാൻ തോന്നുന്നുണ്ട് പ്രൈവറ്റ് ഫേം പോലും ഈ അഗ്രികൾച്ചർ കോഴ്സ് നടത്തുന്നത്. ഇപ്പൊ കുട്ടികൾ പിന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് IRMA, ഇന്ത്യൻ റൂറൽ മാനേജ്മെന്റ് ഏജൻസി. അവര് ഒരു MBA പോസ്റ്റ് ഡിഗ്രി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വളരെ ഭയങ്കര പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു MBA ആണത്. IRMAയുടെ MBA എന്ന് പറയുന്നത് ഗുജറാത്ത് ആനന്ദിലാണ്. അപ്പൊ അവിടെ അതിനകത്ത് ഈ അഗ്രി ബിസിനസ്സുമായി ബന്ധപ്പെട്ട മാനേജീരിയൽ സ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ആ കോഴ്സ് വളരെ നല്ലതാണ്. അഗ്രി ബിസിനസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാറെ പോലെയുള്ള അഗ്രികൾച്ചർ ഓഫീസേഴ്സ്, ഗസ്റ്റഡ് ഓഫീസേഴ്സ് റാങ്കിലുള്ളവരാണ്. അപ്പോൾ ഇവര് ഈവൻ VHSCയുടെ ഒരു അഗ്രികൾച്ചർ കോഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് പോലും പല ഗവൺമെന്റ് പോസ്റ്റിലേക്ക് പോകുന്നുണ്ട് അല്ലെ? അപ്പൊ അതുപോലെയുള്ള പ്രോജക്റ്റിലൊക്കെ അതെ. നമ്മുടെ പല തരത്തിലുള്ള പ്രോജക്റ്റുകള് വളരെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഫണ്ട് ചെയ്യുന്ന ധാരാളം പ്രോജക്റ്റുകൾ ഇപ്പം കാർഷിക മേഖലയിൽ നടപ്പിലാക്കുന്നുണ്ട്. അപ്പൊ ആ പ്രോജക്റ്റുകളിലൊക്കെ താൽക്കാലിക ജോലികളായിട്ട് പല ജോലികളും അത് സ്ഥിരപ്പെടുന്നു. അപ്പൊ അത്തരത്തിലുള്ള പ്രോജക്റ്റുകള് ഈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ അഗ്രികൾച്ചർ കഴിഞ്ഞ കുട്ടികൾക്ക് ഒരു പ്രത്യേക പ്രിഫറൻസ് കിട്ടുന്നുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റി തന്നെ വീണ്ടും ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ എന്നുള്ള കോഴ്സ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാർഷിക അനുബന്ധം, അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചോളം BSc അഗ്രികൾച്ചർ എന്നുള്ള ലെവലിലാണ് ഞാൻ സംസാരിക്കുന്നത്. അഗ്രികൾച്ചർ അതെ. ഒരു സോറി, ഞാൻ തുടക്കത്തിൽ തന്നെ പറയാൻ വിട്ടുപോയി, പേരൊക്കെ പറയാൻ വിട്ടുപോയി അല്ലേ. ബാബു ഷക്കീർ എന്നുള്ളതാണ് എന്റെ പേര്. ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് നെടിയിരുപ്പ് കൃഷിഭവനിൽ ജോലി ചെയ്യുന്നുണ്ട്.
2006 കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൽ ഞാൻ കൃഷി ഓഫീസറായിട്ട് ജോലിക്ക് കയറുന്നത്. 2006 പിന്നെ മലപ്പുറം ജില്ലയിൽ തന്നെ കാവന്നൂർ കൃഷിഭവനിലാണ് ഞാൻ തുടങ്ങുന്നത്. അതിനുശേഷം ചീക്കോട് കൃഷിഭവനില്, അത് കഴിഞ്ഞതിന് ശേഷമാണ് നെടിയിരുപ്പ് കൃഷിഭവനിലേക്ക് വരുന്നത്. അതിനു മുന്നേ 1997 തൊട്ട് ഞാൻ പിന്നെ പഴം പച്ചക്കറി പ്രൊമോഷൻ കൗൺസിലിൽ ജോലി ചെയ്യുന്നത് അസിസ്റ്റന്റ് മാനേജറായിട്ട്. അതിനുശേഷമാണ് ഞാൻ കാർഷിക കൃഷിയിലേക്ക് മാറുന്നത്. ഇതില് പിന്നെ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട പിന്നെ ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ പിന്നെ എന്താ പറയാ സ്കോപ്പ് ഉണ്ടായിരുന്നു. അപ്പം വീണ്ടും അതിന്റെ സ്കോപ്പ് ഒന്നുകൂടെ വർദ്ധിപ്പിച്ചിട്ട് കാര്യം പറഞ്ഞാല് സോറി മൈക്ക് മ്യൂട്ട് ചെയ്യണം, മറ്റുള്ള ആളുകളെ ശ്രദ്ധിക്കണം. ഓക്കെ സാർ, ഞാൻ സാറ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ VFPCKല് ജോലി ചെയ്തു. അതിപ്പോ ഒരു നല്ലൊരു ബൂമിങ് ഇൻഡസ്ട്രി ആണല്ലേ? വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാല് വളരെ പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്കറിയാം. കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് തരുന്ന ഒരു കൃഷിയാണ് നമ്മുടെ പച്ചക്കറി കൃഷി എന്ന് പറയുന്നത്. ഇല്ല, ഞാൻ VFPCK എന്നുള്ള ഒരു ബോഡി ഉണ്ടല്ലോ സാർ? അതെ അതെ അതെ, അത് ഗവൺമെന്റ് ഓഫ് കേരളയുടെ അണ്ടർടേക്കിംഗിൽ വരുന്ന ഒരു പ്രൊഡ്യൂസർ കമ്പനിയാണ്. പിന്നെ കർഷകർക്ക് ഷെയർ ഉള്ള, അവർക്ക് പങ്കാളിത്തമുള്ള ആ കമ്പനിയിൽ അവർക്ക് ഷെയർസ് ഉണ്ട്. ഒരു 49% ഷെയർ എന്ന് പറയുന്നത് കർഷകർക്കാണ്. അവരുടെ സ്വയം സഹായ സംഘങ്ങൾക്കുള്ള ഷെയർസ് ആണ്. അപ്പൊ ആ ഷെയറിൽ അവർക്ക് പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ അതിന്റെ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ കർഷകരുടെ പ്രതിനിധികളുണ്ട്, പിന്നെ സർക്കാരിന്റെ പ്രതിനിധികളുണ്ട്. അപ്പം അതിനകത്ത് ഈ എന്തെല്ലാം പദ്ധതികളാണ് ഈ കമ്പനിയിലൂടെ പിന്നെ ഫീൽഡ് തലത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ കർഷകർക്കും അതിൻ്റെതായ ഒരു പങ്കാളിത്തം അതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ VFPCK വളരെ പിന്നെ തെരഞ്ഞെടുത്ത പഞ്ചായത്തുകളിലാണ് അവര് വർക്ക് ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ ആയിട്ടുള്ള പഞ്ചായത്തുകൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. പ്രധാനമായും മാർക്കറ്റിംഗ് സൈഡിലേക്ക് അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. കൃഷി വകുപ്പിന്റെ കുറെ അധികം പോരായ്മകളുണ്ട്. അപ്പം ആ പോരായ്മകൾക്ക് ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് VFPCK ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ധാരാളം കർഷകരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ള അവരാണ് യഥാർത്ഥ സോഴ്സ്. മറ്റൊന്ന് ആത്മ പ്രൊജക്ട് ഉണ്ട് സാർ, ആത്മ. അതെ അതെ അതെ, ആത്മ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി, കേന്ദ്ര സർക്കാരിന്റെ ഒരു സ്ഥാപനമാണ്. കഴിഞ്ഞ 10-15 വർഷമായിട്ട് നമ്മളിപ്പോ ഈ ഒരു പ്രോജക്ട് അടിസ്ഥാനത്തിൽ അത് നിലവിൽ വന്നു. അതിനകത്ത് കേരളത്തിലെ അത് ആത്മ വളരെ ഭംഗിയായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. ഇപ്പോ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വളരെ ഭംഗിയായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം, അതായത് സംയോജിത കൃഷി രീതി. നമ്മുടെ സർക്കാരിന്റെ ഇപ്പോഴത്തെ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് ജൈവ ഗൃഹം എന്നുള്ള പേരിലാണ് ഈ IFS പിന്നെ അറിയപ്പെടുന്നത്. പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ജൈവഗൃഹം എന്ന് പറഞ്ഞാല് നമ്മുടെ വീടിനെ ഒരു എല്ലാ തലത്തിലും ഒരു ജൈവ കാർഷിക സമ്പ്രദായത്തിന്റെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് നമ്മൾ പിന്നെ കൃഷി ചെയ്യുന്നു, കൃഷിയിലേക്ക് ആവശ്യമായിട്ടുള്ള പിന്നെ ജൈവ വസ്തുക്കള്, അതായത് പ്രത്യേകിച്ച് ചാണകം, ആട്ടുംകാട്ടം, കോഴിക്കാട്ടം ഒക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഇത് പിന്നെ അനിമൽ ഹസ്ബൻഡറിയിലൂടെ വരുന്ന പിന്നെ എന്താ പറയാ അതിന്റെ പിന്നെ ഓർഗാനിക് മാനേഴ്സ് ഉപയോഗിക്കുന്നു. അത് റീസൈക്കിൾ പിന്നെ വീണ്ടും നമ്മൾ അത് കൃഷിയിലേക്ക് ഉപയോഗിക്കുന്നു. കൃഷിയുടെ ഇത് പിന്നെ വിളവെടുത്തതിന് ശേഷം അതിന്റെ ഇലകളും തണ്ടുകളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് റീസൈക്കിൾ ചെയ്തിട്ട് അതിനെ മാനുവറാക്കുന്നു. അപ്പൊ അത് നമ്മുടെ വീടിനകത്ത് തന്നെ ഒരു റീസൈക്ലിംഗ് ജൈവ ഗൃഹം തന്നെ പറയുക. അപ്പൊ അതിനോടനുബന്ധിച്ച് നമുക്ക് മീൻ കൃഷി ചെയ്യാം, അതോടൊപ്പം തന്നെ ആട് വളർത്താം, പിന്നെ ഇതിനൊക്കെ തീറ്റയ്ക്ക് ആവശ്യമായിട്ടുള്ള അസോള അതിനകത്ത് കൃഷി ചെയ്യാം. അതോടൊപ്പം തന്നെ പിന്നെ എന്താ പറയാ ഈ വാട്ടർ മാനേജ്മെന്റ്, വാട്ടർ ഹാർവെസ്റ്റിംഗ് സ്ട്രക്ചേഴ്സ് അല്ലെ, നമുക്കറിയാം പിന്നെ നമ്മുടെ റൂഫിൽ വരുന്ന വെള്ളം നമുക്ക് കിണർ റീചാർജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ അതൊരു പിന്നെ ഹാർവെസ്റ്റിംഗ് സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിനകത്ത് പിന്നെ ഒരു പോണ്ടിലേക്കൊക്കെ കുളത്തിലേക്ക് തിരിച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ മീൻ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അത്തരത്തിലുള്ള ഒരു റീസൈക്ലിംഗ് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം. അതിനകത്ത് നമ്മൾ ഈ അനിമൽ ഹസ്ബൻഡറി റൈസ് ചെയ്യാനായിട്ടുള്ള ഫണ്ട് കൊടുക്കുന്നു, പിന്നെ കൃഷി ചെയ്യാനായിട്ടുള്ള ഫണ്ട് കൊടുക്കുന്നു. കേരഗ്രാമം പദ്ധതി, കേരഗ്രാമം എന്നുള്ള പേര് തന്നെ അറിയാം, നമ്മുടെ കേരളം എന്നുള്ള പേര് തന്നെ കേര കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ.
അപ്പൊ കേര കൃഷിയുടെയുമായി ബന്ധപ്പെട്ട പിന്നെ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് കേര ഗ്രാമം എന്നുള്ളത്. അപ്പൊ അതിനകത്ത് ഈ നമ്മുടെ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ പിന്നെ തെങ്ങുകളൊക്കെ പരമ്പരാഗതമായിട്ടുള്ള ഒരു കൃഷി രീതിയാണ് ചെയ്യുന്നത്. എത്രത്തോളം മഴ കിട്ടുന്നോ ആ മഴ മാത്രമേ നമ്മുടെ കൃഷിക്ക് കിട്ടുന്നുള്ളൂ. വേനലൊക്കെ വളരെ കൊടും വേനലാണ് ഇപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്നത്. അപ്പൊ ആ വേനലില് വെള്ളം കിട്ടാതെയാണ് നമ്മുടെ അധിക ഉൽപാദനം കുറയാൻ കാരണം. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള നമ്മുടെ പിന്നെ മഴ കൊയ്ത്തിന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചേഴ്സ് രൂപീകരിക്കാന്, പമ്പ് സെറ്റുകൾ രൂപീകരിക്കാന്, അതിനാവശ്യമായുള്ള കാർഷിക വൈദ്യുതി സൗജന്യമാക്കി കൊടുക്കാന്, അതോടൊപ്പം തന്നെ ന്യൂട്രിയൻ മാനേജ്മെന്റ്, ഇതിനാവശ്യമായിട്ടുള്ള ജൈവവളങ്ങൾ. പലപ്പോഴും ജൈവവളങ്ങൾ മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. എന്തെങ്കിലും ജലസേചന സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പിന്നെ രാസവളങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. രാസവളങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മൾ നിരന്തരമായ ഫ്ലഡാണ് നമ്മുടെ അല്ലെ. നമ്മുടെ ഈ വെള്ളപ്പൊക്കത്തിലൊക്കെ നമ്മുടെ മണ്ണിനകത്ത് ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ന്യൂട്രിയൻസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ നമ്മൾ വെറും ചാണകപ്പൊടിയും ആട്ടുംകാട്ടും മാത്രം നൽകി കഴിഞ്ഞാൽ മതിയാവില്ല. അവിടെ നമ്മൾ കുറച്ചുകൂടെ ഇന്റൻസീവ് ആയിട്ടുള്ള രാസവളങ്ങൾ ചേർത്തിട്ട് അത് ഒന്നുകൂടെ മണ്ണിനെ പുഷ്ടിപ്പെടുത്തണം. അപ്പോഴാണ് നമുക്ക് തെങ്ങിന് പലപ്പോഴും നമ്മൾ ഫീൽഡിലേക്ക് പോകുമ്പോൾ പലതരത്തിലുള്ള മൈക്രോ ന്യൂട്രിയൻസ്, നേരത്തെ അതെല്ലാം മൈക്രോ അളവിൽ ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതെല്ലാം മൈക്രോ എന്ന് മാറിയിട്ട് അത് മേജർ തലത്തിലേക്ക് വന്നു. മൈക്രോ തീരെ ഇല്ലാത്തൊരവസ്ഥ വന്നു. അപ്പൊ അവിടെ നമ്മളൊരു കുറഞ്ഞ തലത്തില് ബോറോണ്, സൾഫർ, അതോടൊപ്പം തന്നെ കാൽസ്യം, മെഗ്നീഷ്യം, ഇതെല്ലാം നമ്മൾ പ്രത്യേകമായിട്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഈ കേരഗ്രാമം എന്നുള്ളൊരു പദ്ധതിയുടെ ഉദ്ദേശം തന്നെയാണ് നമ്മളെ ഉൽപാദനം വർദ്ധിപ്പിക്കുക. ഉൽപാദനം ഇപ്പം ശരാശരി ഒരു 60 നാളികേരം ഒരു വർഷം തെങ്ങുന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ വർദ്ധിപ്പിച്ചിട്ട് 80 നാളികേരം 100 നാളികേരം എന്ന തരത്തിലേക്ക് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഫാമുകൾ പ്രോഫിറ്റബിൾ ആവുള്ളൂ. പ്രോഫിറ്റബിലിറ്റി കൂടി കഴിഞ്ഞാലേ നമുക്ക് ഈ കാർഷിക രംഗത്ത് നിലനിർത്താൻ സാധിക്കുള്ളൂ. അപ്പൊ അതിനെ ഡോക്ടർ നൗഷാദ് പറഞ്ഞതുപോലെ തന്നെ അഗ്രി ബിസിനസ് എന്നുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ മാറണം. അതായത് നമ്മുടെ ആ ഒരു ചെറിയൊരു ഫാം ആണെങ്കിലും ആ ഫാമിലേക്ക് വരുന്ന ഇൻപുട്സ് എങ്ങനെ വരുന്നു, ആ ഇൻപുട്ട് കോസ്റ്റ് എങ്ങനെ കുറക്കാം, നമുക്ക് ഉള്ള ഇൻപുട്സ് കൊണ്ടിട്ട് നമ്മൾ കൃഷി മാക്സിമൈസ് ചെയ്യാം, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ എങ്ങനെ സാധിക്കും. അതോടൊപ്പം തന്നെ ഏറ്റവും എൻഡില് വരുന്നതാണ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സീസണെ പ്ലാൻ ചെയ്തുകൊണ്ടുള്ള ഒരു കൃഷി രീതി. അതോടൊപ്പം തന്നെ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ്, ഇന്നിപ്പം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആയാലും അന്താരാഷ്ട്ര ഏജൻസികൾ എല്ലാം ആയിക്കഴിഞ്ഞാൽ ഇപ്പം പ്രൊഡ്യൂസിന്റെ ക്വാളിറ്റിയാണ് വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ അതിന് പല തരത്തിലുള്ള സർട്ടിഫിക്കേഷൻ നമ്മൾ നൽകുന്നുണ്ട്. അപ്പൊ ആ സർട്ടിഫിക്കേഷന് കിട്ടാനായിട്ടുള്ള മാർഗങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള പിന്നെ ഒരു അഗ്രി ബിസിനസ് എന്നുള്ള തലത്തിലേക്ക് നമ്മുടെ ഫാമിനെ മാറ്റിയെടുക്കണം. അവിടെയാണ് ഏറ്റവും പ്രധാനം. പിന്നെ മറ്റൊരു ഫീൽഡാണ് ഡോക്ടർ നൗഷാദ് നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു എമർജിംഗ് ഫീൽഡാണ് വാല്യൂ അഡീഷൻ. ഫുഡ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുള്ള വാല്യൂ അഡീഷൻ. നമ്മുടെ പ്രൊഡ്യൂസുകള് പിന്നെ വാല്യൂ ആഡഡ് ആയിട്ട് അതിനെ മാർക്കറ്റിംഗ് ചെയ്യാനായിട്ടുള്ള ഒരു സംരംഭം. അപ്പൊ ഇത്തരത്തിലുള്ള ധാരാളം പദ്ധതികൾ നമ്മുടെ കൃഷി വകുപ്പിലൂടെ നടപ്പിലാക്കുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഇന്നത്തെ ഈ പോസ്റ്റ് കോവിഡ് കാലഘട്ടത്തിൽ കൃഷിയിലേക്ക് എല്ലാവരും തിരിച്ചു വരികയാണ്. അപ്പൊ അതിനകത്ത് വളരെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാല് നമ്മുടെ വീടുകൾക്ക് ആവശ്യമുള്ള, നമ്മുടെ യുണൈറ്റഡ് നേഷണൽ ഓർഗനൈസേഷൻ പോലും ഫാമിലി ഫാമിംഗ് എന്നാ പറയുന്നത്. നമ്മുടെ വീടുകളിൽ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു കൃഷിയിലേക്ക്, ഒരു കിച്ചൺ ഗാർഡൻ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരു സമയം കണ്ടെത്തിയിട്ട് അതിനകത്ത് ഇൻവോൾവ് ചെയ്താൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതൊരു ഫാമിലി പ്ലാനിങ് ആണ്. അത് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. പണ്ടൊക്കെ നമ്മളത് നമ്മുടെ കൃഷിയിൽ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു കൃഷി രീതിയായിരുന്നു. അപ്പൊ അത്തരത്തില് കൾച്ചർ എന്നുള്ള രീതിയിലെ ബാക്ക് ടു ഹെറിറ്റേജ്, ബാക്ക് ടു ഫ്യൂച്ചർ എന്നും പറയാം. ഇനി 4ാം തലമുറ എന്ന് പറയുന്നത് ഈ 5Gയുടെ ഒക്കെ കാലാണ് അല്ലെ. 4ാം തലമുറ ഇനി കൃഷിയിലേക്കാണ് പോകുന്നത്. അപ്പം സർക്കാർ തന്നെ എനിക്കൊന്ന് വയലുകൾക്കൊക്കെ റോയൽറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ടോ അല്ലെ? അതെ. റോയൽറ്റി എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും നമുക്ക് അതിനകത്ത് ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഒരു ഏക്കർ സ്ഥലത്ത് പിന്നെ ഒരു ഏക്കർ വയലിൽ ഒരാൾ നെൽകൃഷി ചെയ്യാ എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ നെൽകൃഷി മാത്രമല്ല ചെയ്യുന്നത്. അദ്ദേഹം അവിടുത്തെ മണ്ണ് സംരക്ഷിക്കുന്നു, വെള്ളം സംരക്ഷിക്കുന്നു, അതോടൊപ്പം തന്നെ പിന്നെ അന്തരീക്ഷത്തിലേക്ക് പിന്നെ എന്താ പറയാ കാർബൺ അല്ലെ, നമ്മളത് പറയാറുണ്ടല്ലോ, അതെ, ആ കാർബൺ തിരിച്ചു കൊടുക്കുന്നു. അപ്പൊ അത്തരത്തില് അദ്ദേഹം ചെയ്യുന്നത് ആ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ഒരു എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ഒരു പ്രവർത്തനമാണത്. നമ്മൾ നേരത്തെ നടത്തിയ ഒരു ചർച്ചയില് അമേരിക്ക പോലെയുള്ള വികസിത രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന, വരുമാനം കിട്ടുന്ന ഓർഗാനിക് ഫാമേഴ്സിനാണ്. അവിടെ ഇപ്പം അമേരിക്കയിലൊക്കെ ഫാമിംഗ് ആണ് ഇപ്പൊ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രി. നമ്മുടെ നാട്ടിൽ മാത്രം കർഷകരെ വെള്ളപ്പുച്ഛത്തോടെ കാണുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ നമ്മൾ കുട്ടികളോട്
ഡ്രീംസ് വെക്കുമ്പോൾ അവർക്ക് ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആണോ എന്നൊക്കെ പറഞ്ഞു. ഒരു നല്ല കർഷകനാകണം എന്ന് ഒരു കുട്ടി പറയുന്ന സമയത്ത് നമുക്ക് അതിന് പ്രോത്സാഹനം കൊടുക്കാറില്ല. ഇപ്പം ഉദാഹരണത്തിന് ഞാൻ തന്നെ വർക്ക് ചെയ്ത ഒരു സ്കൂളുണ്ട്, സദ്ഭാവന വേൾഡ് സ്കൂൾ, കാലിക്കറ്റിലെ വലിയൊരു ഇന്റർനാഷണൽ സ്കൂളാണ്. CBSE അഫിലിയേഷൻ IB അക്രഡിറ്റേഷൻ കൂടിയുള്ള സ്കൂളാണ്. അവർ ഈ വർഷം സർക്കുലർ അയച്ചത്, ഇനി നമ്മൾ എഞ്ചിനീയറിംഗ് മെഡിസിൻ പഠിപ്പിക്കുന്നില്ല, ഇനി നമ്മൾ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളും ലിബറൽ ആർട്സും ആണ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ആളുകളൊക്കെ ഇതിലേക്ക് തിരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കൃഷിയെ കുറിച്ച് നമ്മള് ഇന്ന് മാത്രമല്ല, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സെഷൻ ചെയ്യണമെന്നാണ് സഹോദയ സ്കൂൾ കോംപ്ലക്സ് അതുപോലെ തന്നെ വേൾഡ് സ്കൂൾ അലയൻസും ആലോചിക്കുന്നത്. ഇതിൽ ജോയിൻ ചെയ്ത ധാരാളം ആളുകളുണ്ട് സാർ. ഒന്ന് അവരൊന്ന് പരിചയപ്പെടുത്തുകയും അവര് ക്വസ്റ്റ്യൻസും ഇന്ററാക്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം 8 മണിക്ക് മുമ്പായിട്ട് നമുക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യണം. നമ്മളൊരു ലൈവ് ടെലികാസ്റ്റിംഗ് ആയതുകൊണ്ട് ഇതിൽ ഞാൻ ആദ്യം ഇൻവൈറ്റ് ചെയ്യുന്ന ഇസ്മ ന്യൂസ്, ഗൾഫിലുള്ള ഒരു ന്യൂസ് ആണ്, മീഡിയ. ഇസ്മ ന്യൂസ് ഒന്ന് പരിചയപ്പെടുത്തൂ. പ്ലീസ്. ഇസ്മ ന്യൂസ് സാർ ഒന്ന് പരിചയപ്പെടുത്തൂ പ്ലീസ്. സാർ പറഞ്ഞ കേൾക്കുന്നില്ല, മൈക്ക് ഓൺ ചെയ്തു പ്ലീസ്. ഹലോ. പറയൂ കേൾക്കുന്നു. എന്നോടാണോ? യെസ് പറയൂ. എന്താണ് വേണ്ടത്? അല്ല സാർ ഒന്ന് പരിചയപ്പെടുത്തു. അതെ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, എന്റെ പേര് ബാബു ഷക്കീറാണ്, കൃഷി ഓഫീസർ. സാറല്ല സോറി, ഇസ്മ ന്യൂസ് എന്ന് പറഞ്ഞിട്ടില്ല. ഇസ്മ ന്യൂസ് വേറെ സ്ക്രീൻ. ഞാൻ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ കേൾക്കുന്നില്ല. ടെക്നോളജിയുടെ എന്ത് പ്രശ്നം? ഇസ്മ ന്യൂസ് സാറിന്റെ മൈക്ക് ഒന്ന് ഓൺ ചെയ്യണം സാർ. ഇസ്മ ന്യൂസ് എന്നാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ടെക്നോളജി, അദ്ദേഹം ഗൾഫിലൊരു മീഡിയ പ്രവർത്തനമാണ്. ഇസ്മ ന്യൂസ് സാറിന്റെ മൈക്ക് ഒന്ന് ഓൺ ചെയ്യൂ പ്ലീസ്. നസീം മിസ് നമ്മുടെ ചാറ്റ് ബോക്സിൽ മെസ്സേജ് കൊടുത്താൽ ചിലപ്പം അദ്ദേഹത്തിന് മനസ്സിലായിരിക്കും. ഓക്കെ സർ. ഇതാണ് ടെക്നോളജിയുടെ വലിയ പ്രശ്നം, ഇതാണ്. ഓക്കെ, അതിനു മുമ്പായിട്ട് ഞാൻ സെൽക്കീസ് എന്നാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. സാർ ഒന്ന് പരിചയപ്പെടുത്തും. ഇതിൽ പേര് വന്നത് SALKI എന്നാണ്, സെൽക്കി. സാർ ഒന്ന് പരിചയപ്പെടുത്തോ. സാർ പറയൂ. സാറ് ഒന്ന് സംസാരിക്കാം, മൈക്ക് ഒന്ന് ഓൺ ചെയ്യൂ. പേരെന്തായിരുന്നു? സാലിഹ്, മുഹമ്മദ് സാലിഹ്. സാലിഹ്, സോറി. സാലിഹ്. സ്ഥലം ഇവിടെ കൊണ്ടോട്ടി കാളോത്ത്. ഓക്കെ. ഇപ്പൊ നമ്മള് വിമാനാപകടമൊക്കെ നടന്ന സാറിന്റെ തൊട്ടടുത്തായിരിക്കും അല്ലേ? നമ്മുടെ ബാബു ഷക്കീർ സാറിന്റെ അടുത്ത് തന്നെയാണ് വിമാനം അപകടം. കണ്ടെയ്ൻമെന്റ് സോൺ ആയിരിക്കും ഇപ്പൊ അല്ലേ? ചെറിയൊരു റിലേറ്റീവ് ആണ് ബാബു ഷക്കീറിന്റെ. സാലിക്ക നമ്മുടെ കൃഷിഭവന്റെ കീഴില് നല്ല ഒരു പ്രോഗ്രസീവ് കർഷകനാണ്. സാറിന്റെ കൃഷികളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തോ ജസ്റ്റ് സലീം. ഇല്ല, അങ്ങനെയല്ല. ടെറസില് ചെറിയ നമ്മളെ വിക്ക് ഇറിഗേഷൻ ഒക്കെ വെച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അത് വീട്ടിലേക്ക് ആവശ്യമുള്ള കൃഷികൾ അത്രേ ഉള്ളൂ. അപ്പൊ കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല അല്ലെ? സെൽഫ് സഫിഷ്യന്റ്. നമ്മുടെ ഗാന്ധിജിയുടെ സ്വപ്നം പോലെ ഗ്രാമസ്വരാജ് എന്ന പോലെ തന്നെ നമ്മൾ സ്വയം പര്യാപ്തി നേടാൻ പറ്റും കൃഷിയിലൂടെ. അതിലേക്ക് പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. മഴമറക്കൊന്നും ചെയ്യണമെന്നുണ്ട്. അല്ല, ഇപ്പൊ മഴ ആയതുകൊണ്ടൊക്കെ വളരെ വലിയ ഗുണമില്ല കൃഷി. അടുത്ത ഞാൻ വിളിക്കുന്നത് ഡോക്ടർ ബേബി ഷക്കീല. അവര് ഒരു B.Ed കോളേജ് ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രിൻസിപ്പൾ ഒക്കെയാണ്. ഷക്കീല മാം കേൾക്കുന്നുണ്ടോ? അതൊന്ന് പരിചയപ്പെടുത്തുക ആദ്യം. എന്റെ പേര് ഡോക്ടർ ബേബി ഷക്കീല. ഞാൻ മുക്കത്താണ്. ഇവിടെ നമ്മുടെ കാഞ്ചൻമാലയുടെ നാട്ടിലാണ്. മാത്രമല്ല കാഞ്ചൻമാലയുടെ ട്രസ്റ്റിലെ മെമ്പർ, അതിന്റെ കാഞ്ചൻമാലയുടെ സ്വന്തമായിട്ട് വലങ്കൈയായിട്ട് പ്രവർത്തിക്കുന്ന ആളുമാണ് അല്ലെ? ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും കൂടെയാണ്. ഡോക്ടർ നൗഷാദ് എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അല്ല, നിങ്ങളൊന്ന് പരിചയപ്പെടുത്തും. നിങ്ങൾ മുക്കം എന്ന് പറയുമ്പോഴേ കുട്ടികൾക്കൊക്കെ BP മൊയ്തീനെയും കാഞ്ചനമാലയൊക്കെ കുറിച്ചാണ് വരുന്നത്. അപ്പൊ കാഞ്ചനമാലയുടെ സജീവ പ്രവർത്തകയാണ്. അതിന്റെ ജോയിന്റ് ഡയറക്ടർ കൂടിയാണ്. അവിടെ പ്രശ്നപരിഹാര സെല്ലിലെ ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. കൗൺസിലിംഗ് ഒക്കെ ധാരാളം ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങള് ജോലി ചെയ്യുന്ന സ്ഥാപനം
ഞാൻ എടവണ്ണ ജാമ്യ നദിയ ട്രെയിനിങ് കോളേജിന്റെ ടീച്ചർ ട്രെയിനിങ്. ചാർജാണ്. അപ്പൊ അധ്യാപക പരിശീലകരെ വാർത്തെടുക്കുന്ന ആളാണ്, അതിന് അതെ. മേധാവിയാണ്. ഞാൻ ചോദിക്കുന്നത്, അവിടെ കൃഷി പഠിപ്പിക്കാറുണ്ടോ? അധ്യാപകർക്ക് കൃഷി പഠിപ്പിക്കാറുണ്ടോ? കൃഷി ഞാൻ നാച്ചുറൽ സയൻസ് അധ്യാപികയാണ്. നാച്ചുറൽ സയൻസ് കൃഷി എന്റെ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. കൃഷി ധാരാളം എം.എഡ് ഒക്കെ കഴിയുന്ന ആളുകൾക്ക് കൃഷി കുട്ടികൾക്ക് ക്ലാസ്സുകളൊക്കെ കരിക്കുലത്തിൽ കൊടുക്കുന്നുണ്ട്. കൃഷിയില് സെൽഫ് ആക്ച്വലൈസേഷൻ അതിന് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഞങ്ങൾ കോളേജിൽ അറേഞ്ച് ചെയ്യാറുണ്ട്. ധാരാളം കൃഷി ഓഫീസർമാരെ കൊണ്ടുവന്നിട്ട് മോഡേൺ മീൻസ് ഓഫ് ഫാമിംഗ് ഇതിനെ കുറിച്ചൊക്കെയുള്ള ക്ലാസ് എടുക്കാറുണ്ട്. ഇപ്പൊ സാറ് പറഞ്ഞ ട്രിപ്പ് ഇറിഗേഷൻ, അതുപോലെ തന്നെ പ്രിസിഷൻ ഫാമിംഗ്, ഇതൊക്കെ ഞങ്ങളുടെ ടോപ്പിക്കാണ്. സാർ നന്നായി അത് പ്രസന്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു സർ. അപ്പൊ ഇനി നമുക്ക് അധ്യാപകര് കൃഷിയിലൂടെ ടീച്ചിങ് ലേണിംഗ് നടത്തുന്ന അധ്യാപകരാണ് ആവശ്യം. അതിന്റെ സംസ്കാരം സോഴ്സ് ഓഫ് ഇൻകം കൃഷിയായിരുന്നു. അപ്പൊ അതിലേക്ക് എല്ലാവരും കൃഷിയിൽ സെൽഫ് സഫിഷ്യന്റ് ആവണം. നമ്മള് ഒരു കൺസ്യൂമറിസമാണ് നമ്മളിവിടെ വരുന്നത്. എല്ലാവരും മാർക്കറ്റിനെ ആശ്രയിക്കുന്നതാണ്. പക്ഷെ കൃഷിയിൽ നമ്മൾ എന്താണ്, നമുക്ക് ആവശ്യമായ പച്ചക്കറികളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കാനുള്ള രീതിയിലുള്ള ഒരു ഇത് നമ്മൾ ഫോളോ ചെയ്യണം. അതെ അതെ. ഓരോരുത്തരും വേറെ ചോദിക്കുന്ന, ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് മുക്കത്ത് ഇപ്പം നിങ്ങൾ ഇരുവഴിഞ്ഞി പുഴയുടെ തീരത്താണല്ലോ അല്ലെ? മുക്കം ഞാനിപ്പം പൊറ്റക്കാടിന്റെ ധാരാളം നോവലുകളിൽ പരാമർശിച്ച ഒരു സ്ഥലമാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അവസാനമായിട്ട് നടന്നത്, മരിച്ചത് അവിടെയാണ്. മുക്കം എന്നുള്ളത് ഒരു നമ്മുടെ എം.എൻ. കാരശ്ശേരിയുടെ നാടാണ് അല്ലെ? ധാരാളം കമ്മ്യൂണൽ ഹാർമണിയുടെ, മതസൗഹാർദ്ദത്തിന്റെ പേര് കേട്ട സ്ഥലമാണ് മുക്കം. ഈ പ്രളയം എങ്ങനെ മുക്കത്ത് ബാധിച്ചിട്ടുണ്ട്? ഈ പ്രളയം ഇവിടെ കർഷകരെയൊക്കെ നന്നായി ബാധിച്ചിട്ടുണ്ട്. വാഴ കൃഷിയൊക്കെ കൂടുതലുള്ള ഒരു സ്ഥലമാണ്. ഇരുവഴിഞ്ഞിപ്പുഴേന്റെ തീരത്ത് താഴ്ന്ന പ്രദേശമായതുകൊണ്ട് ഇപ്പൊ പെയ്ത മഴയ്ക്ക് തന്നെ കുറെ വാഴ കൃഷിയൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. കൂടുതൽ ആൾക്കാര് കൃഷിക്കാരാണ് ഇവിടെ. നമ്മുടെ കാഞ്ചനമാലയുടെ ഇതുണ്ട്, ബി.പി. മൊയ്തീൻ ലൈബ്രറി അല്ലെ? അതിന്റെ പേരെന്തായിരുന്നു? ബി.പി. മൊയ്തീൻ ലൈബ്രറി, ബി.പി. മൊയ്തീൻ സേവാമന്ദിർ. ഓക്കെ. ഇത് കുറെ വർഷം മുമ്പ് തന്നെ തുടങ്ങിയതാണല്ലേ? സിനിമാ നടൻ ദിലീപിന്റെ ഫണ്ട് എത്ര രൂപ കിട്ടി? ദിലീപ് ഫണ്ട് ക്യാഷ് ആയിട്ടൊന്നും തന്നിട്ടില്ല. ദിലീപ് ബിൽഡിംഗ് അതിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ടാക്കി തന്നതാണ്. ഓപ്പൺ ചെയ്തില്ല, ഡീല് ഉദ്ഘാടനം കഴിഞ്ഞല്ലോ ബിൽഡിങ്ങിന്റെ അല്ലേ? ഓക്കെ. അവിടെ നിങ്ങൾ പിന്നെ ആളുകൾക്ക് വേണ്ട എന്തൊക്കെ സർവീസുകളാണ് സേവാ മന്ദിരത്തിൽ ചെയ്തു കൊടുക്കുന്നത്? അതിന്റെ പ്രവർത്തന പരിധി എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ആണ്. എവിടെ നിന്നുള്ള ആൾക്കാർക്കും അവിടെ സർവീസ് തേടാവുന്നതാണ്. പിന്നെ സോഷ്യൽ സർവീസ് ആണ് മെയിൻ. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനും അതുപോലെ തന്നെ എല്ലാവരും പ്രശ്നങ്ങളും അവിടെ ഏറ്റെടുക്കും. പിന്നെ എന്താ പറയാ, തൊഴിൽ പരിശീലനം നൽകുന്നുണ്ട്, കൗൺസിലിംഗ് നൽകുന്നുണ്ട്. പിന്നെ നമുക്ക് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള എല്ലാ വീട്ടിലും വിറ്റമിൻ കാഞ്ചന മാഡം ഫുൾ ടൈം അവിടെ ഉണ്ടാകാറുണ്ടെന്നല്ലേ? അതിനു വേണ്ടിട്ട് ഒഴിഞ്ഞു വെച്ചാണല്ലോ. അപ്പൊ മൊയ്തീന്റെ മരണശേഷം അവരുടെ പ്രണയം സോഷ്യൽ വർക്കാക്കി മാറ്റിയിരിക്കുകയാണല്ലോ അവര്. പ്രണയത്തിന് അവര് ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല. സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണോ? ഇല്ല. ഓക്കെ. ഷാജി സാർ ഉണ്ട് ഇതില്. ഷാജി സാർ ഫ്രം മൂവാറ്റുപുഴ. ഷാജി സാർ ഒരു ഫ്ലോട്ടില എന്നുള്ള ഒരു ഡിവൈസ് കണ്ടെത്തി നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഷാജി സാർ എടുത്തത്. ഷാജി സാർ ഒന്ന് പരിചയപ്പെടുത്തോ? ഷാജി സാർ അദ്ദേഹം ഇല്ലാന്ന്. അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂരിൽ നിന്നും ഇതിൽ പങ്കെടുക്കുന്ന അഫ്രത്തീം സാർ ഉണ്ടോ? അഫ്രത്തീം സാർ ഓക്കെ. നമ്മുടെ ധാരാളം സ്റ്റുഡൻസ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, പാരന്റ്സ്, കുറെ ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യും. നമ്മുടെ സാറിവിടെ അടുത്ത ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഡൗട്ട്സുകൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഷാജി സാർ കേൾക്കുന്നുണ്ടോ? ഷാജി സാർ മൈക്കൊന്നും. ദെൻ ഇസ്മാ ന്യൂസ്, അദ്ദേഹത്തെ കിട്ടിയില്ല. സാറിന്റെ മൈക്കൊന്ന് ഓൺ ചെയ്യോ? പ്രോബ്ലം അദ്ദേഹം പറയുന്നത് കേൾക്കുന്നില്ല എന്നുള്ള. സാറിന്റെ മൈക്ക്. നസ്രീൻ മിസ്, അദ്ദേഹത്തിന് പേഴ്സണലി ഒരു മെസ്സേജ് ചാറ്റ് ബോക്സിൽ നമുക്കൊരു പേപ്പറിൽ എഴുതിയിട്ടേ കാണിക്കാം. മൈക്ക് ഓൺ ചെയ്യുമെന്നല്ല. പക്ഷെ അദ്ദേഹം ചാറ്റ് ബോക്സ് നോക്കുന്നില്ല. ഗൾഫിലായതുകൊണ്ട് എനിക്ക് ഇവിടെ കോണ്ടാക്ട് ചെയ്യാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്.
Sir, he has messaged me as my cable cut. Sorry. Yeah, my My cable cut. Sorry. no. Oh, like okay. Some technological issues are there. Okay, thank you. Then ഇനി നമുക്കിതിൽ ജോയിൻ ചെയ്തത് ഒന്ന് മുഹമ്മദ് അഷ്റഫ് കെ യു ഒന്ന് പരിചയപ്പെടുത്തും. അദ്ദേഹം ഒരു പ്രവാസിയായിട്ട് റിട്ടേൺ ചെയ്താന്ന് തോന്നുന്നു അല്ലെ? ഇപ്പൊ ക്വാറന്റൈനിലാണോ? മൈക്ക് ഓൺ ചെയ്യൂ പ്ലീസ്. മുഹമ്മദ് അഷ്റഫ് മൈക്ക് ഓൺ ചെയ്യൂ. പറയൂ. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഉണ്ട് പറയൂ. എന്റെ പേര് മുഹമ്മദ് അഷ്റഫ്. കുന്നുംപുറത്താണ് ഞാനുള്ളത്, AR നഗർ. എനിക്ക് പറയാനുള്ളത്, നമുക്ക് എന്താ വെച്ചാല് ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളും ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളും നമുക്ക് നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അത് തന്നെയാണ് നമ്മുടെ ഹെൽത്തിന് ഗുണകരമായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോ പുറത്തുനിന്ന് വരുന്ന കൃഷികളാണല്ലോ ഇപ്പൊ നമ്മൾ ആശ്രയിച്ചു കൊടുക്കണേ. പ്രവാസി എന്നുള്ള എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ എനിക്കൊന്നു നിങ്ങളിപ്പം നാട്ടിലേക്ക് തിരിച്ചു വന്ന ഇപ്പൊ ക്വാറന്റൈൻ ക്യാമ്പിലാണ് അല്ലെ? ക്വാറന്റൈൻ ഹോം ക്വാറന്റൈനിലാണ് നിൽക്കുന്നത് അല്ലെ? അപ്പൊ കയ്യിൽ ധാരാളം ക്യാഷ് ഒക്കെ ഉണ്ടാവും. ഇത്രയും കാലം രാവും പകലും പിന്നെ നിങ്ങൾ എവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത്? ഞാന് ജിസാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത്, സൗദി അറേബ്യയില്. അപ്പൊ സൗദി അറേബ്യ റിയാലിലാണ് നിങ്ങൾ ഓരോ മണിക്കൂറുകളും റിയാലിലാക്കി മാറ്റിയ ആളാണ്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്ന് പറന്ന് പ്രവാസ ലോകത്ത് നിന്ന് പണമൊക്കെ സമ്പാദിച്ച് തിരിച്ചു വന്നാണ്. സന്തോഷം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പണം കൃഷിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും കൃഷിയിൽ ഇൻവോൾവ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഇൻഷാ അല്ലാഹ് അതിനെന്നെയാണ് നമ്മൾ ഇതില് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇതിനെ കുറിച്ച് ഞാന് വേറെ ഒരാളെ പരിചയപ്പെടുത്തുന്ന മാലതി ടീച്ചർ കേൾക്കുന്നുണ്ടോ? മാലതി ടീച്ചർ കേരളത്തിലെ ഏറ്റവും മികച്ച സ്കൂള് എടരിക്കോട് PKM ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു സെലിബ്രിറ്റി ടീച്ചറാണ് മാലതി ടീച്ചർ. കൃഷിയെക്കുറിച്ച് ഒരു വാക്കിംഗ് എൻസൈക്ലോപീഡിയാണ്. നടന്ന് ക്ലാസ് എടുക്കുന്ന കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നതാണ് മാലതി ടീച്ചർ. കേൾക്കുന്നുണ്ടാവും മാലതി ടീച്ചർ? ഓക്കെ, അവരിപ്പോ ജസ്റ്റ് ജോയിൻ ചെയ്തുള്ളൂ, അപ്പൊ അതിന്റെ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. ഓക്കെ, മുഹമ്മദ് അഷ്റഫ് മൈക്ക് ഓൺ ചെയ്യും. അപ്പൊ കൃഷി താങ്കൾക്ക് ഇഷ്ടമാണോ? അപ്പൊ കൃഷിയിലേക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണോ? നമ്മള് ഇന്നലെ ചർച്ച ചെയ്ത ഞാൻ ബാബു സാറുമായിട്ട് ചർച്ച ചെയ്ത ഒരു വിഷയം, 2 ദിവസമായിട്ട് അദ്ദേഹത്തോട് ചർച്ച ചെയ്യുന്ന വിഷയം, നമ്മുടെ നാട്ടിൽ ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി, എന്തും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. അതിൽ ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത് മൈലാഞ്ചിയാണ്. മൈലാഞ്ചി മൊഞ്ചുള്ള മലബാർ എന്നൊക്കെ പറയാനല്ലേ? മൈലാഞ്ചി അറിയില്ലേ? മെഹന്തി. അപ്പൊ മൈലാഞ്ചി മരം, നമ്മള് മൈലാഞ്ചി ചലഞ്ച് എന്നുള്ള ഒരു പ്രോജക്റ്റ് കൾട്ടിവേഴ്സിറ്റി ഫ്രെയിം ചെയ്തിട്ടുണ്ട്. അത് സഹോദയ സ്കൂൾ കോംപ്ലക്സും വേൾഡ് സ്കൂൾ അലയൻസും ചേംബർ ഓഫ് എഡ്യൂക്കേഷനും 3 വിദ്യാഭ്യാസ സംഘടനകൾ ചേർന്ന്, അതുപോലെ വേൾഡ് മോണ്ടിസോറി കൗൺസിലും ചേർന്ന് വ്യാപകമായിട്ട് 1 മില്യൺ ട്രീസ് പ്ലാന്റ് ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ട്. ഇന്ത്യയിലെ ഒരു നാഷണൽ ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റ് ആണ്. അതിന്റെ പൈപ്പ് ലൈൻ വർക്കുകളൊക്കെ നടന്നു കഴിഞ്ഞു. നാളെ ഒഫീഷ്യലി നമ്മൾ സ്വാതന്ത്ര്യ ദിനത്തിലാണ് അനൗൺസ് ചെയ്യുന്നത്. മൈലാഞ്ചി മരങ്ങൾ നട്ടുപിടിക്കണം. നമ്മുടെ തുളസി തറ നമ്മുടെ വീട്ടിൽ നേരത്തെ ഉണ്ടായിരുന്നു, എന്നപോലെ മൈലാഞ്ചി തറ ഉണ്ടാക്കാം. എന്നിട്ട് ഓർഗാനിക് ആയിട്ടുള്ള ഈ ഒരു മെഡിസിനൽ ഹെർബൽ മെഡിസിൻ പൊടിച്ച് അതിന്റെ പ്രോപ്പറായിട്ട് ട്രെയിനിങ് കൊടുത്തിട്ട് ഓരോ വീടുകളിലും ചൈന മാതൃകയിൽ ഓരോ വീടുകളിലും കുടുംബശ്രീ വഴിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്ലാറ്റ്ഫോം വഴി, കർഷകരുടെ പ്ലാറ്റ്ഫോം വഴി നമ്മളിത് ഉണ്ടാക്കി പാക്കറ്റാക്കി ആമസോൺ പോലെയുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നമ്മുടെ തന്നെ നെറ്റ്വർക്ക് സിസ്റ്റം ഉണ്ടാക്കി ഓരോ പ്രദേശത്തും ഇനി നമ്മൾ പെരുന്നാളിന് ക്യാൻസർ പോലെയുള്ള മാരക അസുഖങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന ഈ കോൺ ഉണ്ടല്ലോ, മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ ഉണ്ടാക്കുന്ന സിന്തറ്റിക് ഈ കെമിക്കൽസ് ഒക്കെ ചേർത്തിട്ടുള്ള വിഷം കൂടെ പോയിസൺസ് ആയിട്ടുള്ള മെഹന്തികൾ ഉപയോഗിക്കലാന്ന് നമ്മൾ പ്രതിജ്ഞ എടുക്കുകയും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മളുടെ തന്നെ ലാഭം എടുക്കുന്ന രീതിയിൽ മൈലാഞ്ചി ചെടികൾ ഇപ്പോൾ എവിടെയും കിട്ടാനില്ല. ഞാനിപ്പോൾ 2 ദിവസമായിട്ട് കുറേ തൈകൾ കളക്ട് ചെയ്തു. പക്ഷേ അതിന്റെ പ്രശ്നം എന്താ പറഞ്ഞാൽ ഇത് നട്ടുപിടിപ്പിക്കണം. നമ്മുടെ വീട്ടുപറമ്പിന്റെ അതിർത്തികളൊക്കെ മൈലാഞ്ചി ചെടികളുണ്ട്. അപ്പൊ ഈ ഓഗസ്റ്റ് 15 നമ്മുടെ സ്വാതന്ത്ര്യദിന ചടങ്ങിൽ നമ്മുടെ സ്കൂളിൽ, ഇപ്പൊ എന്റെ സ്കൂളിലൊക്കെ ആൾറെഡി ഡിക്ലെയർ ചെയ്തു, കുട്ടികൾക്കൊക്കെ മൈലാഞ്ചി ചലഞ്ച് എന്നുള്ള ഒരു ഇവന്റ് കുട്ടികളിൽ കൊണ്ടുവരാൻ എന്നുള്ളതാണ്. മാലതി ടീച്ചർ കേൾക്കുന്നുണ്ടോ? മാലതി ടീച്ചർ? ഓക്കെ, അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മുടെ കൃഷി ഓഫീസർ സംസാരിക്കുന്നതിന് മുമ്പായിട്ട്
ഇതിൽ സംസാരിക്കുക. റോസ്മെരി സൈമൺ കേൾക്കുന്നുണ്ടോ? ഇതൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഒരു കൊളാബറേറ്റീവ് ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ്. ഓക്കെ, മേ ബി ടെക്നോളജി ഇഷ്യൂസ് ആയിരിക്കാം. Irene C. Joy, can you open your mic? Hello, sir. Irene, we wish to have a program as part of our Independence Day, that is to plant Mehendi sapling. You know Mehendi? Yes, sir. മൈലാഞ്ചി ഇടാറുണ്ടോ? വീട്ടില് മൈലാഞ്ചി മരം ഉണ്ടോ? No. അപ്പം നമ്മൾ മൈലാഞ്ചിയുടെ കമ്പാണ്. കമ്പ് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഓഗസ്റ്റ് 15-ന് നമ്മുടെ സ്കൂൾ മാത്രമല്ല, സഹോദരിക്ക് കീഴിലുള്ള സ്കൂളുകളിലൊക്കെ, അതുപോലെ വേൾഡ് സ്കൂൾ അലയൻസിന് കീഴിലുള്ള സ്കൂളുകളിലൊക്കെ നമ്മൾ ചെയ്യുന്നത് മൈലാഞ്ചിയുടെ സാപ്ലിംഗ് പ്ലാന്റ് ചെയ്യാന്നുള്ളതാണ്. അതിന്റെ കമ്പ് വെട്ടിയിട്ടാണ് ചെയ്യേണ്ടത്. അത് ഒരു ബിസിനസ് പ്രോജക്റ്റ് കൂടിയാണ്. ബാബു സാർ. അതെ അതെ. സാറ് മൈലാഞ്ചിയെ കുറിച്ചൊന്ന് പറയോ? മൈലാഞ്ചി ചലഞ്ച്, മൈലാഞ്ചി മരം എങ്ങനെ ചെയ്യാം, അതിന്റെ ശാസ്ത്രീയ രീതികളൊന്ന് ജസ്റ്റ്. മൈലാഞ്ചി ഒരു വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഒരു കൃഷി നമ്മുടെ നാട്ടിലില്ല. പിന്നെ ഈ സമയത്ത് നമുക്ക് ആരംഭിക്കാവുന്നേ ഉള്ളൂ അല്ലെ? അതെ അതെ അതെ. നേരത്തെ ഡോക്ടർ നൗഷാദ് പറഞ്ഞ കോൺസെപ്റ്റ്, അതായത് ഈ നമ്മുടെ പള്ളികളുടെ എന്താ പള്ളി കാവ് ഒക്കെ പറ്റും. പള്ളി കാവ്, ശ്മശാനങ്ങളിൽ, ഇപ്പം തരിശുഭൂമിയല്ല ശ്മശാനങ്ങള്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒന്ന് അന്വേഷിക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ മൈലാഞ്ചി സാധാരണഗതിയിൽ നാടൻ കൃഷി ചെയ്യാറില്ലേ ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ളത്, പഴയ പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് പുതിയ വെറൈറ്റീസ് വന്നിട്ടുണ്ടോ, കൂടുതൽ ഈൽഡ് കിട്ടുന്ന മൈലാഞ്ചി വെറൈറ്റീസ് ഉണ്ടോ എന്നുള്ള കാര്യം ഒന്ന് അന്വേഷിക്കാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ അതൊന്ന് പ്രൊമോട്ട് ചെയ്തിട്ട് കട്ടിങ്സ് ആണ് ഉപയോഗിക്കുന്നത്. കട്ടിങ്സ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അതിന് പെട്ടെന്ന് വേര് പിടിക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും റൂട്ടിംഗ് ഹോർമോൺസ് ഉണ്ട്. ആ റൂട്ടിംഗ് ഹോർമോൺസിൽ ഡിപ്പ് ചെയ്തിട്ട് അത് കൃഷി ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് റൂട്ടിങ് നടക്കും. പിന്നെ അതിനകത്ത് നല്ല ഓപ്പൺ ഏരിയ അവൈലബിൾ ആണ്. റൂട്ടിംഗ് ഹോർമോൺസ് ഒക്കെ നമുക്ക് ഈ വളക്കടകൾ ഉണ്ടല്ലോ, പലതരത്തിലുള്ള വളക്കടകൾ ഇൻപുട്ട് സെന്റേഴ്സിൽ കിട്ടാനുണ്ട്. അപ്പൊ അതിനകത്ത് അവരിനിപ്പോ അവിടെ ഇല്ലെങ്കിൽ, സ്റ്റോക്ക് ഇല്ലെങ്കിൽ അത് എത്തിച്ചേരാനുള്ള നടപടി അവർ സ്വീകരിക്കും. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ എന്താ പറയാ, നാട്ടറിവുകളായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ഈ ചിരട്ടക്കരി ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അതിൽ മുക്കി നടത്തുന്ന രീതിയുണ്ട്, അത് പറ്റും. പിന്നെ നമ്മൾ കുരുമുളക് വള്ളികളൊക്കെ റൂട്ടിങ് എടുക്കാനായിട്ട് സെറാഡിക്സ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉപയോഗിക്കാറുണ്ട്. ഈ സെറാഡിക്സ് ഉപയോഗിക്കുന്നതാണ് നഴ്സറികളിൽ അധിക സ്ഥലത്തും കട്ടിങ്സിൽ റൂട്ടിങ് നടത്താൻ, അത് പെട്ടെന്നാവാനായിട്ട് അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആ രീതി നമുക്ക് ചെയ്യാം. മൈലാഞ്ചി നമുക്ക് ഇല വലിയ മരമായിട്ട് വരുന്ന രീതിയാണല്ലോ അല്ലേ ചെടി? അതൊരു ബുഷിയാണ്. ബുഷി എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു സെമി ഹാർഡ്വുഡ് കട്ടിങ്സ് അതിനുണ്ടാവുക, സെമി ഹാർഡ്വുഡ് ആയിട്ട്. മുസ്ലിം വീടുകളിലൊക്കെ ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു മരമാണ്. പോലെ തന്നെ ഇത് എങ്ങനെയാന്ന് പറഞ്ഞാല് ഈ മരിക്കുന്ന സമയത്ത് നമ്മള് ശ്മശാനങ്ങളിലൊക്കെ തലയുടെ ഭാഗത്തും കാലിന്റെ ഭാഗത്തും ഈ മൈലാഞ്ചിയുടെ കമ്പ് കുത്തി വെക്കുന്ന സിസ്റ്റം നേരത്തെ ഉണ്ടായിരുന്നു. കാരണം അതിൽ അവര് പറയുന്നത്, ഞാൻ തങ്ങളുമായി സംസാരിച്ചിരുന്നു, അവര് പറയുന്നത് ഇതിലുള്ള ഇലകളൊക്കെ അത്രയും തിക്കിയായിട്ടാണ്, ചെറിയ ഇലകളായിരിക്കും, നിറച്ച ഇലകളുണ്ടാവും. ഈ ഇലകളൊക്കെ അള്ളാഹുവിനോട്, ദൈവത്തോട് അങ്ങനെ ഒരു വിശ്വാസം പോലും മുസ്ലിങ്ങളുടെ ഇടയിൽ ഉള്ളതുകൊണ്ടാണ് ശ്മശാനങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നത്, കബറിന്റെ മുകളിൽ മൈലാഞ്ചി ചെടി നടുന്നത്. പക്ഷെ ഇപ്പൊ മൈലാഞ്ചി ചെടി അവൈലബിൾ അല്ലാത്തതുകൊണ്ട് കബറിലൊന്നും ഇപ്പൊ ചെയ്യുന്നില്ല പലരും, അല്ലേ സർ? അതെ 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 അത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാവുന്ന ഒരു ഐഡിയ ആണ്. അപ്പൊ ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേക്ക് നമ്മൾ 2 ഹെറിറ്റേജ് ട്രീ ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. സമ്മാനമായിട്ട് കുട്ടികള് LKG ക്ലാസ് മുതൽ +2 അല്ലെങ്കിൽ ഡിഗ്രി വരെയുള്ള കുട്ടികൾക്ക് നടാവുന്ന ഒന്ന് തുളസി പ്ലാന്റ് ആണ്, ഒന്ന് മറ്റൊന്ന് മൈലാഞ്ചി. രണ്ടും ഒരു കമ്മ്യൂണൽ ഹാർമണി കൂടിയാണ് ഈ മെസ്സേജ്. മാത്രമല്ല മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു, അന്ന് മതിലുകളും വലിയ ഗേറ്റുകളും ഇല്ലാത്ത സമയത്ത് ചെറിയ വേലിയുടെ സൈഡില് മൈലാഞ്ചി മരങ്ങൾ ഉണ്ടായിരുന്നു. തൊട്ടടുത്ത വീട്ടിൽ നിന്ന് അവർ വന്നിട്ട് എന്ത് ചെയ്യും, മൈലാഞ്ചി കടം വാങ്ങി
പറഞ്ഞാൽ മൈലാഞ്ചിയുടെ ഇല എടുത്തിട്ട് പോയിരുന്നു. അതുപോലെ തുളസി പ്ലാന്റ്, തുളസി തറ നമുക്കറിയാം ഹിന്ദു വീടുകളിലൊക്കെ ഒരു ആചാരം പോലെ തന്നെ കൊണ്ട് നടക്കുന്നുണ്ട്. മുസ്ലിം വീടുകളിലും ഉണ്ട്, പക്ഷെ തറ എന്ന രീതിയിൽ ചെയ്തിട്ടില്ല എന്ന് മാത്രം. കേരളത്തിന്റെ തനത് ട്രഡീഷണൽ ആർക്കിടെക്ചർ സിസ്റ്റത്തിലൊക്കെ വീടിന്റെ ഏറ്റവും ഫ്രണ്ടില് ഒരു തുളസി മരം ഒരു ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്. ബാബു സാർ, ബോട്ടുണ്ടാക്കി വെള്ളത്തിൽ ഇറക്കുക. ഷാജി സാർ ഉണ്ടോ? ഷാജി സാറുടെ റെസ്ക്യൂ ഓപ്പറേഷൻ തിരക്കിലാണ്. ഷാജി മൂവാറ്റുപുഴ. വലിയ വിലയുണ്ടെന്ന് പറ, വലിയ വിലയുണ്ടെന്ന് പറ. ഷക്കീല മാം, ഡോക്ടർ ബേബി ഷക്കീല കേൾക്കുന്നുണ്ടോ? ഞായറാഴ്ച സമയത്ത് ഞായറാഴ്ചയുടെ ദൈവമ്മയുടെ സാലി സാർ കേൾക്കുന്നുണ്ടോ? സാർ ഒന്ന് മൈക്ക് ഓൺ ചെയ്യൂ. സാലി സാർ, നമ്മുടെ ഞായറാഴ്ച സാലി സാർ ഒന്ന് മൈക്ക് ഓൺ ചെയ്യൂ. ഓക്കെ, സാലി സാർ മൈക്ക് ഓൺ ചെയ്യൂ. ഓക്കെ സാർ, ഞാൻ ചോദിക്കുന്ന മൈലാഞ്ചിയെ കുറിച്ചാണ്. നമ്മുടെ നാട്ടിലെ മൈലാഞ്ചി എങ്ങനെയായിരുന്നു മുമ്പുണ്ടായിരുന്നത്? തുറന്ന് പറയൂ മൈലാഞ്ചി. പെരുന്നാൾ ദിവസങ്ങളിലൊക്കെ മൈലാഞ്ചി നന്നായിട്ട് സീസണലായിട്ട് നടക്കുന്നല്ലേ? ഇനി ഓട്ടോ അല്ല, ഇനി മൊത്തം കൊടുക്കും, അവര് ഒന്ന് എടുത്തോളൂ ഇവിടുന്ന്. എല്ലാ വീടുകളിലും മലബാർ ഏരിയയിൽ നേരത്തെ ഉപയോഗിച്ചിരുന്നു. ഡിസ്ട്രാക്ഷൻ ഇതിൽ ഒന്നുണ്ട്. ഒരു മൈക്ക് ഓൺ ചെയ്തത്. ഓക്കെ സാർ പറഞ്ഞോളൂ, ഉറക്കെ പറഞ്ഞോളൂ സാലി സാർ. പഴയ കാലങ്ങളിൽ ഇപ്പോഴാ ഇല്ലാതായി പോയത്. കോമ്പൗണ്ട് വാൾ പോലെ അന്നൊന്നും കോമ്പൗണ്ട് വാളിലല്ല, എല്ലാം ഈ മൈലാഞ്ചി കൊമ്പ് കൂട്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വാൾ പോലെ ആക്കലായിരുന്നു പതിവ്. ഓക്കെ ഓക്കെ. അപ്പൊ മൈലാഞ്ചിക്ക് നല്ലൊരു സീസൺ ബിസിനസ്. സാറിന്റെ വീട്ടിൽ മൈലാഞ്ചി ഉണ്ടോ? മൈലാഞ്ചി ചെടി ഉണ്ടോ? ഇല്ല. അപ്പൊ സാധാരണ പെരുന്നാളിലൊക്കെ എന്ത് ചെയ്യും മൈലാഞ്ചി? എല്ലാം കോണല്ലേ കുട്ടികള്. അല്ല, മുമ്പ് നമ്മുടെ അമ്മിയിലൊക്കെ അരച്ചിട്ടായിരുന്നു മൈലാഞ്ചി ഉപയോഗിച്ചിരുന്നത്. അതെ. ഷിക്കില മാം പോയാ? ബാബു സാറ് പോയെന്നല്ലേ? ബാബു സാർ ഉണ്ടോ? ഇല്ലല്ലോ. സാറേ, നമ്മളിത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇതിൽ വരാത്ത ആളുകൾക്ക് പോലും നമ്മളിത് അറിയിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ മൈലാഞ്ചിയെ കുറിച്ച് സാർ ഒന്നുകൂടി കുറച്ചുകൂടി ഒന്ന് പറയോ? അതിന്റെ ഒരു മൈലാഞ്ചി, അതുപോലെ തുളസി രണ്ടും പിന്നെ നമുക്ക് എന്താ പറയാ, നല്ലൊരു ഐഡിയ ആണ്. അത് നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അത് നമുക്ക് കൂടുതൽ ഇപ്പൊ കൃഷിഭവനൊക്കെ അതിനകത്ത് മുൻകൈ എടുത്തിട്ട് ഇതിന്റെ പിന്നെ നല്ല കട്ടിങ്സ് ഉണ്ടെങ്കിൽ അത് സപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ സംബന്ധിച്ചോളം നമ്മുടെ കൃഷി വകുപ്പില് ഒരു പിന്നെ ഫ്ലോറി ക്ലബ്ബ് ഉണ്ട്. ഫ്ലോറി ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം കുറെ ഓർക്കിഡ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കുറെ പിന്നെ മല്ലികയുടെ പിന്നെ വിത്തുകൾ കുറെ പേർക്ക് കൊടുത്തു. മല്ലിക തൈയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഈ ഫ്ലോറി ക്ലബിന് പിന്നെ ഫ്ലോറി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഗാർഡനിങ് പ്ലാന്റ്സ് ഇല്ലേ, ഗാർഡനിങ് പ്ലാന്റ്സ് താല്പര്യമുള്ള കർഷകരുടെ ഒരു കൂട്ടായ്മയാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം നമ്മളത് ഫോം ചെയ്തത് നല്ല ഇപ്പം നമ്മുടെ ഈ കൊറോണ അതിനെ ബാധിച്ചു. അതിനകത്ത് നമ്മൾ ഉദ്ദേശിച്ചത് ഓർക്കിഡ്സ് ആയിരുന്നു. ഓർക്കിഡ്സ് നമ്മളൊരു 1500-2000 പിന്നെ പ്ലാന്റിംഗ് മെറ്റീരിയൽസ് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. കുറെ പേര് അത് ഫ്ലവറിങ് നടത്തി. മാർച്ചിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ഇപ്പൊ എല്ലാവർക്കും അത് ഏറെക്കുറെ ഫ്ലവറിങ് ആയിക്കഴിഞ്ഞു. പക്ഷെ ഇപ്പം നമ്മുടെ ഈ കൊറോണ കാരണം അതിന്റെ ഒരു ഫ്ലവർ ഫെസ്റ്റ് ഒക്കെ വെക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഓണവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു വലിയ പ്രോഗ്രാം ഓൺലൈനായിട്ടൊക്കെ നടത്താവുന്നുള്ളൂ സാർ, സൂം ഒക്കെ വെച്ചിട്ട്. അല്ല, ഞങ്ങൾ ഉദ്ദേശിച്ചത് അതിന്റെ ഈ ഫ്ലവർ അറേഞ്ച്മെന്റ്സ്, അതോടൊപ്പം തന്നെ ഈ ഇതിന്റെ വീണ്ടും അതിന്റെ പ്ലാന്റിംഗ് മെറ്റീരിയൽസ് കിട്ടുക, അത് വിൽപ്പന. കോവിഡ് ഇത്ര പെട്ടെന്നൊന്നും പോകും തോന്നില്ല. വീണ്ടും ഇങ്ങനെ കമ്മ്യൂണിറ്റി സ്പ്രെഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കല്ലേ. കോവിഡുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ചെയ്യേണ്ടത്.
അപ്പൊ അതിനകത്ത് നമുക്കിത് തീർച്ചയായിട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഈ പിന്നെ മൈലാഞ്ചിയുടെ കട്ടിങ്സ്, അതോടൊപ്പം തന്നെ തുളസിയുടെ കട്ടിങ്സ്, ഈ തുളസിയുടെ പിന്നെ അതുപോലെ തൈകളുടെ എല്ലാം. ആര്യവെപ്പ് പറ്റും. ആര്യവെപ്പ് നമുക്ക് കൊറോണയെ പോലും പ്രതിരോധിക്കാൻ കൂടുതൽ ഇമ്മ്യൂണിറ്റി, സൂപ്പർ ഇമ്മ്യൂണിറ്റി കിട്ടുന്ന ഒന്നാണ് ആര്യവെപ്പ് എന്ന് തോന്നുന്നു അല്ലെ സർ? ആര്യവെപ്പിന്റെ സാന്നിധ്യം പോലും അവിടുത്തെ കീടാണുക്കളും ഈ പെസ്റ്റിസൈഡ്സ് ഒക്കെ ശരിക്കും നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴില് മെഡിസിനൽ പ്ലാന്റ്സിന്റെ ഒരു ബോർഡ് ഉണ്ട്. ആ ബോർഡ് മുഖേന കുറെ അധികം പിന്നെ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. കൃഷി വകുപ്പിലൂടെയും നമുക്ക് ഇതുപോലെ വീടുകളിലൊക്കെ ഒരു ഔഷധ ചെടികളുടെ ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ടുള്ള പദ്ധതികൾ 3-4 വർഷം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ചെറിയ ചെറിയ പിന്നെ ഔഷധ പ്രാധാന്യമുള്ള ചെടികൾ കൃഷി വകുപ്പിൽ വന്നിട്ട് അത് വിതരണം ചെയ്യുന്ന പദ്ധതി പലരും അത് പിന്നെ കൊണ്ടുപോയവരൊക്കെ ഇപ്പൊ അത് നല്ല രീതിയിൽ അത് ചെയ്യുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെയാണ് ഇപ്പം നല്ലൊരു പ്രോജക്റ്റ് ഇതുപോലെ ഒരു കൂടുതൽ ഏരിയയിൽ ഇതൊരു പ്രോജക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ഏരിയ എക്സ്പാൻഷൻ എന്നുള്ള രീതിയിലുള്ള ഒരു ഫണ്ട് പിന്നെ കൃഷി വകുപ്പ് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ സെൻട്രൽ മെഡിസിനൽ ബോർഡ് ആണെങ്കിൽ അതിൽ കൂടുതലായിട്ടുള്ള പല കാര്യങ്ങൾക്കും ഇപ്പം ഈ മെഡിസിനൽ പ്ലാന്റ്സ് തന്നെ പലതരത്തിലുള്ള പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള പിന്നെ ചെറിയ ചെറിയ വാല്യൂ അഡീഷൻ യൂണിറ്റുകൾ തുടങ്ങാനായിട്ടുള്ള സഹായങ്ങൾ കൊടുക്കുന്നു. അപ്പൊ മെഡിസിനൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വീടുകളിൽ അത്യാവശ്യം പെട്ടെന്ന് തന്നെ നമ്മുടെ തൊട്ടടുത്താണ് അവർക്ക് അവിടുന്ന് പ്രൊക്യൂർ ചെയ്യാറുള്ളത്. അവിടുന്ന് പ്രൊക്യൂർ ചെയ്തിട്ട് കർഷകർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. മറ്റൊന്ന് ഈ കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് ഉണ്ടല്ലോ, അവർക്ക് ധാരാളം ഫണ്ട് ഉണ്ട്. അവർ ബയോഡൈവേഴ്സിറ്റി ഇപ്പൊ ഞാന് കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിലും അതുപോലെ തന്നെ മൊറയൂർ പഞ്ചായത്തിലും ഞാനായിരുന്നു ഇപ്രാവശ്യം ഈ പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി റേസിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരുന്നത്. പ്രത്യേകിച്ച് ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലം ആയതുകൊണ്ട് അവര് എന്നോട് ആവശ്യപ്പെടുകയും ഇങ്ങനെ നെടിയിരുപ്പ് സ്വരൂപം സാമൂതിരിയുടെ പൈതൃക കേന്ദ്രമാണല്ലോ, ഇവിടെയുള്ള കുറെ ഇപ്പം മങ്ങാട്ടച്ചൻ കുഞ്ഞായൻ മുസ്ലിയാര് നമ്മുടെ നാട്ടിലാണ്, തിരുവോണമല ക്ഷേത്രം തിരുവോണമല നമ്മുടെ നാട്ടിലാണ്, മിനിയൂട്ടി ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ചോലമുക്ക് എന്നുള്ള മുസ്ലിയാരങ്ങാടി പള്ളിയെക്കാളും പഴക്കമുള്ള പള്ളിയാണ് ചോലമുക്ക്. ഓക്കെ, ഇവിടെ ചോലമുക്കില് ചോലയുണ്ട്. ഈ ചോല ഇപ്പോഴും ഒരു ഹെറിറ്റേജ് കേവ് ഉണ്ട്. എത്രയോ വർഷം മുമ്പ് ഉള്ള ഗുഹയിൽ ഇപ്പോഴും അതിലെ വെള്ളം ഉറവ വറ്റിയിട്ടില്ല. ഒരു സർക്കാർ പൊതുസ്ഥലത്താണെന്ന് തോന്നുന്നു. അതിൽ നിന്ന് ആ അരുവിയിലൂടെ ഇങ്ങനെ വെള്ളം വരുന്നു. ഇവിടെ തൊട്ടടുത്താണ് സർ, അരിമ്പ്ര സ്ഥലത്താണ് നമ്മുടെ കളരിപ്പള്ളി ഉണ്ട്. കളരിപ്പള്ളി എന്നാ പറയുന്നത്. സാമൂതിരിക്കട് അന്ന് അവർക്ക് കളരി പഠിക്കാനായിട്ട് ഒരു മുസ്ലിമിനെ കൊണ്ടുവന്നു. കളരി അഭ്യാസം അദ്ദേഹത്തിനായിട്ട് ഒരു പള്ളി ഉണ്ടാക്കി കൊടുത്താണ്. കളരിപ്പള്ളി എന്നുള്ള പേരിൽ അരിമ്പ്ര ഭാഗത്തുള്ളത്. അപ്പൊ അരിമ്പ്ര എന്നുള്ള പേര് തന്നെ അരിയിൽ നിന്നാണ് അരിമ്പ്ര ഉണ്ടായത്. ഏറ്റവും കൂടുതൽ പാഡി ഫീൽഡ് ഉള്ള സ്ഥലമാണ് അരിമ്പ്ര. കാളപ്പൂട്ട് കണ്ടുമൊക്കെ ഉള്ള സ്ഥലമാണ് അരിമ്പ്ര. വിദ്യാഭ്യാസപരമായിട്ട് അത്ര പുരോഗമിച്ചിട്ടില്ല. പക്ഷെ ഇപ്പം അരിമ്പ്ര സ്കൂളാണ് ഹാട്രിക് വിജയം കൊയ്തത്. നേരത്തെ വളരെ പിന്നോക്കായിരുന്നു അരിമ്പ്ര സ്കൂള്. പക്ഷെ ഇപ്പം ഞാൻ കാർഷിക മേഖലയിൽ അരിമ്പ്രക്ക് നല്ലത്. മറ്റൊന്ന് അരിമ്പ്ര പയറുണ്ടല്ലോ, അതിനെ കുറിച്ചുള്ള മാപ്പിളപ്പാട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഒരു തദ്ദേശീയമായിട്ടുള്ള ഒരു വിത്താണ് അരിമ്പ്ര പയർ അല്ലെ? അതെ അതെ അതെ, നല്ല നീളമുള്ള നല്ല ടേസ്റ്റിയാണത്. ടേസ്റ്റി ആയിട്ടുള്ള ഇതാണ് നാടൻ പയർ അല്ലെ, നമ്മുടെ നാടൻ പയർ വ്യാപകമായിട്ട്. ഞാൻ അവിടുത്തെ കൗൺസിലർ കോണ്ടാക്ട് ചെയ്തിരുന്നു, അവർ വീട്ടിൽ പോയിരുന്നു. ചില കർഷകർ ഇപ്പൊ അത് ആ വിത്തുകള് അവരുടെ കയ്യിലുണ്ട്, സംരക്ഷിക്കുക. സർക്കാർ സംരക്ഷിച്ച് വെക്കുന്നുണ്ട്. സർക്കാരിന് ജീൻ പൂൾ എന്ന് പറയുന്നിട്ടുള്ള ഒരു സംവിധാനം ഉണ്ട്. ഈ ജീൻ പൂളില് എല്ലാ നാടൻ പിന്നെ ഏത് കൃഷി ആയി കഴിഞ്ഞാലും അതിന്റെ വിത്തുകൾ സംരക്ഷിച്ച് വെക്കുന്നുണ്ട്. അവരുടെ പേര് ഷിബിൻ, ശ്രീമതി ഷിബിൻ. അവരാണ് എന്നോട് ഫസ്റ്റ് ഇൻഫർമേഷൻ പാസ് ചെയ്ത്. അങ്ങനെ നമ്മൾ പോയി ഈ ബയോഡൈവേഴ്സിറ്റി രജിസ്റ്ററിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്ററിൽ ഈ ഡാറ്റ കൊടുത്തിട്ടുണ്ട്, ഓൾറെഡി എൻറേഡ് ആണ്. പിന്നെ അവിടുത്തെ പാടശേഖരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, മൈലാഞ്ചി ചെടി എനിക്ക് കിട്ടിയില്ല. ബയോഡൈവേഴ്സിറ്റി രജിസ്റ്ററിൽ ചേർക്കാൻ വേണ്ടി മൈലാഞ്ചി ചെടി എവിടെയും കണ്ടിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ എൻ്റെ തറവാട്ടിൽ കുറച്ച് ചെടികളില്, അതുപോലെ തന്നെ ഇവിടെ പിന്നെ മുസ്തിയരങ്ങാടി ചില ഭാഗങ്ങൾക്ക് മൈലാഞ്ചി ചെടിയുണ്ട്, ചെറിയ ചെടികളാണ്. അപ്പം ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെയും കൂടെ എന്ത് ചെയ്യും, നമുക്ക് സപ്പോർട്ട് കിട്ടും തോന്നുന്നു അല്ലെ? മൈലാഞ്ചി ഒരു ട്രഡീഷണൽ ഒരു ഹെറിറ്റേജ് ട്രീ കൂടിയാണ് അല്ലെ സർ? സർ കേൾക്കുന്നില്ലേ? ബേബി ഷിക്കില മാം, നമ്മള് മൈലാഞ്ചിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അപ്പൊ നിങ്ങള് BEd കോളേജിലെ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ആണ് മൈലാഞ്ചി ചലഞ്ച്. നല്ല പ്രോജക്റ്റ് ആണത്. കാഞ്ചനമാല അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കിയിട്ട്
നമ്മൾ ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് അല്ലെ. 2020 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയാണ് നമ്മൾ ഒഫീഷ്യലി പ്രോഗ്രാം ആരംഭിക്കുന്നത്. കാരണം ഇന്ന് രാത്രി 12 മണിക്ക് നമ്മൾ പ്രോഗ്രാം ആരംഭിക്കുന്നുണ്ട്. ഈ സെയിം ID ആൻഡ് പാസ്വേഡ് ആയിരിക്കും. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാം, നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ജോയിൻ ചെയ്യാം. അവിടെ വെച്ച് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറെ ആളുകളുണ്ട്. രാഹുൽ ഗാന്ധിയെ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന് നമ്മുടെ മുൻ മഹാരാഷ്ട്ര ഗവർണർ ശങ്കരനാരായണൻ സാറ്, അദ്ദേഹം 6 സംസ്ഥാനങ്ങളിൽ ഗവർണറായിരുന്നു, നേരത്തെ കൃഷി മന്ത്രിയായിരുന്നു, അദ്ദേഹം വരുന്നുണ്ട്. പിന്നെ ധാരാളം വ്യക്തികള് ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തുള്ള ധാരാളം വ്യക്തികള്, യുനെസ്കോയുടെ പ്രതിനിധികൾ വരുന്നുണ്ട്, യുണൈറ്റഡ് നാഷൻസിന്റെ പ്രതിനിധികളുണ്ട്. അങ്ങനെ വലിയ രീതിയിലാണ് ഇന്ന് രാത്രി നമ്മൾ ആരംഭിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ഇതാണ്. 1 മില്യൺ മൈലാഞ്ചി മരങ്ങളും 1 മില്യൺ തുളസി പ്ലാന്റും നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേയുടെ കൂടെ അതുപോലെ ആര്യവേപ്പും അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. കറി ലീഫ് ഇത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഇൻഡിപെൻഡൻസ് ഡേയുടെ നാളത്തെ പുലരിയിൽ നമ്മുടെ കുട്ടികൾ ഈ കൊറോണ കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രവർത്തനം തോന്നുന്നു, ഒരു മരത്തെ നടുന്നു, അതിനെ സംരക്ഷിക്കുന്നു എന്നുള്ളത്. മൈലാഞ്ചി ചലഞ്ച്, തുളസി ചലഞ്ച്, ആര്യവേപ്പ് ചലഞ്ച്, കറി ലീഫ് ചലഞ്ച് എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുകയും ആ മരങ്ങൾ നമ്മൾ ടാപ്പ് മൈലാഞ്ചി പ്ലാന്റ് ഒക്കെ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലായിടത്തും ഇപ്പൊ അത് വെട്ടി നശിപ്പിച്ച് എവിടെയും കാണാനില്ല. നമ്മളെ ഡോക്ടർ മൻസൂർ സാർ ഉണ്ടല്ലോ, നിങ്ങളെ അറിയാം മൻസൂർ സാർ. മൻസൂർ സാർ നമ്മുടെ പ്ലാറ്റ്ഫോമിലുണ്ട്. UN മോഡൽ അസംബ്ലിയാണ് നമ്മൾ നടത്തുന്നത്. മൻസൂർ സാർ വരും. അപ്പൊ നിങ്ങൾ അവിടെ കുട്ടികളെ കൊണ്ടൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഓൺലൈൻ നെറ്റ്വർക്ക് ഇല്ലേ ഇപ്പൊ കുട്ടികളായിട്ട്? അപ്പൊ അവിടുത്തെ കുട്ടികളൊക്കെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആക്കി കൊണ്ടുവരണം. അതുപോലെ കാഞ്ചനാടത്തിനെയും നമ്മൾ ഇതിൽ മീറ്റ് ചെയ്യിപ്പിക്കണം പ്രോഗ്രാമിൽ അല്ലേ? നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യാറുണ്ട്. കാരണം ഇപ്പൊ ഞാൻ ട്രാൻസ്പോർട്ടേഷൻ പ്രശ്നമാണ്. ഞാനിപ്പോ കണ്ടെയ്ൻമെന്റ് സോണിലാണല്ലോ. നമ്മൾ നോർമലി കണ്ടെയ്ൻമെന്റ് സോണിന് ഒരാൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഫൈനാണ്. മാത്രമല്ല അത് പ്രോട്ടോകോൾ പ്രകാരം പ്രശ്നമാണ്. മാത്രമല്ല അതാണ് അതിന്റെ ഏറ്റവും സുഖം അതാണ് അല്ലേ? ഇപ്പൊ നിങ്ങളെ ക്ലാസ്സുകളൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? B.Ed കോളേജിലെ ക്ലാസ്സുകളൊക്കെ എങ്ങനെ നടക്കുന്നത്? എനിക്കിപ്പോ ക്ലാസ് തുടങ്ങാറായി. ഞാനതാ ഇപ്പൊ ഓൺലൈനിൽ തന്നെ കാണുന്നത്. ഫറൂഖ് കോളേജിലൊക്കെ ടീച്ചിങ് പ്രാക്ടീസ് ഒക്കെ നിർത്തി വെച്ചു, കാരണം സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട്. 3rd സെമസ്റ്ററിൽ ടീച്ചിങ് പ്രാക്ടീസ് ആയിരുന്നു വേണ്ടത്. അത് ഞങ്ങൾ സ്കിപ്പ് ചെയ്ത് ഇപ്പൊ 4th സെമ്മാ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ടീച്ചിങ് പ്രാക്ടീസ് ഓൺലൈനിൽ ചെയ്തുകൂടെ? നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് അല്ലേ? ഓൺലൈനിൽ അതിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ നടത്താൻ ബുദ്ധിമുട്ടാണല്ലോ. വളരെ സിമ്പിൾ അല്ലേ? സൂം പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട്. ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സ് ഡയറക്റ്റ് ക്ലാസ് എടുക്കുന്നില്ലല്ലോ. വിക്ടേഴ്സ് ചാനൽ കാണാണല്ലോ എല്ലാരും. പ്രൈവറ്റ് സ്കൂളിലൊക്കെ ഉണ്ട്. ഈ വർഷം 0 അക്കാഡമിക് കുട്ടികളൊക്കെ വിക്ടേഴ്സ് ചാനലിലൂടെയാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. പിന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ ബന്ധപ്പെട്ട് നമ്മളൊരു ഡിസ്കഷൻ നടത്തിയിരുന്നല്ലോ അവിടെ നിങ്ങളെ കോളേജിൽ. നമ്മളെ ഖാദർ സാർക്ക് വന്നിരുന്നല്ലോ, MA ഖാദർ. അതിനുശേഷം പറഞ്ഞ ഇപ്പൊ അതിന്റെ റെക്കമെൻഡേഷൻസ് നമ്മൾ കൊടുത്തതിന്റെ ഒരു 80% റെക്കമെൻഡേഷൻസ് ആക്സെപ്റ്റ് ചെയ്തു. പിന്നെ അതിന്റെ റിവ്യൂ മീറ്റിംഗ് എന്തെങ്കിലും നടത്തിയിരുന്നു അതിനുശേഷം? പിന്നെ റിവ്യൂ നടക്കുന്നില്ല, പക്ഷെ ടീച്ചർ എഡ്യൂക്കേഷൻ സെന്റേഴ്സ് വഴി എല്ലാരും അത് നടത്തുന്നുണ്ട്. അതിന്റെ കുറെ വീഡിയോസ് ഒക്കെ ഉണ്ട് എന്റെ കയ്യിൽ. സാറിന് വേണമെങ്കിൽ ഞാൻ ഫോർവേഡ് ഷെയർ ചെയ്യാം. മൻസൂർ സാറ് നമ്മള് മീറ്റിംഗിൽ സ്ഥിരമായിട്ട് ഉണ്ടാകാറുണ്ട്. ഇപ്പൊ ഇന്നും ഉണ്ടാവും. അപ്പൊ ഇന്ന് നിങ്ങള് കോളേജിലുള്ള മിടുക്കരായ കുട്ടികളെ ഇതേ സെയിം ID പാസ്വേഡ് ഉപയോഗിക്കാം. സെയിം ലിങ്ക് തന്നെയാണ്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇവർക്കൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇന്ന് രാത്രി ഓഗസ്റ്റ് 14 രാത്രി 12 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് കണ്ടിന്യൂസ് പ്രോഗ്രാം ആയിരിക്കും വരുന്നത്. അതിനിടയ്ക്ക് ബ്രേക്ക് ഉണ്ടാവും, കാരണം സ്ക്രീൻ ഫ്രീ പ്രോട്ടോകോൾ സിസ്റ്റം പ്രകാരം ബ്രേക്ക് ഉണ്ടാവും. അപ്പൊ മൈലാഞ്ചി ചലഞ്ച് ഗംഭീരാക്കി ചെയ്യണം. നാളെ അവര് മൈലാഞ്ചി പ്ലാൻ ചെയ്തതിന്റെ എന്തെങ്കിലും നമുക്ക് ബാബു സാർ ഇവര് B.Ed കോളേജിലെ പ്രിൻസിപ്പൾ ആണ്, നമ്മുടെ ഡോക്ടർ ഷിക്കിൽ. അവർ പറഞ്ഞ കാഞ്ചനമാലയെ ബ്രാൻഡ് കാഞ്ചനമാലയുടെ വലം കൈയാണ്, അവർ ട്രസ്റ്റ് മെമ്പർ ആണ്, അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്നത്. എല്ലാ പ്രോഗ്രാമിലും ഇവയും ഗൾഫിലടക്കമുള്ള പ്രോഗ്രാമിൽ ഇവരുടെ കൂടെ പോവാറ്. അപ്പൊ കാഞ്ചനമാലയെ എന്ത് ചെയ്യും, നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ ആക്കി മാറ്റാൻ പറ്റും. എന്റെ സുഹൃത്തും കൂടിയാണ്, അതുകൊണ്ട് വളരെ ഈസിയാണ്. കൃഷി ഭവനും എന്ത് ചെയ്യണം, ഇതിൽ കൈകോർത്തിട്ട് എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും നമുക്ക് പിന്നെ കൃഷി വകുപ്പിനൊക്കെ ഒരു സർവീസ് ഏരിയ ഉണ്ട്.
നമ്മുടെ ആ ഏരിയയിലാണ് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഏതായാലും നമുക്ക് ഏതായാലും അല്ല ഞാൻ നോക്കാം. പറഞ്ഞ ഇവിടുത്തെ ഏരിയയിൽ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞ നെടിയിരിപ്പിൽ ആഹാ. ചെയ്താൽ മതി. ഓ ശരി ശരി ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട 1-2 വീഡിയോസ് ഞാൻ ഉണ്ടാക്കി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അത് പിന്നെ ഈ മൈലാഞ്ചി എങ്ങനെ ഇപ്പൊ യൂട്യൂബിൽ ആൾറെഡി ഉണ്ട്. നമുക്ക് സെർച്ച് ചെയ്താൽ മൈലാഞ്ചിയുടെ മെഹന്തിയുടെ എല്ലാ പ്രത്യേകതകളും എങ്ങനെ ചെയ്യണം ഒക്കെ കിട്ടും. പക്ഷെ എന്നാലും നമ്മൾ ഒഫീഷ്യലി സാറിന്റെ ഇൻഫർമേഷൻ വളരെ നന്നായിരിക്കും. ഈ മൈലാഞ്ചി ചെടിയുടെ പുതിയ കുറച്ച് കാര്യങ്ങളും കൂടി അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ. അതുപോലെ നമ്മള് ഫായിസ് ഉണ്ടല്ലോ, അതെ സാറിന്റെ നാട്ടുകാരൻ ഫായിസ്. ഫായിസ് എല്ലാവരും ശരിയാവും, റെഡിയാവും എന്ന് പറഞ്ഞ ഫായിസ് വന്നാൽ ഭയങ്കരമായിട്ട് ഹിറ്റാവും. ഫായിസിന്റെ ഫാദർ നേരത്തെ എന്റെ സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ബുഹാരി ഇംഗ്ലീഷ് സ്കൂളിൽ പ്രിൻസിപ്പൽ ആയിരുന്നു. ഫായിസ് ഇപ്പൊ ഇസ്സത്ത് സ്കൂളിലാണ് പഠിക്കുന്നത്. എല്ലാവരും ശരിയാവും ആയിരുന്നു. എന്താ പറഞ്ഞത്, എന്റെ റെഡിയായി നിങ്ങളത് റെഡിയാവും എന്നല്ല. എന്നാ പോലെ നമ്മള് ഇപ്പൊ ഇന്നലെ നമ്മുടെ ഒരു പാനൽ ഡിസ്കഷനിൽ തീരുമാനിച്ചതായിരുന്നു, നിങ്ങളത് എന്റെ ഒരു ചോക്കും നിങ്ങളത് ചോക്കൂല. ചോപ്പ്, മൈലാഞ്ചി, ഇതൊക്കെ നമ്മുടെ ഒരു മൊഞ്ച്, ഇതൊക്കെ നമ്മുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണല്ലോ. അപ്പൊ ബ്രാൻഡിങ് മാർക്കറ്റിംഗ് വളരെ ഈസി ആയിട്ട് നടക്കും. അപ്പൊ ഒരു ബിസിനസ് റവന്യൂ മോഡൽ നമുക്ക് പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ആണ്. ഇത് ലാഭം എടുക്കുക എന്നുള്ളതല്ല, ആളുകളിലേക്ക് ലാഭം പോകാന്നല്ല. അപ്പൊ അവരുടെ വീട്ടിലൊക്കെ മൈലാഞ്ചി മരങ്ങൾ ഇട്ട് നമുക്ക് മൈലാഞ്ചി സൗഹൃദ എന്ന മൈലാഞ്ചി വില്ലേജ് ആക്കി മാറ്റണം. മൈലാഞ്ചി എന്ന ഹെറിറ്റേജ് ആണ്. നെടിയിരിപ്പ് സ്വരൂപം സാമൂതിരിയുടെ പൈതൃക തലസ്ഥാനാണ്. ഓക്കെ. മങ്ങാട്ടച്ചൻ കുഞ്ഞായൻ മുസ്തിയാർ ഇവിടെ ഉണ്ടായിരുന്നു. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി കല്യാണം കഴിച്ചത് മുസ്തിയാരങ്ങാടി നിന്നായിരുന്നു. അവിടെ പോത്തുകെട്ടിപ്പാറ ഉണ്ടല്ലോ സാറ്, അത് പോത്ത് കെട്ടിപ്പാറയായിരുന്നു ആദ്യം. അത് ഇദ്ദേഹത്തിന്റെ പോത്തുവണ്ടികളായിരുന്നു ഇവിടെ കെട്ടിയിരുന്നത്. വാര്യംകുന്നത്തിന്റെ ഫാദർ കൊണ്ടോട്ടിക്കാരനാണ്, ചക്കിപ്പറമ്പൻ. അതാണ് ഫാമിലി. ചക്കിപ്പറമ്പ് എന്നുള്ള പേരിൽ ഇതൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ കൊണ്ടോട്ടി തങ്ങള്, ഇങ്ങനെ കൊണ്ടോട്ടി എന്നുള്ള ഒരു പൈതൃക നഗരാണ്. ഇതിനെ നമുക്കൊരു കാർഷിക നഗരമാക്കി മാറ്റണം. സാറിനും മുന്നിൽ നിൽക്കണം. നമുക്ക് ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം വാങ്ങി കൊണ്ടോട്ടി മാതൃക, ഇപ്പം കൊണ്ടോട്ടി എന്ന് പറഞ്ഞാൽ വളരെ വലുതാണല്ലോ കൊണ്ടോട്ടി മാതൃക. കൊണ്ടോട്ടിയെ കാർഷിക മേഖലയിലൂടെ നമ്മുടെ തനത് മാതൃകയിൽ, കാരണം മഹാകവി മോയിൻകുട്ടി വൈദ്യർ ജനിച്ച സ്ഥലമാണ് കൊണ്ടോട്ടി. മോയിൻകുട്ടി വൈദ്യരുടെ പ്രത്യേകത, അദ്ദേഹം ഒരു വൈദ്യനായിരുന്നു. ഇപ്പോഴും വിയൻകുട്ടിക്ക് മലയാളം യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഡിലിറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു, കാരണം അതിന്റെ ഡിക്ലറേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. വിയൻകുട്ടി അദ്ദേഹത്തിന്റെ വീടിന്റെ തൊട്ട് മുമ്പിൽ, പുളിക്കലാണ് അദ്ദേഹത്തിന്റെ വീട്, ദാറുസലാം ഇതാണ് വീട്ടുപേര്. വീടിന്റെ തൊട്ട് മുമ്പ് അദ്ദേഹം MVS എന്നാണ്, മോയിൻകുട്ടി വൈദ്യർ പേരിൽ ഒരു വൈദ്യശാല നടത്തുന്നുണ്ട്. മോയിൻകുട്ടി വൈദ്യർ കൃഷി, കൾച്ചർ, നമ്മൾ ആയുർവേദമൊക്കെ ആയിട്ട് ഭയങ്കര ബന്ധപ്പെട്ടാണ്. അപ്പൊ കൊണ്ടോട്ടി ഇതിന് ഏറ്റവും പറ്റിയ ഒരു സംഭവമാണ്. അപ്പൊ കൊണ്ടോട്ടിക്ക് പറ്റിയ ഒരു മികച്ച അഗ്രികൾച്ചർ ഓഫീസറെയാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഈ ഇൻഡിപെൻഡൻസ് ഡേക്ക് നമുക്ക് അത്രയധികം മരങ്ങൾ നട്ട് അതിന്റെ ഡോക്യുമെന്റേഷൻസ് അവര്, എനിക്കൊന്ന് സാറിന് കൃഷി വകുപ്പ് വഴി നിർദ്ദേശം കൊടുക്കല്ലോ. ഈ കൃഷി ഗ്രൂപ്പ് ഉണ്ട്, ഇപ്പൊ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഇല്ലേ സാറിന്? പിന്നെ ആ മെസ്സേജ് നമുക്ക് നമ്മുടെ കുറെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ, 3 വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലായിട്ട് 1000-ഓളം കർഷകരുണ്ട്. അതിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ മെസ്സേജ് എത്തിക്കാൻ പറ്റും. 1000-ഓളം കർഷകരുണ്ട് അല്ലേ ഗ്രൂപ്പിലായിട്ട്. മുസ്തിയാരങ്ങാടിയിലാണ് നമ്മുടെ വാര്യംകുന്നത്തിന്റെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അവിടെ ആണ് നമ്മൾ ആൾറെഡി നേരത്തെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു, നെടിയിരിപ്പ് സ്വരൂപം ഹെറിറ്റേജ് ഫൗണ്ടേഷൻ കീഴിൽ. അവിടെ നമ്മൾ ഒരു അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അത് അഗ്രി ബിസിനസ് ക്ലിനിക് എന്നാണ്, ABC പേരിട്ട് അഗ്രി ബിസിനസ് ക്ലിനിക് ആണ്, കൾട്ടിവേഴ്സിറ്റി കീഴിലുള്ള. അത് നാഷണൽ സ്റ്റാർട്ടപ്പ് ഫൈനലിസ്റ്റ് ആണ് യൂണിവേഴ്സിറ്റി ഓഫ് മാനേജ്മെന്റ്. അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ സപ്പോർട്ട് നമ്മൾ തേടുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വൈഗ ഫെസ്റ്റിവലിൽ ഇതുമായി ബന്ധപ്പെട്ട് ഡിസ്കഷൻ നടത്തിയിരുന്നു. മറ്റുള്ള കൃഷി മന്ത്രി എന്റെ സ്കൂളിന്, ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്കൂളിന്റെ തൊട്ട് അയൽവാസിയാണ്. വളരെ നല്ലൊരു കൃഷി മന്ത്രിയാണ് നമുക്കുള്ളത്. ബാബു സാർ, വേറൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഇവിടെ ഈ പാകിസ്ഥാൻ ഭൂമി എന്ന സ്ഥലമുണ്ട്, എനിമി പ്രോപ്പർട്ടി എന്നുള്ളതാണ് ഡോക്യുമെന്റിന്റെ പേര്. എന്റെ വീടിന്റെ തൊട്ടടുത്തുണ്ട് സ്ഥലം, പല സ്ഥലങ്ങളിലും ഉണ്ട്. ഞാന് ശങ്കരനാരായണൻ ഉണ്ട്, നമ്മുടെ പഴയ കൃഷി മന്ത്രിയും മുൻ ഗവർണറും, 6 സംസ്ഥാനങ്ങളിൽ ഗവർണറായിരുന്നു ശങ്കരനാരായണൻ, UDF കൺവീനർക്ക് ആയിട്ട് വർക്ക് ചെയ്തത്. അപ്പൊ അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു ഈ വിഷയം. അദ്ദേഹം പറയുന്നത്, പിന്നെ നമുക്ക് ഇതിൽ കൃഷി, ഇപ്പം ഈ എനിമി പ്രോപ്പർട്ടി എന്നത്
ഈ പാകിസ്ഥാനിലെ പൗരന്മാരുടെ ഭൂമി ഇന്ത്യയിലെ ഭൂമിയാണ്, എനിമി പ്രോപ്പർട്ടി ഇല്ല. ഇപ്പം ആർക്കും അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ അത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമാണ് നടക്കുന്നത്. ഇവൻ മാസ്കും ഇതൊന്നും ഇല്ലാത്തത് ആളുകൾ വരുന്നു, അവിടെ ചേക്കേറുന്നു, ഇതൊക്കെയല്ലേ കളികളൊക്കെ അല്ലേ പല സ്ഥലങ്ങളും, ഇവിടെ മാത്രമല്ല. എന്ന പോലെ പാകിസ്ഥാനിലും ഇന്ത്യക്കാരുടെ കുറെ ഭൂമികൾ കിടക്കുന്നുണ്ട്. അപ്പൊ ഇത് തമ്മിലുള്ള എക്സ്ചേഞ്ച് നടക്കണമെങ്കിൽ ഒരു ബില്ല് പാസ്സാണ് പാർലമെന്റിൽ. ഞാൻ കുറെ ശ്രമങ്ങൾ ഇ ടി ബഷീറൊക്കെ ആയിട്ട് MP ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടത്തിയിരുന്നു ഡൽഹിയിലേക്ക്. പക്ഷെ ഒന്നും നടന്നിട്ടില്ല, കാരണം അത് വലിയൊരു രാജ്യാന്തര പ്രശ്നമായതുകൊണ്ട്. പക്ഷെ ഈ സ്ഥലം തരിശു ഭൂമിയായിട്ട് കിടക്കുക, ഇവിടെ ഇത്രയും ഭൂമികൾ തരിശു ഭൂമിയായിട്ട് കിടക്കും. ഇവിടെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുമെന്നുള്ള, ശത്രുഭൂമിയിൽ നന്മയുടെ വിത്ത് പാകുക എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പം എന്നോട് ശങ്കരനാരായണൻ സാർ പറഞ്ഞത് കൃഷിമന്ത്രിയായിട്ട് കോണ്ടാക്ട് ചെയ്യാം, സംസാരിക്കാം, അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ട്. അപ്പൊ അങ്ങനെ കൃഷിമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കൃഷി ചെയ്യാനുള്ള ഒരു പെർമിഷൻ കിട്ടിയാൽ ഇത്രയും തരിശു ഭൂമിയിൽ പച്ചപ്പ് കൊണ്ടുവരാൻ പറ്റും. മാത്രമല്ല ഒരു മെസ്സേജ് ഉണ്ടല്ലോ ഇപ്പം, ശത്രുഭൂമി എന്നല്ല, എനിമി പ്രോപ്പർട്ടി എന്നുള്ള പേര് പോലും നമുക്ക് ആകെ ഞെട്ടിപ്പിക്കുന്ന ഈ ലാൻഡിന്റെ പേര്. എനിമി പ്രോപ്പർട്ടി എന്നാണ് പേര് തന്നെ വെച്ചത്. ഭൂമിക്കൊന്നും ശത്രുക്കളില്ലല്ലോ. വൈക്കോന്തേശനും ഭൂമിയുടെ അവകാശികൾ എന്നാ പറഞ്ഞു, ലോകമേ തറവാട് എന്നുള്ള. ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഫെർട്ടൈൽ സ്ഥലമാണ്, കൃഷി ചെയ്യാൻ പറ്റിയ നല്ല ഒരു സ്ഥലം തന്നെയാണ്. നിലവിൽ അതിനകത്ത് കുറച്ച് തെങ്ങൊക്കെ ഉണ്ട്. ആ തെങ്ങ് വളരെ ഉയരം കൂടി തെങ്ങ്, വീട്ടിലേക്ക് മറിഞ്ഞു വീഴാൻ, എന്റെ വീട് തൊട്ടടുത്താണല്ലോ അതിന്റെ. അപ്പം വീട് മറിഞ്ഞു വീഴാനൊക്കെ എന്ത് ചെയ്യും, അതേപോലെ വളരെ ഡേഞ്ചർ. കാറ്റടിച്ചു കഴിഞ്ഞാൽ വല്ല പേടിയാണ്. നമ്മളത് പോലീസിനെ അറിയിച്ചിരുന്നു, പക്ഷെ കളക്ടറിനെ അറിയിച്ചിട്ടില്ല. പക്ഷെ അറിയിക്കുകയാണെങ്കിൽ അത് അവര് പ്രൊട്ടക്ട് ചെയ്യണ്ടല്ലോ ഇതൊക്കെ. ഇപ്പൊ കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ്. കുട്ടികൾ കളിക്കുന്നോണ്ടായിരിക്കും തെങ്ങിൽ നല്ല തേങ്ങ ഉള്ളത് അല്ലേ. ഈ പൊതുവെ മരങ്ങളില് ഊഞ്ഞാല്, മാവിലൊക്കെ ഊഞ്ഞാല് കെട്ടി ആടുന്ന മരങ്ങളില്, വല്ല കുട്ടികൾ കളിക്കുന്ന സ്ഥലങ്ങളില്, ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ നല്ല ഫലപുഷ്ടി ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണോ സാർ? അതെ, അതെ, ഒരു നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ഒരു അറിവാണ്. എന്താ പറയാ, നാട്ടറിവ് എന്ന് പറയില്ലേ. അതെ അതെ. അല്ല, അതിൽ കേസ് സ്റ്റഡി നടത്തി കഴിഞ്ഞാലേ അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ അതോ? അതെ, അതിനെ കുറിച്ച് കൂടുതൽ എനിക്ക് അറിയില്ല കേട്ടോ. ഇപ്പൊ ഞാൻ ഈ യൂട്യൂബിലടക്കം കണ്ടു, മാവിൽ ഊഞ്ഞാല് കെട്ടി ആടുന്ന മാവുകളിൽ, കുട്ടികൾ കളിക്കുന്ന സ്ഥലങ്ങളിൽ, ഇവിടെയൊക്കെ ഈ മരങ്ങളോട് സംസാരിക്കും. മുമ്പ് എന്നോട് തങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്, പ്രവാചകന്മാരും മഹാന്മാരായിട്ടുള്ള ആളുകളും പണ്ഡിതമൊക്കെ മരങ്ങളോട് സംസാരിക്കായിരുന്നു. ഇപ്പൊ സുന്ദർലാൽ ഗഹൂറിന്റെ ചുക്കോ മൂവ്മെന്റ് ഉണ്ടല്ലോ, അത് മരം വെട്ടാൻ വന്ന സമയത്ത് ആ പ്രദേശത്തുള്ള ആളുകൾക്ക് മരങ്ങൾ കെട്ടിപ്പിടിക്കുന്നു, ഹഗ് എ ട്രീ എന്നുള്ളതായിരുന്നു. ഇപ്പൊ നമ്മൾക്കറിയാം മരങ്ങളൊക്കെ വെട്ടി മാറ്റിയിട്ട് കോൺക്രീറ്റ് ബിൽഡിങ്ങുകളാണ് എല്ലാ സ്ഥലത്തും വരുന്നത്. അപ്പൊ നമ്മുടെ സർക്കാരിന്റെ ഇടപെടൽ വളരെ ശ്രദ്ധേയമായിരുന്നു. കാരണം ഈ സാധാരണ എഴുത്തുകാർക്കാണ് റോയൽറ്റി ഒക്കെ കൊടുക്കാറുള്ളത്. ഇത് ഒരു കർഷകന് കൃഷിക്ക് റോയൽറ്റി കൊടുക്കാന്നുള്ള വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സർക്കാരിന്റെ തീരുമാനമാണ് അല്ലെ. അത് നടപ്പിലാകാൻ തുടങ്ങിയോ സാർ ഈ റോയൽറ്റി പാഡി ഫീൽഡിന്? അത് കഴിഞ്ഞ വർഷമാണ് അത് ഡിക്ലെയർ ചെയ്തത്. ഈ വർഷം നമുക്ക് പേപ്പർ ഇതുവരെ വന്നിട്ടില്ല. നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് തൊട്ടു മുന്നായിട്ട് അതിന്റെ പദ്ധതി എങ്ങനെ നടപ്പിലാക്കാന്നതിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു പേപ്പർ വരും. അത് ഇതുവരെ എത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പൊ നെൽകൃഷി, കരനെൽ കൃഷി ഉണ്ടല്ലോ, അത് ചെയ്യാൻ പറ്റിയ സീസൺ ആണോ അത് കഴിഞ്ഞിട്ടുണ്ടോ? അപ്പൊ കഴിഞ്ഞു. അത് നമ്മൾ കഴിഞ്ഞ ഒരു മാർച്ച് മാസത്തിലായിരുന്നു തുടങ്ങേണ്ടത്. നമുക്ക് ഒരു ഇടമഴ കിട്ടുന്ന ടൈമില്ലേ, ആ സമയത്ത് പറമ്പിലൊക്കെ ചെയ്യാവുന്ന ഒരു കൃഷിയാണ്. ഇനിയിപ്പോ നെൽകൃഷിയുടെ സീസൺ വരുന്നത്, നെൽകൃഷിയുടെ ഇത് വരുന്ന എപ്പോഴാണ്? മോഡൽ നെല്ലല്ലേ? അല്ല, മോഡൽ നെല്ലാണ് വയലിലെ കൃഷി. വയലില് നമുക്ക് 3 സീസണാണ് ഉള്ളത്: വിരിപ്പു, മുണ്ടകന്, പുഞ്ച. വിരിപ്പ് നമ്മൾ വിഷു കഴിഞ്ഞ ഉടനെ വിരിപ്പ് കൃഷി തുടങ്ങും. പിന്നെ മുണ്ടകൻ കൃഷിക്കുള്ള സമയമാണ് ഇപ്പൊ ഇനി സെപ്റ്റംബറോടുകൂടി നമ്മള് മുണ്ടകൻ സീസൺ തുടങ്ങും. പുഞ്ച നമുക്കൊരു ജനുവരി തൊട്ട് സമ്മറിൽ നനക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പുഞ്ച കൃഷി ചെയ്യാം. 3 നെൽ സീസണുകളാണ് നമുക്കുള്ളത് കേരളത്തിൽ. ചിങ്ങം 1 ഓഗസ്റ്റ് 17 അല്ലേ? ചിങ്ങം 1 ഈ തിങ്കളാഴ്ച, ഓഗസ്റ്റ് 17. തിങ്കളാഴ്ചയാണ്. നമ്മള് കഴിഞ്ഞ വർഷം നെടിയിരിപ്പ് സ്വരൂപത്തിൽ ഇത് ചെയ്തിരുന്നു. നമ്മള് കാർഷിക വിദ്യാരംഭം ആരംഭിച്ചു. ഞാനന്ന് ഒരു കോളേജിൽ പ്രിൻസിപ്പൾ ആയിരുന്നു. ആ സമയത്ത് അവിടെയും കുട്ടികളൊക്കെ പങ്കെടുപ്പിച്ചിരുന്നു. കാർഷിക വിദ്യാരംഭം നടക്കുന്നുണ്ട്. പക്ഷെ സ്കൂളുകളിലൊക്കെ ഈ വർഷം അതും നടന്നിട്ടില്ല, കൊറോണ. പക്ഷെ നമുക്ക് ചെയ്യാവുന്ന ഒന്ന് കാർഷിക വിദ്യാരംഭം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ.
ചെറിയ കുട്ടികൾക്ക് പോലും നമ്മൾ ഇന്ന് കൃഷിയിലൂടെ വിജ്ഞാനം നൽകാന്നല്ല. മുമ്പ് അരിയിലായിരുന്നു എഴുതിയിരുന്നത്. അപ്പൊ മോണ്ടിസോറി മെത്തേഡിലൊക്കെ ട്രേസിംഗ് ലെറ്റേഴ്സ് കോപ്പിയിലൊക്കെ എഴുതുന്നതിന് പകരം ഇത്തരം ട്രയലാണ് എഴുതുക. മണ്ണിൽ എഴുതുക, മണ്ണെടുത്ത് അരിയെടുത്ത് എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതും നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് തോന്നുന്നത് അല്ലെ? കൃഷി വകുപ്പിന് എന്തെങ്കിലും പ്രോഗ്രാം ഈ വർഷം ഉണ്ടോ ചിങ്ങം 1-ന്? ചിങ്ങം 1-ന് നമുക്ക് പിന്നെ നമ്മുടെ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് സമേതി, അവരുടെ ഫേസ്ബുക്ക് മുഖേന അന്നത്തെ ദിവസം തിങ്കളാഴ്ച ഓഗസ്റ്റ് 17-ാം തീയതി 11 മണിക്ക് പിന്നെ സംസ്ഥാനതല കർഷക ദിനാഘോഷം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം പിന്നെ കൃഷി വകുപ്പ് മന്ത്രിയുടെ ഒരു സന്ദേശം ഉണ്ടാവും. ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ സംസ്ഥാന മൊത്തത്തിലുള്ള പിന്നെ ബ്ലോക്ക് കേന്ദ്രീകരിച്ചിട്ട് ഒരു നോളജ് സെന്റർ, അറിവിന്റെ ഒരു കേന്ദ്രം രൂപീകരിക്കുക എന്നുള്ളൊരു പദ്ധതിയുണ്ട്. നോളജ് സെന്ററിനകത്ത് നമ്മുടെ പിന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസേഴ്സിനെ ഈ ഓരോ നോളജ് സെന്ററുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അവർക്ക് അതിന്റെ ചാർജ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബ്ലോക്ക് ലെവൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും അഗ്രി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസേഴ്സും കൂടിയിട്ട് അവിടെ നോളജ് സെന്ററിലേക്ക് പിന്നെ കർഷകരുടെ പിന്നെ എന്താ പറയാ കാർഷിക മേഖലയിൽ വേണ്ട അറിവുകൾ ഒന്ന് പിന്നെ സമ്പുഷ്ടീകരിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു സെന്റർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് ഒരു പിന്നെ കർഷകരുടെ ഒരു പിന്നെ ഇന്റർഫേസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ കർഷകരുടെ പിന്നെ സംശയങ്ങൾക്ക് പിന്നെ ക്ലാരിഫൈ ചെയ്യാനുള്ള സംവിധാനം, അത്തരത്തിലുള്ള ബ്ലോക്ക് തലത്തിലുള്ള ഒരു നോളജ് സെന്ററിന്റെ പിന്നെ പ്രവർത്തന ഉദ്ഘാടനം കൂടെ ഈ പറയുന്ന കർഷക ദിനാഘോഷത്തിന് തിങ്കളാഴ്ച തുടക്കം കുറിക്കും. പ്രധാനമായിട്ടും അതാണ്. പിന്നെ കർഷകരെ ആദരിക്കുന്നുള്ള ഒരു രീതി ഈ വർഷം ഇല്ല. അതിനിപ്പം നമുക്കിത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കർഷകരെ കണ്ടെത്തിയിട്ട് ആദരിക്കാനുള്ള സംവിധാനം ഉണ്ടാവും. അതോടൊപ്പം തന്നെ കൃഷി വകുപ്പ് പിന്നെ കർഷക ദിനാഘോഷത്തിനോടനുബന്ധിച്ചിട്ട് പച്ചക്കറി വിത്തുകൾ തൈകളൊക്കെ വിതരണം കൊടുക്കുന്ന ഒരു പദ്ധതി ഇവിടെ അതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ സാർ ഈ ജീവനി പദ്ധതി കൂടി ഒന്ന് പറയാം, നമുക്ക് അവസാനിപ്പിക്കാം. ജീവനി പദ്ധതി പ്രത്യേകമായിട്ട് നമുക്കറിയാം, പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുക, കൂടുതൽ ഏരിയയിൽ ചെയ്യുക, വ്യത്യസ്തമായ പച്ചക്കറി കൃഷികൾ ചെയ്യുക, കൂടുതൽ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തിലെ എല്ലാവർക്കും ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു പിന്നെ 1 കോടി പിന്നെയോളം പിന്നെ പച്ചക്കറി വിത്തുകളുടെ പാക്കറ്റുകൾ കൃഷി വകുപ്പ് മുഖേന കർഷകരിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കൃഷി വകുപ്പ് മുഖേനയും ഉണ്ട്, അതോടൊപ്പം തന്നെ മറ്റു ഏജൻസികൾ മുഖേനയും നൽകുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഓരോ പഞ്ചായത്തുകളിലും പിന്നെ 18,000 മുതൽ 20,000 വരെ പച്ചക്കറി തൈകൾ പിന്നെ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ പച്ചക്കറി കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഗ്രോ ബാഗുകൾ പിന്നെ വാങ്ങാനായിട്ടും അത് സെറ്റ് ചെയ്യാനായിട്ടുള്ള പിന്നെ സബ്സിഡികൾ ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്ഷൻ സെന്റേഴ്സ് അത് അങ്ങനെ തുടങ്ങാനായിട്ടുള്ള സ്മോൾ നഴ്സറികൾ തുടങ്ങാനായിട്ടുള്ള പദ്ധതികൾ ഈ വർഷം വെച്ചിട്ടുണ്ട്. ജീവനി പദ്ധതി എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചക്കറി കൃഷിയുടെ പിന്നെ ഉപഭോഗത്തിലുള്ള സ്വയം പര്യാപ്തത നേടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പിന്നെ ഇത് വന്നിട്ടുള്ളത്. ജീവനി പദ്ധതി തീർച്ചയായിട്ടും നമ്മുടെ ഈ കോവിഡ് കാലഘട്ടത്തിൽ കർഷകർക്ക് പിന്നെ പച്ചക്കറി കൃഷിയോട് ആഭിമുഖ്യം വർദ്ധിപ്പിക്കാനായിട്ട് ഈ പദ്ധതി വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തരിശായി കിടക്കുന്ന ഭൂമികളിലൊക്കെ കൂടുതൽ കൃഷി ചെയ്യാനായിട്ടുള്ള പിന്നെ താല്പര്യം, അതോടൊപ്പം തന്നെ അതിനുള്ള ഫണ്ടും സർക്കാർ നൽകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സാർ. സാർ ഒരുപാട് സമയം ഇതിനു വേണ്ടി ചെലവഴിച്ചു. മാത്രമല്ല വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻസ് ആണ് ഇത് വന്നിട്ടുള്ളത്. മാത്രമല്ല ഞാൻ സാറ് പലപ്പോഴും വിളിക്കുന്ന സമയത്തൊക്കെ സാർ കൃഷി ഓഫീസിൽ പോകുന്നു. കാരണം ഇപ്പം കണ്ടെയ്ൻമെന്റ് സോണായി ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആണ് ഇവിടെ. എന്നിട്ട് പോലും സാറ് കൃഷി ഓഫീസിൽ പോകുന്നു. ഇത്തരം 24/7 സാറ് വാട്സപ്പിലും ഇതിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് കൃഷിക്കാരുടെ സംശയം ഇതാക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും വെരി മച്ച് പ്രൗഡ് ഓഫ് യു. വാട്സപ്പ് വളരെ സജീവമാണ്. കർഷകർക്ക് മാത്രമല്ല നല്ല ക്രിയേറ്റീവായ ഡിസ്കഷൻ മാത്രമേ ഉള്ളൂ. സാറിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും രാഷ്ട്രീയ വിഷയങ്ങളും അങ്ങോട്ട് തെറി പറയലും പരിഹസിക്കലും ഈ കുറ്റപ്പെടുത്തലൊക്കെ ഉണ്ടോ, അത് സാറ് നന്നായിട്ട് മാനേജ് ചെയ്യുന്നുള്ള ഗ്രേറ്റ്. എല്ലാവരും കർഷകർ നല്ല പഠിതാക്കൾ പോലെ എല്ലാവരും ആളുകൾ വളരെ നന്നായിട്ട് ഒരുപാട് ലെസൺസ് കിട്ടുന്നു. അപ്പൊ എന്റെ ഒരു റിക്വസ്റ്റ് അതൊക്കെ നമുക്ക് എടുത്തിട്ട് ഡോക്യുമെന്റ് ചെയ്തിട്ട്, കാരണം വാട്സപ്പിന്റെ പ്രശ്നം എന്താ പറഞ്ഞാൽ അത് ഫോർമാറ്റ് ചെയ്താൽ കംപ്ലീറ്റ് പോകും, വേറെ എവിഡൻസ് ഒന്നും ഇല്ല. അതുകൊണ്ട് അത് നമുക്കൊരു ഫേസ്ബുക്ക് പേജിലേക്കോ നമ്മുടെ ഒരു ഓൺലൈൻ ആർക്കൈവ്സിലേക്കോ മാറ്റി കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറിൽ പ്രത്യേകിച്ച് പുതിയ കുട്ടികൾക്ക് പോലും കൃഷിയിലേക്ക് വരുമ്പോഴേ അവർക്കറിയില്ല. ഇപ്പൊ ഞാൻ മൈലാഞ്ചിയെ ബന്ധപ്പെട്ട് ഞാൻ പല ആളുകളോട് ചോദിച്ചിട്ടും ആർക്കും കൃത്യമായ ഇൻഫർമേഷൻ ഇല്ല. ലാസ്റ്റ് ഇവിടെ ഒരു മുസ്തേരങ്ങാടിയിലെ തങ്ങളുണ്ട്. അപ്പൊ തങ്ങളാണ് വളരെ ഓതന്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ മൈലാഞ്ചിയെ കുറിച്ച് പറഞ്ഞത്. ഇത് മൈലാഞ്ചി കേരളം മാത്രമല്ല ലോകം മുഴുവൻ
ഇസ്ലാമിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ച് മതപരമായിട്ടുള്ള വിശ്വാസം സംബന്ധിച്ച് സുന്നത്ത് കൂലി കിട്ടുന്ന ഒരു സംഭവമാണ് മൈലാഞ്ചി. മൈലാഞ്ചി ഇടുന്ന സുന്നത്താണ്. ഇവൻ തലയിൽ ഡൈ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഈ ഡൈ കറാഹത്താന്ന് പറയുന്നത്. ഡൈ വളരെ ഡേഞ്ചറാണ്. ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് ഗോദ്രേജ് പോലെയുള്ള മൾട്ടിനാഷണൽ കമ്പനികളുടെ ഡൈ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പല ആളുകളും അറിവില്ലാത്തതുകൊണ്ട് വിശ്വാസപരമായി തെറ്റാ. അതിന് പകരം മെഹന്തി ഉപയോഗിക്കുകയാണെങ്കിൽ സുന്നത്ത് കൂടിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ശ്മശാനം പള്ളികളൊക്കെ പൊഴിഞ്ഞു കിടക്കുന്നു. ഈ സ്ഥലത്തൊക്കെ ശ്മശാനങ്ങളിൽ പൂന്തോപ്പ് ഉണ്ടാക്കിയും അവിടെ നമുക്ക് അന്ന് സാറ് സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് അവിടെ പുഷ്പം നമ്മുടെ ഈ ഫ്ലവേഴ്സ് ഇല്ല അതിന് പറയുന്നത് പുഷ്പകൃഷി, ഫ്ലോറികൾച്ചർ, ഫ്ലോറികൾച്ചർ, പുഷ്പകൃഷി നടത്തുകയാണെങ്കിൽ അത് വലിയൊരു സംഭവമായിരിക്കും. മറ്റൊന്ന് സാറ് പറഞ്ഞ ഈ പെർമാകൾച്ചർ ഉണ്ടല്ലോ, പെർമനന്റ് അഗ്രികൾച്ചർ, അതിന്റെ ഒരു ഫാക്കൽറ്റി ഉണ്ട് നമ്മുടെ ഇതില്, കൊളംബസ് എന്ന് പറയും. അദ്ദേഹം അട്ടപ്പാടിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഹാബിറ്റസ് ദി ലൈഫ് സ്കൂൾ എന്ന മർക്കസ് ആൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ മകനുണ്ട് ഹക്കീം അസരി, അദ്ദേഹം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. മർക്കസിന്റെ നോളജ് സിറ്റിയിൽ ഇത് പെർമനന്റ് അഗ്രികൾച്ചറിന്റെ ഇത് സ്റ്റാർട്ട് ചെയ്തു. ഹാബിറ്റസ് ദി ലൈഫ് സ്കൂൾ എന്ന ഒരു പുതിയ പ്രോജക്റ്റ് അവർ കൊണ്ടുവന്നു. ഫുള്ള് മരങ്ങൾ നട്ടിട്ട് അതിന്റെ പെർമാകൾച്ചർ എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. പെർമാകൾച്ചർ അത് അവർ ക്ലാസ്സുകൾ തുടങ്ങി. ഞാനും അതിന്റെ ഒരു സെഷൻസ് നമുക്ക് ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പൊ എല്ലാ സമയത്തും ചക്കയും മാങ്ങയും നമുക്ക് കിട്ടും എന്നുള്ളതാണ് പെർമാകൾച്ചർ. അപ്പൊ അങ്ങനെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കൃഷിയിലേക്ക് പോവുക, കൃഷി നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗം എന്നുള്ള രീതിയിൽ വരിക എന്നുള്ള വളരെ നന്നായിരുന്നു. പിന്നെ ബാബു സാറിന്റെ വീട് എവിടെ, കൊണ്ടോട്ടിയാണോ അതോ? അതെ അതെ അതെ, ഞാൻ പ്രോപ്പർ കൊണ്ടോട്ടിക്കാരൻ തന്നെയാണ്. കൊണ്ടോട്ടി എവിടെയാണ്? കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ സ്മാരകം, അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെ ഇപ്പൊ താമസിക്കുന്നത്. അതെ അതെ അതെ. നേരത്തെ നിങ്ങൾ ബിലോങ്സ് ഞാൻ ഇവിടുത്തെ ആള് തന്നെയാണ്, മലപ്പുറത്ത് തന്നെയാണ്. സാറിന്റെ ഭാഷയൊന്നും കൊണ്ടോട്ടി ഭാഷ അല്ലല്ലോ. കൊണ്ടോട്ടി ഭാഷ. അതെ അതെ. സാറെ കണ്ടാലും കൊണ്ടോട്ടിക്കാരനെ പോലെ തോന്നൂല, ഭാഷയും തോന്നില്ല. അതുകൊണ്ട് ചോദിച്ചാൽ പല സ്റ്റേറ്റിൽ നിന്നും വന്നിട്ട് ഇവിടെ അങ്ങനെ ഉണ്ടാവുമല്ലോ, അങ്ങനെയല്ല അങ്ങനെയല്ല കേട്ടോ. മോയിൻകുട്ടി വിദ്യ സ്മാരകത്തിന് തൊട്ടടുത്ത് താമസിക്കുക. അപ്പം റിയൽ കൊണ്ടോട്ടിക്കാരൻ തന്നെയാണ്. അതെ അതെ അതെ. സാറിന്റെ നന്മ. സാറിന്റെ ഫാമിലി ഒന്ന് പരിചയപ്പെടുത്താൻ വിട്ടുപോയി. സാറിന്റെ ഭാര്യ, വൈഫ് ഇവിടെ പിന്നെ മഞ്ചേരി യൂണിറ്റി വുമൻസ് കോളേജില് പിന്നെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്, ഡോക്ടർ ഫാത്തിമ സുഹറ. ഏതാ ഡിപ്പാർട്ട്മെന്റ്? ഏതാ? ഹോം സയൻസ്, ഫാമിലി കമ്മ്യൂണിറ്റി സയൻസ് ആൻഡ് ഫാമിലി അങ്ങനെ പേര്. ഇപ്പം പേര് മാറ്റിയിട്ടുണ്ട്. നേരത്തെ ഹോം സയൻസ് എന്നുള്ള പേരായിരുന്നു അറിയപ്പെടുന്നുണ്ടായിരുന്നത്. ഞാൻ അവര് 2 വർഷം മുമ്പ് ഹോം സയൻസിന്റെ ഒരു എക്സിബിഷൻ ഉദ്ഘാടനത്തിൽ പോയിട്ടുണ്ട്. അവിടെ ഫാഷൻ ഡിസൈനിങ്ങും പിന്നെ ഇതൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിരുന്നു. അതെ, അവര് പല ഫെസ്റ്റുകൾ നടത്താറുണ്ട് അവിടെ. ഇതുമായി ബന്ധപ്പെട്ട ന്യൂട്രീഷൻ ഫെസ്റ്റുകള്, ടെക്സ്റ്റൈൽ ഫെസ്റ്റുകള്, അതുമായി ബന്ധപ്പെട്ട കുക്കറി ഫെസ്റ്റുകള്, ഇതെല്ലാം അവര് അതിനെ പോയിരുന്നു. അന്ന് ഫുഡ് ഫെസ്റ്റിവലില് ഭക്ഷണമൊക്കെ കഴിച്ചു. ഇതിൽ ഞാൻ ഇവിടുന്ന് പോയിരുന്നു. അവർ വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തു. മേ ബി യൂണിറ്റി വിമൻസ് കോളേജിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് HOD ഉണ്ട്, ഷബീർ മോൻ, എന്റെ ബാച്ച്മേറ്റ് ആണ്. യൂണിറ്റി കോളേജ് നല്ല സംഭവമാണല്ലോ. അവിടെ എന്തെങ്കിലും കൃഷി സംബന്ധം ചെയ്യുന്നുണ്ടോ സാറിന്റെ സപ്പോർട്ട്? അത് കുറച്ചൊരു ഉയർന്ന സ്ഥലത്താണ്, ഒരു കുന്നിന്റെ മേലെയാണത്, നറുകര. നല്ല ക്യാമ്പസ് ആണല്ലോ, നല്ല ചെറിയ റെയിൻ ഷെൽട്ടേഴ്സ് ഒക്കെ ഉണ്ട്. റെയിൻ ഷെൽട്ടേഴ്സ് ഉണ്ട്, പിന്നെ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റേഴ്സ് ഉണ്ട്. അതേപോലെ പിന്നെ അവര് ഒരു ചെറിയൊരു ഗാർഡൻസ്, പിന്നെ പലതരം ഈ പിന്നെ പ്ലാന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ബോട്ടണി ഡിപ്പാർട്ട്മെന്റ് പല വെറൈറ്റി പ്ലാന്റ്സിന് ഒരു കളക്ഷൻ ഉണ്ട്. അവർക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. അവരുടെ പിന്നെ വീട് എവിടെയാണ്? വൈഫിന്റെ വീട്? വൈഫ് എടപ്പാളാണ്. എടപ്പാള് എവിടെയാണ്? എടപ്പാള് പിന്നെ കുമരനെല്ലൂര്. എടപ്പാള് നല്ല ബ്യൂട്ടിഫുൾ സ്പേസ് ആണ്. കാരണം അവിടെ കാക്കത്തുരുത്തുണ്ട്, കൊക്കിന്റെ സ്ഥലമുണ്ട്. കാക്കൾ മാത്രമുള്ളതാണ് കാക്കത്തുരുത്ത്. കാക്കയെ ദി നാഷണൽ ഗ്രീൻ ബേർഡ് ഓഫ് ഇന്ത്യ ആയിട്ട് കാക്കയെ പ്രഖ്യാപിച്ചിരുന്നു. CBSE ചെയർമാൻ വിനീത് ജോഷി ആയിരുന്നു ആ സ്റ്റാമ്പ് റിലീസ് ചെയ്തിരുന്നത്. അവിടെ അയലക്കാട് ഒരു ക്യാമ്പനം സ്കൂൾ ഓഫ് ലൈഫ് ഇന്റർനാഷണൽ ഉണ്ട്, അവിടെ പ്രിൻസിപ്പൾ ആയിരുന്നു ഞാൻ. KB മുഹമ്മദ് ഉണ്ടല്ലോ അയലക്കാട്, അറിയാം? KB മുഹമ്മദ് കാളപ്പൂട്ടിന്റെ വലിയ, ഇപ്പൊ മരിച്ചുപോയി. അദ്ദേഹമായിരുന്നു സ്കൂളിലെ ചെയർമാൻ. അവിടെ അദ്ദേഹത്തിന്റെ കാളകളെ കുളിപ്പിക്കാനായിട്ട് പൂക്കോട്ട് ലേക്കിനേക്കാളും വലിയൊരു കുളമുള്ളത്. പ്രിൻസിപ്പളെക്കാളും കൂടുതൽ സാലറി കൊടുക്കുന്നത് കാളയെ നോക്കുന്ന ആൾക്കാണ്.
ശരി ശരി ശരി. കാളപ്പൂട്ടിനെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ കെ വി മുഹമ്മദ് മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ പേരിലാണ് KVM കോളേജ്, MES KVM കോളേജ്. MESന്റെ ഓൾ ഇന്ത്യ ട്രഷറർ കൂടിയാണ് അദ്ദേഹം. ധാരാളം സ്കൂളുകൾ അദ്ദേഹത്തിന് തന്നെ ഉണ്ട്. അയലക്കാട് എടപ്പാളൊക്കെ ഏറ്റവും പ്ലാൻ ചെയ്ത 2-3 പ്രോഗ്രാം ഉണ്ട്. എനിക്ക് അതൊന്ന് സാറിന്റെ കുട്ടികളെ കൂടി ഒന്ന് പരിചയപ്പെടുത്തും. കുട്ടികളെ മീറ്റിംഗ്സ് ഇടയ്ക്ക് വെക്കാം നമുക്ക്. സാറിന്റെ കുട്ടികളെ പേരൊന്നും പറഞ്ഞില്ല. കുട്ടികളുടെ പേര് 2 പേരാണുള്ളത്. മൂത്താള് പിന്നെ അഷീഖ് എന്ന് പറയും. ആള് ഫസ്റ്റ് ഇയർ MBBS പഠിക്കുകയാണ്, ചെന്നൈയിലാണ്. പിന്നെ ഇവിടെ ഏത് സ്കൂളിൽ പഠിച്ചിരുന്നവര്? അവരിവിടെ നമ്മുടെ എയർപോർട്ട് ഹയർ സെക്കൻഡറി സ്കൂളില്, എയർപോർട്ട് സീനിയർ സെക്കൻഡറി സ്കൂൾ. സീനിയർ സെക്കൻഡറി സ്കൂളിൽ ചെന്നൈയിലെ പഠിക്കുന്നല്ലേ? ചെന്നൈ ചെങ്കൽപ്പേട്ട് മെഡിക്കൽ കോളേജിലാണ് MBBS. പിന്നെ രണ്ടാമത്തെ ആള് പിന്നെ ഇപ്പൊ 8th പഠിക്കുന്നു, എയർപോർട്ട് സ്കൂളിൽ തന്നെ. എയർപോർട്ട് സ്കൂള് ഈ ശരിക്കും ആ സ്കൂളിലെ പ്രശ്നം എന്താണ്? റൺവേയുടെ തൊട്ടടുത്ത സ്കൂൾ നിൽക്കുന്നത്. അതെ അതെ, എല്ലാ പ്രോട്ടോകോളും ലംഘിച്ചിട്ടാണ് സ്കൂൾ നടത്തുന്നത് എയർപോർട്ട് അതോറിറ്റി. അതെ അതെ അതെ. ഇന്നലെ നമ്മുടെ ചാനൽ ചർച്ചയിലൊക്കെ ഡിസ്കഷൻ. സാറ് ലാസ്റ്റ് ഒരു കാര്യം കൂടി, ഈ എയർപോർട്ടിൽ വിമാനാപകടം നടന്നല്ലോ, അതെ, അത് ആ ഒരു സംഭവം സാറ് എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു ഒന്നുകൂടി പറയാം ആ സമയത്ത്? അതായത് പിന്നെ നമുക്കറിയാലോ, അത് ഭയങ്കര മഴയുള്ള ഒരു ദിവസമായിരുന്നല്ലോ. അതെ, നമുക്ക് പിന്നെ നമ്മുടെ പിന്നെ നെടിയിരിപ്പ് മുക്കൂട് ഭാഗത്താണല്ലോ ഇപ്പൊ അത് സംഭവിച്ചത്. സാറിന്റെ വീട്ടിൽ നിന്ന് 5 മിനിറ്റ് 6 മിനിറ്റ് ദൂരേ ഉള്ളൂ അങ്ങോട്ടല്ലേ? അതെ അതെ അതെ. അപ്പം പലരും ഇപ്പൊ ക്വാറന്റൈനിൽ പോയത് നമ്മുടെ പിന്നെ പച്ചക്കറി കടകൾ നടത്തുന്ന ആൾക്കാര്, നമ്മുടെ കർഷകര്, ഇവരൊക്കെയാണ് ക്വാറന്റൈനിൽ പോയിട്ടുള്ളത്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം അത് വളരെ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഇതുവരെ 250-ലധികം ആളുകൾ ക്വാറന്റൈനിലാണ് ഞാൻ കേട്ടത്. കൊണ്ടോട്ടിയിലെ സാമൂഹ്യ സേവന രംഗത്തും കാർഷിക മേഖലയിലുള്ള ആളുകളൊക്കെയാണ് ക്വാറന്റൈനിൽ കിടക്കുന്നത്. ഈ ഇത്രയും ദിവസം ക്വാറന്റൈനിൽ കിടക്കുക എന്നുള്ളത് അതിന് ഓവർകം ചെയ്യാനായിട്ട് സർക്കാർ സംവിധാനവും അതുപോലെ തന്നെ സാമൂഹ്യ സേവന സംവിധാനവും നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് അല്ലേ? പിന്നെ കേരളത്തിന്റെ തന്നെ സാംസ്കാരിക മേഖലയിൽ തന്നെ ഒരു പിന്നെ ഇത്തരത്തിലുള്ള ഒരു റെസ്ക്യൂ പിന്നെ ഒരിക്കലും എന്താ പറയാ, ഒരു നേരത്തെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള ഒരു സംഭവമല്ലേ അത്. ആ റെസ്ക്യൂ വളരെ 100% പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത ഒരു സംഭവമാണ് ഇപ്പൊ ഉണ്ടായത്. താങ്ക് യു സോ മച്ച്. നാളെ സാറ് 7 മണിക്ക് ജോയിൻ ചെയ്യണം. നാളെ ഇത്ര സമയമൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല ഇന്ന് രാത്രി ഇതേ പാസ്വേഡ് വെച്ചിട്ട് സാർ എന്ത് ചെയ്യണം, രാത്രി അർദ്ധരാത്രി സാറ് ജോയിൻ ചെയ്യണം. അതൊരു ചരിത്ര സംഭവമായിരിക്കും. 1 ലാഖോളം ആളുകൾ പല ഭാഗത്തുനിന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ മൈലാഞ്ചി ചലഞ്ചിന്റെ ഇനോഗ്രേഷൻ നടക്കുന്നത്, ജസ്റ്റ് ലോഞ്ചിങ് സെറിമോണിയിൽ. ഓക്കെ, അപ്പൊ സാറ് ഇന്ന് രാത്രി നമുക്ക് കാണാം. ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്നുള്ളതാണ്. സ്വാതന്ത്ര്യം. അത് ആദ്യമായിട്ടായിരിക്കും സാറ് അർദ്ധരാത്രി സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്നത് അല്ലെ? അതെ, ഒരു ഡിഫറൻറ്റ് വേണമല്ലോ ജീവിതത്തിൽ തന്നെ, ഒരു വ്യത്യസ്തതകളാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത്. സാറിന്റെ ഫാമിലിയും ഫ്രണ്ട്സിനൊക്കെ ആ സമയത്ത് ഈ ലിങ്ക് അയച്ചു കൊടുക്കാം. അവരൊക്കെ ജോയിൻ ചെയ്യിപ്പിക്കണം, അവർക്ക് വേണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ലിസണേഴ്സിന് എല്ലാവർക്കും താങ്ക്സ്. ഒരുപാട് ആളുകൾ കണ്ടേക്കും, പ്രത്യേകിച്ച് നെടിയിരിപ്പ് കൃഷിഭവന കീഴിലും മറ്റുള്ളവർക്ക് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബാബു സാറ് നമുക്കറിയാം വളരെ മോഡൽ ഫിഗർ. ഞാൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലുള്ള പല ആളുകളെയും കോൺടാക്ട് ചെയ്യുകയൊക്കെ ചെയ്തു. അവസാനം എനിക്ക് തോന്നിയ ഐഡിയ ആണ്, നമ്മുടെ തൊട്ടടുത്തുള്ള മുറ്റത്തെ മുല്ല അല്ലെ, മുറ്റത്തെ മുല്ലയെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. എനിക്ക് അറിയുന്ന പരിമിതമായിട്ടുള്ള അറിവുകളൊക്കെ കൈകാര്യം പിന്നെ അത് എക്സ്പെർട്ട് ആണല്ലോ. ഓക്കെ ശരി ശരി, താങ്ക് യു. എക്സ്പെർട്ട് നോളജ്. ഓക്കെ, താങ്ക് യു. വി വിൽ കണ്ടിന്യൂ ടുമോറോ ആൻഡ് വി ആർ വെയിറ്റിംഗ്. We are eagerly waiting for all your presence today midnight. Okay, thank you. Okay, thank you so much. സാലി സാർ, മാലതി ടീച്ചർ കേൾക്കണ്ട? മാലതി ടീച്ചർ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആണ്. മാലതി ടീച്ചർ ഷീസ് എ സെലിബ്രിറ്റി ടീച്ചർ, ഗ്ലോബൽ പീസ് ട്രസ്റ്റിന്റെ വൈസ് പ്രസിഡന്റ് ആണ്. അതുപോലെ തന്നെ എടരിക്കോട് PKM ഹയർ സെക്കൻഡറി സ്കൂൾ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളെ, ഏറ്റവും കൂടുതൽ കുട്ടികളെ സർക്കാർ മേഖലയിൽ SLC പരീക്ഷയ്ക്ക് എഴുതി മാതൃകയുള്ള മലപ്പുറം ജില്ലയിൽ തന്നെ മികച്ച സ്കൂളാണ് PKM ഹയർ സെക്കൻഡറി സ്കൂൾ എടരിക്കോട്. അവിടുത്തെ അധ്യാപികയായിട്ട് റിട്ടയർ ചെയ്ത മാലതി ടീച്ചർ ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാചക ക്ലാസ്സുകൾ, കൃഷി, ഇങ്ങനെയുള്ള ജൈവ കൃഷി പല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത ടീച്ചറാണ് മാലതി ടീച്ചർ. മാലതി ടീച്ചറുടെ ക്ലാസ്സുകളാണ് നമ്മൾ ഇനി ഇവിടെ ഉദ്ദേശിക്കുന്ന മറ്റൊരു സെഷൻസ്. അപ്പം തീർച്ചയായിട്ടും എല്ലാ ദിവസവും രാവിലെ അഗ്രികൾച്ചർ ക്ലാസ്സിൽ, അതുപോലെ തന്നെ പാചകം, നമ്മുടെ
ജനറേറ്റീവ് ആയിട്ടുള്ള വിത്തുകൾ എങ്ങനെ കളക്ട് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ മാല ടീച്ചർ ഇതിൽ പങ്കെടുത്തിൽ വളരെ നന്ദി. തീർച്ചയായിട്ടും സമയപരിമിതി ഏറ്റവും വലിയ പ്രശ്നമാണ്. ദെൻ മുഹമ്മദ് അഷ്റഫ് 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 കേൾക്കുന്നുണ്ടോ? മുഹമ്മദ് അഷ്റഫ് മൈക്ക് ഓൺ ചെയ്യൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. അപ്പോ ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്ന നമ്മുടെ ഈ സെഷന് പ്രവാസികളായിട്ടുള്ള ധാരാളം ആളുകൾ വീണ്ടും നമ്മുടെ ഭൂമിയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടല്ലേ? അതെ. വരവേൽപ്പ് എന്നുള്ളൊരു സിനിമയിലെ ഒരു ഡയലോഗ് ഉണ്ട്, വാട്സപ്പിലൊക്കെ ശ്രദ്ധേയമായിട്ടുള്ള ഡയലോഗാണ് അത്. സ്വന്തം നാടിന്റെ സുരക്ഷിതത്വം, സ്വന്തം വീട്ടിലെ സുരക്ഷിതത്വം, സ്വന്തം നാടിന്റെ അങ്ങനെ എന്തോ ഒടുവിൽ ഇതാ ഞാൻ എൻ്റെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു അല്ലെ? നാട്ടിലെത്തിയപ്പോഴുള്ള ഫീലിംഗ് എന്തായിരുന്നു? നാട്ടിലെത്തിയപ്പോഴുള്ള എല്ലാവർക്കുള്ള മദർ കൺട്രിക്ക് എത്തുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ടാവൂലേ? എനിക്ക് തോന്നുന്നു പല ആളുകളും ഈ പ്രവാസ ലോകത്ത് മരണപ്പെട്ടു പോയ പല ആളുകളും കൊറോണ കാരണമല്ല, മെന്റൽ ഷോക്ക് കൊണ്ടായിരിക്കാം തോന്നുന്നുണ്ട് അല്ലെ? ഈ ഫ്ലൈറ്റുകളൊക്കെ ബ്ലോക്ക് ചെയ്തു, ഇങ്ങോട്ട് വരാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള. കാരണം കുറെ ചെറുപ്പക്കാരായിരുന്നു. മാധ്യമം പത്രം സാർ കണ്ടില്ല, അന്നൊരു ഫോട്ടോ ഗാലറി പ്രസിദ്ധീകരിച്ചിരുന്നവര് ശ്രദ്ധിച്ചിരുന്നു. മാധ്യമം പത്രത്തില് പ്രവാസികൾ ഇനി എത്ര പേർ മരിക്കണം പ്രവാസികൾ തിരിച്ചെത്തുമ്പോൾ എന്നുള്ള ഒരു ചോദ്യം വെച്ചിട്ട് മാധ്യമം പത്രത്തിന്റെ ഫ്രണ്ട് പേജും ഇന്നർ പേജും ഫുള്ള് അവിടെ മരണപ്പെട്ട പ്രവാസികളുടെ ഫോട്ടോ വെച്ചിട്ടായിരുന്നു. അത് വളരെ ചിന്തിപ്പിക്കുന്ന ഒന്നായിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രതികരണമൊക്കെ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട്. മാധ്യമ ലോകത്ത് തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രവർത്തനമായിരുന്നു അത്. അതിൽ രണ്ട് വശങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഞാൻ പറയുന്നത് ഈ പാനിക് ആവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അല്ലെ? സ്വന്തം നാട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് എത്തുക. ഇവിടെ പലരും ഇവിടുന്ന് പോയത് മുമ്പ് നമുക്കറിയാം, അറബികള് ലോകത്തിലെ പല ആളുകളും നമ്മുടെ നാട്ടിലേക്ക് വന്നത് കറുത്ത പൊന്ന് ചോദിച്ചിട്ടാ. അന്ന് മലബാർ ഗോൾഡിലൊന്നും ഇല്ല. അതിന് മുമ്പ് തന്നെ ബ്ലാക്ക് ഗോൾഡ് ഉണ്ട്, കുരുമുളക്, ഫുൽഫുൽ അല്ലെ? ഫുൽഫുൽ. അങ്ങനെ അറബികൾ നമ്മുടെ നാട്ടിലേക്ക് വരികയും അവര് നമ്മുടെ നാടിനെ അവര് ഹൈറുല്ല എന്ന് വിളിച്ചു. ഹൈറുല്ല, ദൈവത്തിന്റെ അനുഗ്രഹം, അള്ളാഹുവിന്റെ അനുഗ്രഹം. അങ്ങനെ ഹൈറുല്ല എന്നത് ലോപിച്ചാണ് കേരള എന്നായത് എന്ന് പറയപ്പെടുന്നത് അല്ലെ? അപ്പൊ അന്ന് ലോകത്ത് മുഴുത്ത മലബാറായിരുന്നു ബ്രാൻഡിങ്. ഇപ്പൊ എന്റെ റിസർച്ച് തന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് MBA എന്റെ റിസർച്ച് ടൂറിസം സസ്റ്റൈനബിലിറ്റി ഇൻ മലബാർ എന്നാണ്. ഇത് TCN ഇന്റർനാഷണൽ കൊമേഴ്സ് എന്നുള്ള UAE ഒരു ഓർഗനൈസേഷൻ അതിന് ഫണ്ട് ചെയ്തിരുന്നു. അന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസത്തിന് കീഴിലാണ്. അവരെന്റെ തീസിസ് പബ്ലിഷ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസത്തിന് കീഴിലായിരുന്നു ഞാൻ ഇത് ചെയ്യുന്നത്, ടൂറിസം സസ്റ്റൈനബിലിറ്റി ഇൻ മലബാർ. മലബാറിന്റെ ടൂറിസം പോലും ഇപ്പം ഭയങ്കര ഡേഞ്ചറിൽ, ആരും ശ്രദ്ധിക്കല്ലോ. അപ്പൊ വിദേശികൾ വന്നാൽ ആദ്യം പോകുന്നത് കോവളത്തേക്കും അങ്ങോട്ടാണല്ലോ പോകുന്നത് അല്ലെ? മലബാറിലേക്ക് വരുന്നില്ല. നമ്മുടെ ട്രാൻസ്ഫർ ഇവൻ കാലിക്കറ്റ് എയർപോർട്ട് ഗേറ്റ് വേ ഓഫ് മലബാറാണ്. ഇവിടെ അത്തരം ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സ് ഒന്നും കുറവാണ് അല്ലെ? അപ്പൊ മലബാറിന്റെ സാധ്യതകളാണ്. മലബാറിന് ഒരു വലിയ സംഭവമായിരുന്നു മുമ്പ്. മലബാറാണ് ഇപ്പോഴും അറബികൾക്ക് ഏറ്റവും പ്രിയം അല്ലെ? അന്ന് ഉള്ള കുരുമുളക് ഇപ്പോഴും ഇവിടെ ഉണ്ട്. അന്ന് കറുത്ത പൊന്ന്, ബ്ലാക്ക് ഗോൾഡ്. പക്ഷെ അന്ന് മലബാർ ഗോൾഡും ചെമ്മണ്ണൂർ ആലപ്പാട് ഗോൾഡൊന്നും ഇല്ലായിരുന്നു. അതൊന്നും ഇല്ലാതെ, അവർ പരസ്യങ്ങളില്ലാതെ ഈ അറബികളൊക്കെ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു? നമ്മുടെ കറുത്ത പൊന്ന് ഇപ്പോഴും അറബികൾക്ക് പ്രിയപ്പെട്ടാണ് ഫുൽ അല്ലെ? ഈ കോവിഡിന് മുമ്പ് പാറ്റ്നയിലെ NIT പ്രൊഫസർ അയാസ് അഹമ്മദ്, അദ്ദേഹവും ഭാര്യയും അദ്ദേഹത്തിന്റെ ഉമ്മയും ഫാമിലി ടൂറായിട്ട് NIT കോഴിക്കോട് വന്ന സമയത്ത് അവിടുന്ന് അവര് എൻ്റെ വീട്ടിൽ വന്നിരുന്നു. അന്ന് അവര് ചാലിയാറിന്റെ തീരത്ത് ഗ്രീൻ കെയർ മിഷന്റെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, റിവർ സമ്മിറ്റ്, വേൾഡ് വാട്ടർ ഡേ ആയിട്ട് ബന്ധപ്പെട്ട് റിവർ സമ്മിറ്റ്. ഫറൂഖ് കോളേജ് NSS ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസ്, അതിലെ ഗസ്റ്റ് ആയിരുന്നു അദ്ദേഹം ഇനോഗ്രേറ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തെ ഏറ്റവും പ്രിയപ്പെട്ടത് കുരുമുളകായിരുന്നു. അങ്ങനെ കുരുമുളകിൽ തൈ പാക്കറ്റ് ചെയ്തു കൊടുത്ത സമയത്ത് അദ്ദേഹത്തിന് കൊണ്ടാൻ കഴിഞ്ഞില്ല, ഫ്ലൈറ്റിലുള്ള പ്രശ്നം കാരണം. കുരുമുളകിന്റെ പ്രത്യേകത എന്നത് പല സ്ഥലത്തും പോയി ഉണ്ടാവില്ല. കാരണം മുമ്പ് സാമൂതിരി പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഞാറ്റുവേല അല്ലെ? നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച്. കുരുമുളക് എവിടെയും പോയി നട്ടാൽ ഇവിടുത്തെ കാലാവസ്ഥ കിട്ടണം എന്നെങ്കിലേ വളരുള്ളൂ. ഞാറ്റുവേല, കുരുമുളക് നമുക്ക് കയറ്റി കൊണ്ടുപോകാം, പക്ഷെ ഇവിടുത്തെ ഞാറ്റുവേല അവിടെ കിട്ടില്ല. കേരളം സ്വർഗമാണ്, ദൈവത്തിന്റെ സ്വന്തം നാടാണ്. ഇവിടെ നമ്മുടെ മണ്ണ് പെട്രോളിയത്തെക്കാളും വരുമാനം. ഇപ്പം നീര
ഗൾഫിലെ പെട്രോളിയം പോലെ നമുക്ക് പണം ഉണ്ടാക്കുന്ന ഒന്നാണ് നീര, അല്ലെ? നീര 0% ആൽക്കഹോളിക് ആണ്. ഡയബറ്റിക് പേഷ്യൻസിന് ഉപയോഗിക്കാം, ഗർഭിണികൾക്ക് പോലും ഉപയോഗിക്കാവുന്ന ഒന്നാണ് നീര. പക്ഷെ ഇതിന്റെ മാർക്കറ്റിംഗ് ഈവൻ അത് എയർപോർട്ടിലോ മറ്റു സ്ഥലങ്ങളിലോ ഒന്നുമില്ല. നാടൻ പ്രദേശത്ത് നീര് കിട്ടിയിട്ട് കാര്യമില്ല. കൊക്കക്കോളയും പെപ്സിയും പകരം നമ്മൾ നീര് ഉപയോഗിക്കുകയാണെങ്കിൽ, നീരയുടെ തെങ്ങ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കർഷകർക്ക് നല്ല വരുമാനം ഉണ്ടാക്കാം. ഇവിടെ റിയാൻ ജെയിംസ് പിക്കാർഡ് എന്ന ഓസ്ട്രേലിയയിൽ നിന്ന് ഒരാൾ വന്നിരുന്നു, നമ്മുടെ സ്മൈൽ ഇന്ത്യ പ്രോജക്ടിന്റെ ബ്രാൻഡ് അംബാസിഡർ. അദ്ദേഹം എന്ന് പറഞ്ഞ് ഒട്ടകത്തിന്റെ പാല് കുടിക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതേ ടേസ്റ്റ് ആണ് നീര് കുടിക്കുമ്പോഴുള്ളതെന്ന് പറഞ്ഞു. ഞാൻ സുല്ലം മുസ്ലാം സയൻസ് കോളേജിൽ കുടിച്ചിട്ടുണ്ടോ നീര് കുടിച്ചിട്ടുണ്ടോ? എന്ത് കഷ്ടം. അബ്ദുറഹ്മാൻ നഗറിലുള്ള മുഹമ്മദ് അഷ്റഫ് ഇവിടെ ഇത്രയും തെങ്ങുകളുള്ള ഇവിടുത്തെ നീര് കഴിക്കാതെ ഒട്ടയത്തിന്റെ പാല് കുടിച്ചിട്ടുണ്ട്. ഇളനീരല്ല, നീരുണ്ട്, ഇളനീര തന്നെ ഏറ്റവും പ്രശ്നം. ഡോക്ടർ സാറിനെ നേരിട്ട് കാണുമ്പോ എപ്പോഴെങ്കിലും നമുക്കൊന്ന് ഇളനീര് ഏറ്റവും നല്ല ഇളനീര് ഏറ്റവും നല്ല ന്യൂട്രീഷ്യസ് ആണ്. അതുപോലെ തന്നെ തെങ്ങിന്റെ പൊങ്ങുണ്ടല്ലോ, പൊങ്ങറിയോ? സ്നോബോൾ, IIM ഒരു പ്രോജക്റ്റ് ഉണ്ട് സ്നോബോള്. ഇത് മറ്റു പല രാജ്യങ്ങളിലാണ് തെങ്ങ് ആ രീതിയിലുള്ള സ്നോബോള്. ഈ പൊങ്ങ് എടുത്തിട്ട് നമ്മൾ പാക്കറ്റ് ആക്കിയിട്ട് പൊങ്ങ് സെയിൽസ് നടത്താൻ പറ്റും. ഏറ്റവും ബെസ്റ്റ് ന്യൂട്രീഷ്യസ് ആണ്. പൊങ്ങ് കഴിച്ചിട്ടുണ്ടോ? തേങ്ങയുടെ അകത്തുള്ള സ്നോബോൾ ഭയങ്കര ടേസ്റ്റാണ്. കഴിക്കാൻ ആഗ്രഹിക്കുന്ന സാധനം. ഇനി തേങ്ങയുടെ തെങ്ങ് ഒരു കൽപ്പവൃക്ഷമല്ലേ, അതിന്റെ ചിരട്ട ഉണ്ടാവും, ചിരട്ട, കോക്കനട്ട് ഷെല്ല് അറിയാം? ചിരട്ട കണ്ടിട്ടുണ്ടോ? ചിരട്ടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മുടെ കഴിഞ്ഞ കൃഷി വകുപ്പ് മന്ത്രി ഇവിടെ വന്ന സമയത്ത്, സുനിൽകുമാർ വന്ന സമയത്ത് അദ്ദേഹം പായസം കുടിച്ചത് ചിരട്ടയിലായിരുന്നു. ഞാൻ പ്രോട്ടോടൈപ്പായിട്ട് ഡെവലപ്പ് ചെയ്ത് അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ സ്റ്റാർട്ടപ്പ് സെമിനാറിൽ, ഓണ്ടർപ്രണർഷിപ്പ് സെമിനാറിൽ ഞാൻ പ്രസന്റ് ചെയ്ത ഐറ്റായിരുന്നു. അപ്പോൾ അവിടുത്തെ ഡോക്ടർ ജിപ്പു സാർ, അദ്ദേഹമാണ് തേങ്ങ പൊളിക്കുന്ന യന്ത്രം കണ്ടെത്തി. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇതിന്റെ ഡിസൈൻ പാറ്റന്റ് എടുക്കാവുന്നതാണ്. കോക്കനട്ട് ഷെല്ല് തേങ്ങ എടുത്തിട്ട് അത് കപ്പായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ ചായ കുടിച്ചു കഴിഞ്ഞാൽ, സ്റ്റീൽ ഗ്ലാസോ പിഞ്ഞാണം പോലെയുള്ള ഗ്ലാസ് കുടിക്കാൻ, ചായ കഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകത എന്താ പറയുക, ചൂടോ തണുപ്പോ അനുഭവിക്കൂല. മറ്റേ നമുക്ക് ഹാൻഡിൽ വേണമല്ലോ, ഗ്ലാസ്സിനൊക്കെ വേണ്ടേ? ഹാൻഡിൽ വേണ്ട. മുമ്പ് അതിലെ ചൂടുണ്ടെങ്കിലും തണുപ്പെല്ലാം അറിയില്ല, പിന്നെ വുഡൻ മെറ്റീരിയലാണ്. ഇപ്പൊ നമുക്ക് ഐസ്ക്രീം കപ്പായിട്ട് ഉപയോഗിക്കാം, ടീ കപ്പായിട്ട് ഉപയോഗിക്കാം. ഇപ്പം മറ്റു രാജ്യങ്ങളിലേക്ക് നമുക്ക് UK പോലെയുള്ള, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ചിരട്ട എക്സ്പോർട്ട് ചെയ്യാൻ, ഒരു ചിരട്ടയ്ക്ക് ഞാൻ ബാംഗ്ലൂരിൽ അന്ന് ഇതിന്റെ ഒരു പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്തതിനു ശേഷം ഞാൻ നമ്മുടെ വേൾഡ് മോണ്ടിസോറി കൗൺസിലിന്റെ പ്ലാറ്റ്ഫോമിൽ മീനാക്ഷി ശ്രീരാമകൃഷ്ണൻ അദ്ദേഹം അവരിവിടെ വന്നിരുന്നു, മറിയ മോണ്ടിസോറി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. അവരൊരു എഡ്യൂക്കേഷൻ മെറ്റീരിയൽ ആയിട്ട് ചിരട്ട, മണ്ണപ്പം ചുട്ട് കളിക്കല്ലോ, മഡ് പ്ലേ. അപ്പൊ ഈ ചിരട്ട ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അന്ന് ബാംഗ്ലൂരിലേക്ക് ഞാൻ ഇത് ഇവർക്ക് കൊടുത്തപ്പോൾ അവർ വീണ്ടും എന്നോട് ആവശ്യപ്പെട്ടു, ഇനിയും 100 പീസ് ആവശ്യമുണ്ട് എന്നാണ്. ഒരു ചിരട്ടയ്ക്ക് 50 രൂപയായിരുന്നു ഞാൻ പറഞ്ഞു, പക്ഷെ 100 രൂപക്കും അവർ വാങ്ങാൻ തയ്യാറാണ്. ആമസോണിലും ചിരട്ട അവൈലബിൾ ആണ് അല്ലെ? ഒരു തേങ്ങക്കാകെ വില 10 രൂപയായിരിക്കാം, അല്ലെ 12 രൂപ, 15 രൂപ, മാക്സിമം 20 രൂപ ഉണ്ടാവും. പക്ഷെ ഒരു ചിരട്ടയ്ക്ക് കിട്ടുന്ന രൂപ എത്ര? 50 രൂപ അല്ലെ 100 രൂപയാണ്. ഇനി ഒന്നും വേണ്ട, തെങ്ങിന്റെ ഈർക്കിളി കണ്ടോ? ഈർക്കിളി ഞാൻ കഴിഞ്ഞ വർഷം, ഞാനിതൊന്നും എന്നെ പുകഴ്ത്തി പറയുന്നതല്ല, ഞാൻ പറയാൻ കാരണം ദിസ് ഈസ് ഹാപ്പൻ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫോക്ലോർ ഡിപ്പാർട്ട്മെന്റ് നടത്തിയ സെമിനാറിൽ, ഇന്റർനാഷണൽ സെമിനാറിൽ ഡോക്ടർ രാജൻ ഗുരുക്കൾ ചെയർ ചെയ്തൊരു സെഷനിൽ ഞാൻ സ്ക്രീൻ ഫ്രീ പാരന്റിങ്, ഞാനും എൻ്റെ ഭാര്യയും കൂടി ആയിരുന്നു സ്ക്രീൻ ഫ്രീ പാരന്റിങ്ങിൽ കുറെ വർക്ക്ഷോപ്പ് നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് സൈക്കോളജിക്കൽ ടൂൾ ഡെവലപ്പ് ചെയ്തു. സ്ക്രീൻ ഫ്രീ പാരന്റിങ്ങിന് നമ്മുടെ മൊബൈൽ അഡിക്ഷനും ടെക്നോളജി അഡിക്ഷനും ടെക്നോമാനിയും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒന്ന് ഫോക്ക് പ്ലേസ് കൊണ്ടുവരാനാണ്, നാടൻ കളി രീതിയിൽ കൊണ്ടുവരാം. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കളിയാണ് സെഞ്ചുറി പ്ലേ, നൂറ്റാങ്കോല് കളി. അറിയാം? ഈർക്കിൽ ഉപയോഗിച്ച് നൂറ്റാങ്കോല്. ഈ നൂറ്റാങ്കോല് ഒരു വലിയ സ്റ്റിക്ക് ഉണ്ടാവും, ചെറിയ 9 സ്റ്റിക്ക് ഉണ്ടാവും. ചെറുപ്പത്തില് കളിച്ചിട്ടുള്ള ഒരു കളിയാണ്. ഈ കളിയുടെ പ്രത്യേകത പറഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് കളിച്ചിരുന്നു, ജാതിയില്ല, മതമില്ല. ചെറിയ കുട്ടികളും വലിയ മുതിർന്ന ആളുകളും ഗ്രാൻഡ് പാരന്റ്സ് പോലും ഒരുമിച്ച് കളിച്ചിരുന്നു. കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ ഉണ്ടാക്കുന്ന കളിയായിരുന്നു. ഞാൻ എൻ്റെ മോള് ആഷ്ലി ആയിട്ട് എന്റെ വീട്ടിൽ ഞാനിത് കളിച്ചു മുമ്പ് പെരുന്നാൾ ദിവസങ്ങളിൽ. ആഷ്ലി അറിയല്ലോ, നിങ്ങൾക്കറിയല്ലോ. അപ്പം അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ കളി.
വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഇപ്പൊ എപ്പോഴും അവള് വന്നാൽ എന്നോട് ചോദിക്കുന്നത് നമുക്ക് സെഞ്ചുറി പ്ലേ കളിക്കാന്നുള്ള. അപ്പൊ എങ്ങനെ പറഞ്ഞാല് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം. ഈ കളിക്കുന്ന സമയത്ത് അതിന് പ്രത്യേകത പറഞ്ഞാൽ കുട്ടികൾ മൊബൈൽ എടുക്കൂല. അപ്പൊ ആക്ച്വലി മോണ്ടിസോറി കോൺഫറൻസിൽ ഈ മീനാക്ഷി ശ്രീരാമകൃഷ്ണ അവർക്ക് 89 വയസ്സ് 88 വയസ്സായിട്ടുണ്ട്, 85 വയസ്സായിട്ടുണ്ട്. അവർ പറഞ്ഞ സംഭവം ഇതായിരുന്നു, ഈ അഡിക്ഷൻ എന്നുള്ള സംഭവം കുട്ടികൾക്കില്ല യഥാർത്ഥത്തിൽ. അത് നമ്മൾ ഉണ്ടാക്കിയ മൊബൈൽ അഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞത്. അഡിക്ഷൻ എന്നുള്ള ഒരു ഡേഞ്ചറസ് വേർഡ് കുട്ടികൾക്കില്ല. കാരണം നമ്മള് കുട്ടിക്കാലത്ത് നമ്മുടെ ചൈൽഡ്ഹുഡ് ഡേയ്സിലൊന്നും നമുക്ക് മൊബൈൽ ഫോണും ടെക്നോളജിയും ലാപ്ടോപ്പും ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ കുട്ടികൾ ജനിച്ച് വീഴുമ്പോ തന്നെ അവർ കാണുന്ന ഇതാണ്. മാത്രമല്ല പാരന്റ്സിന്റെ കയ്യിലൊക്കെ മൊബൈൽ ഫോൺ. എല്ലാ വീട്ടിലും ഒരു പശു ഇല്ല, ഒരു ആടില്ല, ഒരു അണ്ണാറക്കണ്ണനില്ല, ഒരു പൂച്ചയില്ല, പക്ഷെ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ട് അല്ലേ? ഈ മൊബൈൽ ഫോണ് കണ്ടിട്ടാ കുട്ടി വളരുന്നത്. പാരന്റ്സിനൊക്കെ ഇതിൽ ശ്രദ്ധിക്കാനേ സമയമുള്ളൂ, കുട്ടികളായിട്ട് കളിക്കാൻ സമയം. അപ്പം മുമ്പുണ്ടായിരുന്ന കളികൾ നൂറ്റാങ്കോല് കളി, കക്ക് കളി അല്ലെ, പിന്നെ വള്ളിച്ചാട്ടല്ലേ പേരുന്ന ഇങ്ങനെയുള്ള, പിന്നെ ഒരു കളം വരച്ചിട്ടുള്ള കളികളില്ലേ, പിന്നെ കഷ്ണങ്ങൾ പുളിയുടെ കുരുവൊക്കെ വെച്ചിട്ട് ഉള്ള കളികളുണ്ട്. ഇത്തരം ഫോക്ക് പ്ലേസ്, നാടൻ കളികൾ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ സ്ക്രീൻ അഡിക്ഷനുള്ള ഏറ്റവും നല്ല പരിഹാരം. ഇത് പക്ഷെ ആരും ചെയ്യുന്നുണ്ട് ഇപ്പം. അപ്പൊ ഞാന് ഇതിന്റെ IIM സ്റ്റാർട്ടപ്പ് പ്രോജക്റ്റ് ആയിട്ട് അവരുടെ ഡിസ്കസ് ചെയ്തു. നമ്മൾ IIM സ്റ്റാർട്ടപ്പ് ഫൈനലിസ്റ്റ് ആണ്, അതുമായി ഡിസ്കസ് ചെയ്തപ്പം സൈക്കോളജി ടൂളായിട്ട് അന്ന് ഫോറിൻ രാജ്യത്തുള്ള ധാരാളം ആളുകളുണ്ട്. ഓസ്ട്രേലിയ, ജപ്പാൻ, ചൈന, ഇവൻ ഡെൻമാർക്ക്, ഇവിടെ നിന്നൊക്കെയുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പൊ അവര് എന്നോട് പറഞ്ഞ ഈ ഇർക്കിളി കാണിച്ച സമയത്ത് അവർ പറഞ്ഞത്, ഇവൻ എന്റെ പ്രൈസ് വെച്ചപ്പോ ഞാൻ 100 രൂപ എന്നുള്ളതാണ് ഞാൻ അപ്രോക്സിമേറ്റ് വെച്ചത്. ഒരു ഈർക്കിള്, ഒറ്റ ഈർക്കിള്, തെങ്ങുന്ന ഒരു ഈർക്കിള് വലുത് കട്ട് ചെയ്യുക, ചെറിയ പീസാക്കുക, പാക്കറ്റ് ചെയ്യുക, സെഞ്ചുറി സ്റ്റിക്ക് എന്ന് അടിക്കുക. അതിന്റെ യൂട്യൂബിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സാധനം 100 രൂപയ്ക്ക് നമുക്ക് മാർക്കറ്റിൽ കൊടുക്കാൻ പറ്റും. ഇതിൽ വേൾഡ് വൈഡ് ആണ് ഇതിന് മാർക്കറ്റ്. കാരണം മൊബൈൽ അഡിക്ഷൻ എന്നുള്ളത് എല്ലാ സ്ഥലവും, ഇവൻ ഫേസ്ബുക്കിന്റെ ഓണർ പോലും, ഗൂഗിളിന്റെ CS പോലും വീട്ടിൽ എന്ത് ചെയ്യുന്നില്ല, മൊബൈൽ ഉപയോഗിക്കുന്നില്ല. വീട്ടില് ഈ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നില്ല. അവരെ പോസ്റ്റ് ഉണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഈ മൊബൈൽ അഡിക്ഷൻ ലോകത്ത് മൊത്തമുള്ള ഒരു ടെക്നോമാനിയ അസുഖമാണ്. സ്വിച്ച് ഓഫ് സ്ക്രീൻ, സ്വിച്ച് ഓൺ ലൈഫ് എന്നുള്ള. അപ്പൊ നമ്മൾ സ്ക്രീൻ ഫ്രീ ഡേയ്സ് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്കൂളുകളിൽ. അമേരിക്കയിലൊക്കെ സ്ക്രീൻ ഫ്രീ മൂവ്മെന്റ് ഉണ്ട്. ഇവരൊക്കെ ചെയ്യുന്നത് സ്ക്രീൻ ഫ്രീ ഡേയ്സ് സെലിബ്രേറ്റ് ചെയ്യണം. അന്ന് അവർ മൊബൈൽ ഉപയോഗിക്കുന്നില്ല ഒരു ദിവസം. അപ്പൊ ടെക്നോമാനിയ എന്നുള്ള അസുഖം ഒഴിവാക്കാൻ വേണ്ടിട്ട് അല്ലെ? ഈ ഈർക്കിള് മതി ജീവിക്കാൻ. ഗൾഫ് പോകേണ്ട ആവശ്യമില്ല. യു ക്യാൻ ബി എ ഗുഡ് ഓണ്ടർപ്രണർ. അല്ല, നമുക്ക് എവിടെയാണെങ്കിലും നമ്മുടെ റിസ്ക് എവിടെയാണെങ്കിലും റബ്ബിന്റെ കയ്യിൽ. എന്നെ ആളുകൾ ഭ്രാന്തൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഈർക്കിള്, ചിരട്ട ഇതൊക്കെ സംസാരിക്കും. ഇപ്പൊ ഇന്നലെ ഞാൻ ചിരട്ടയുടെ പ്രോട്ടോടൈപ്പ്, നമ്മുടെ സുഹൃത്ത് നാരായണൻ, അദ്ദേഹം ഇവിടുത്തെ ഒരു കാർപ്പൻ, ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. അവര് നമ്മളെ അറിവ് നമ്മള് എന്ത് ചെയ്യാ, ഈർക്കിള് പ്രത്യേകം പറഞ്ഞാൽ സ്റ്റെറിലൈസ്ഡ് അല്ല ഈർക്കിള്. അപ്പം നമുക്കത് സ്റ്റെറിലൈസ്ഡ് ആക്കി പ്രോസസ് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് ഈർക്കിളിന് പകരം വേറൊരു ഒബ്ജക്റ്റ് ഇല്ല. മാത്രമല്ല കട്ട് ചെയ്യുമ്പോൾ ഈർക്കിളിന്റെ പ്രത്യേകത ഒന്ന് വലുതായിരിക്കും മുകളില്, പിന്നെ ചെറുതായിരിക്കും. അപ്പൊ ഈ നൂറ്റാങ്കോല് കളി, സെഞ്ചുറി പ്ലേ, സെഞ്ചുറി സ്റ്റിക്ക് എന്ന് പറയാം. ഈ കളി കളിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, ഈ ചെറിയ പീസ് ഉണ്ടാവും, വലുതുണ്ടാവും അല്ലെ, മിക്സഡ് ആയിരിക്കും വേണം. അപ്പൊ ഏറ്റവും അവസാനത്തെ കൊള്ളി നമ്മൾ എടുക്കണമെങ്കിൽ, സ്റ്റിക്ക് എടുക്കണമെങ്കിൽ ഏറ്റവും ചെറുത് വേണം. ഇതിന് പകരം വെക്കാൻ വേറെ മെറ്റീരിയൽ ഇല്ല. അപ്പൊ ഇത് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് വെയിലത്ത് വെച്ച്, വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ഉണക്കണം. ഉണക്കിയിട്ട് കട്ട് ചെയ്ത് ഉപയോഗിക്കാന്നല്ല. ഇത് എത്ര കാലം നിലനിൽക്കും? നമ്മൾ തെങ്ങിന്റെ ഒരു ഈർക്കിള് കൊണ്ട് നമുക്കൊരു ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കാൻ പറ്റും. ഇതൊരു സൈക്കോളജിക്കൽ ടൂളാണ്. ഹാപ്പിനെസ് ക്ലിനിക്കുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്ന് ഇതാണ് അല്ലെ? അതേപോലെ കക്കുകളി, കല്ലുണ്ടല്ലോ, കൊത്താങ്കല്ല് കളി അറിയാം, പ്രത്യേകിച്ച് ലേഡീസ് കളിച്ചിരുന്നു. കല്ലിന്റെ പീസ് എടുക്കുക, കൊത്താങ്കല്ല്. പാറക്കല്ലായിരുന്നു അന്ന് വെച്ചല്ലേ, കറുത്ത കല്ല്, വിരലിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു സിസ്റ്റം, കൊത്താങ്കല്ല് കളി അല്ലെ? അവിടെ എന്താ പറഞ്ഞ പേരെന്തോ, നിങ്ങൾ പറഞ്ഞ പേരെന്താ? അതിനെ പറഞ്ഞ പേര് അതൊക്കെ നമ്മുടെ ഇവിടെ ഉള്ള എടുത്തു പോയതല്ലേ. പക്ഷെ ഇപ്പൊ ആരും ചെയ്യുന്നില്ല. എന്തോ ഇപ്പൊ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണായി. അതെ അതെ. അപ്പൊ ഇതിനൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന അതാണ് ബാക്ക് ടു ഹെറിറ്റേജ്, ബാക്ക് ടു കൾച്ചർ എന്ന് പറയുന്നത്. ഇതിന് പറയുന്ന പേര് ബാക്ക് ടു ഫ്യൂച്ചർ എന്നാണ്. ഇനി ഭാവി അതിന്റെ ആയി മാറിക്കഴിഞ്ഞു. ഇപ്പൊ വലിയ പണക്കാരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചറിയോ, കോവിഡ്.
ഞാൻ നിങ്ങളോട് സ്വകാര്യം പറയാം, പക്ഷെ ഇത് സൂമിൽ റെക്കോർഡ് ചെയ്യുന്ന ആരും കേൾക്കാറില്ല. ലോകത്തിലെ ഏറ്റവും പണക്കാരെയാണ് ഇത് ബാധിച്ചത്, ഈ പാൻഡമിക് ബാധിച്ചത്. പാവപ്പെട്ട ചെറിയ വീടുകളിൽ താമസിക്കുന്ന ആദിവാസികളായിട്ടുള്ള ആളുകൾ, ബോംബെയിലെ ചേരി പ്രദേശത്തുള്ള ആളുകൾക്ക് പോലും കോവിഡ് വന്നിട്ടില്ല. ബോംബെയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചേരിയുണ്ട്, അതിന്റെ പേരെന്തായിരുന്നു? ഒരു നമ്മള് ഫിലിമിലൊക്കെ വരാറുണ്ടല്ലോ, ഗുഡ് എന്താ അധോലോക ആളുകളുടെ ഒരു കേന്ദ്രം, ധാരാവി. ധാരാവിയിലൊന്നും കോവിഡ് വന്നിട്ടില്ല എന്നാണ്. ധാരാവിയിലുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും, സ്ട്രീറ്റ് തെരുവിലുള്ള ധാരാളം കുട്ടികളുണ്ട്, സ്കൂളിലൊന്നും പോകാൻ പറ്റാത്ത, അവർക്കൊന്നും കോവിഡ് വന്നിട്ടില്ലല്ലോ. കോവിഡ് വന്ന ആർക്കൊക്കെയാണ്? ഇവിടുത്തെ വലിയ വലിയ രാഷ്ട്രീയക്കാർക്ക്, വലിയ വലിയ ബിസിനസ്സുകാർക്കും ഒക്കെ കോവിഡ് വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആ രീതിയിലാണ്. വിമാന പുനർ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പൊ എന്റെ ചോദ്യം ഞാൻ അവസാനിപ്പിക്കാം. പ്രവാസി എന്നുള്ള രീതിയിലും ഒരു ബിസിനസ് മാഗ്നറ്റ് എന്നുള്ള രീതിയിലും താങ്കൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ധാരാളം അഗ്രികൾച്ചർ പ്രോജക്റ്റുകളുണ്ട്. അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതൊരു ബിസിനസ്, അതാണ് കൾട്ടിവേഴ്സിറ്റിയുടെ അഗ്രോ ബിസിനസ് ക്ലിനിക്കുകൾ വരികയും ബിസിനസ് മീറ്റുകൾ വരികയും ചെയ്യുന്നത്. ഇതിന്റെ ലാഭം ഒരു വ്യക്തി എടുക്കുന്നതിന് പകരം സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ നമ്മോടൊപ്പം നമ്മുടെ നാടും വളരുന്നു എന്നല്ല. ഈ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നമ്മുടെ സ്മൈൽ ഇന്ത്യ ചലഞ്ച് ഉണ്ട്. സ്മൈൽ ഇന്ത്യ 2020 എന്നുള്ള മാജിക്കൽ ഇയർ ആണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം സ്വപ്നം കണ്ട ഒരു മാജിക്കൽ ഇയർ ആണ് സ്മൈൽ ഇന്ത്യ പ്രോജക്റ്റ്. അദ്ദേഹം തന്നെ ഡിസൈൻ ചെയ്താണ് സ്മൈൽ ഇന്ത്യ 2020. ഇതിൽ നമ്മുടെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ചലഞ്ച് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രീഡം ചലഞ്ച്. ഫ്രീഡം ചലഞ്ച് ലെറ്റ്സ് ബിൽഡ് അവർ നേഷൻ ആൻഡ് അവർ ഫ്യൂച്ചർ എന്നുള്ള, ബിൽഡ് അവർ നേഷൻ ആൻഡ് അവർ ഫ്യൂച്ചർ. അപ്പൊ തീർച്ചയായിട്ടും ബാക്ക് ടു വില്ലേജ്, ബാക്ക് ടു ഹെറിറ്റേജ്, ബാക്ക് ടു ഫ്യൂച്ചർ അല്ലേ? ഇപ്പൊ നമ്മുടെ പ്ലഡ്ജ്, പ്ലാനറ്റ് പ്ലഡ്ജ് പോലും നമ്മൾ ചെയ്ത്, ഇപ്പൊ ഇന്ന് ഓഗസ്റ്റ് 14 രാത്രി നടക്കുന്ന നമ്മുടെ സെഷനിൽ നമ്മൾ ചെയ്യുന്ന പ്ലാനറ്റ് പ്ലഡ്ജ് ഉണ്ട്. അതിൽ പറയുന്ന പ്ലഡ്ജ് കൂടി ഞാൻ ജസ്റ്റ് സാറോട് ഒന്ന് സൂചിപ്പിക്കാം. ഓക്കെ അല്ലേ? നമ്മൾ അവസാനിപ്പിക്കാനുള്ള സമയമായതുകൊണ്ട് ഓക്കെ. അത് നമ്മുടെ പ്ലാനറ്റ് പ്ലഡ്ജ് ഇതാണ്. I am an earnest member of this beautiful world. I love my planet with all my innocence and gratefulness. Its flowers are my eyes. Its trees are my dreams. Its rivers are my pilgrimage. We, the children of Almighty, will be the colors of paradise. Let's color the earth with love and peace. Let's fly high over the world. ഈ ഒരു പാൻഡമിക് സമയത്ത് നമുക്ക് ലോകം മുഴുവൻ സഞ്ചരിക്കണമെങ്കിൽ നമുക്ക് സ്വപ്നങ്ങൾ വേണം. ഈ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വിങ്സ് ഓഫ് ഫ്രീഡം എന്നല്ല, സ്വാതന്ത്ര്യത്തിന്റെ സ്വപ്നങ്ങളാണ്. പക്ഷികളെ കൂട്ടിലടക്കിയ ആളുകള്, അക്വേറിയത്തിൽ മീനിനെ തടവിലാക്കിയ ആളുകൾക്ക് ഇപ്പൊ നമ്മൾ തടവിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വതന്ത്രമായ ഒരു ലോകത്തേക്കാണ് നമുക്ക് പോകാനുള്ളത്. ലെറ്റ്സ് കളർ ദി എർത്ത് ഗ്രീൻ. ഭൂമിയെ പച്ചപ്പണിക്കാം. അതാണ് ഗ്രീൻ ലിറ്ററസി മിഷൻ. കൾട്ടിവേഴ്സിറ്റിയുടെ ഗ്രീൻ ലിറ്ററസി മിഷന്റെ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ മാധവ് ഗാഡ്ഗിലായിരുന്നു. ഹാർഡ്വാർഡിലെ പ്രൊഫസറായിരുന്നു അദ്ദേഹം. അദ്ദേഹമാണ് കേരളത്തിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ എന്ന് നമുക്ക് വിളിക്കാവുന്നതാണ് മാധവ് ഗാഡ്ഗിൽ. അദ്ദേഹം കോട്ടക്കിൽ വെച്ച് നടന്ന ചടങ്ങിലായിരുന്നു നമ്മുടെ പോസ്റ്റർ റിലീസ് ചെയ്തത്. ആ പോസ്റ്ററാണ് നമ്മുടെ സ്ക്രീനിലുള്ളത് അല്ലെ. അദ്ദേഹം ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ നാഷണൽ ലെവൽ ചെയർമാൻ ആയിരുന്നു. മാധവ് ഗാഡ്ഗിൽ ഇപ്പോഴും നമുക്ക്, അദ്ദേഹം എഴുതിയൊരു ബുക്ക് ഉണ്ട് നമുക്ക് തന്നെ, അതാണ് നമ്മുടെ എൻവയോൺമെന്റൽ സയൻസിന്റെ ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് ഉപയോഗിക്കുന്നത്. കേരളത്തിന്റെ ഒരു വാണിംഗ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ അന്ന് പരിഹസിച്ചു പല ആളുകളും. അതുകൊണ്ടാണ് ഈ പ്രളയം വീണ്ടും വീണ്ടും ഒരേ ഡേറ്റിൽ നിന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ദൈവത്തിന് മാത്രമേ നമ്മൾ രക്ഷിക്കാൻ പറ്റൂ. ദൈവത്തിന്റെ സ്വന്തം നാട്ടില് ദൈവത്തോട് ഇരു കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തി നമുക്ക് ദൈവത്തോട് മാത്രം പറയാൻ അല്ലേ. ലെറ്റ്സ് കളർ ദി എർത്ത് ഗ്രീൻ. നമുക്ക് നമ്മുടെ ഭൂമിയെ പച്ചപ്പണിക്കാം. കളർ ദി എർത്ത് ഗ്രീൻ. അതാണ് ഗ്രീൻ ലിറ്ററസി മിഷൻ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങള് പ്രവാസി ലോകത്തുനിന്നും ഒരുപാട് ഇൻവോൾവ്മെന്റ് കൃഷിയിലേക്ക് വരുന്നുണ്ട്. ധാരാളം യൂട്യൂബിൽ പോസ്റ്റ് വന്നല്ലോ. പ്രവാസികളൊക്കെ വലിയ സൂട്ട് കേസും പെട്ടിയൊക്കെ മാറ്റി നിർത്തി തുമ്പയൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ അല്ലെ. എന്ത് ഭംഗി! നമ്മള് കർഷകർ ഉപയോഗിച്ച ക്യാപ്പ് ഉണ്ടല്ലോ,
പോലീസുകാരന്മാർക്ക് തൊപ്പി പാളയുണ്ടല്ലോ, തൊപ്പി ഇട്ടിട്ട് തൂമ്പ എടുത്തിട്ട് അവര് സ്വന്തം പറമ്പിൽ സ്വന്തം മണ്ണിനെ പൊന്നാക്കുന്ന അതെ. പ്രവാസ ലോകം ഇവിടെ ഉണ്ടാക്കാൻ പറ്റും അല്ലെ? ഇത്രയും ഫലപുഷ്ടിയുള്ള മണ്ണില് ഇൻഷാ അല്ലാ. പൊന്നെ തേടി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. സ്വർണം കൊണ്ടുവരാൻ അങ്ങോട്ട് പോകേണ്ട. നമുക്കിവിടെ കറുത്ത പൊന്നുണ്ട്, ബ്ലാക്ക് ഗോൾഡ്, കുരുമുളക്. ഞാന് ഇപ്പോ ആമസോൺ ബ്ലാക്ക് ഗോൾഡിന്റെ ഒരു ജ്വല്ലറി ആരംഭിച്ചാലോ? ഏഹ് ബ്ലാക്ക് ഗോൾഡിന്റെ കുരുമുളകിന്റെ ഒരു ജ്വല്ലറി. ഇൻഷാ അല്ലാ ഡയറക്റ്റ് നമുക്ക് മീറ്റ് ചെയ്യാം ഡോക്ടറെ. അതല്ലേ നല്ലത്. ഇൻഷാ അല്ലാ. Anyway, thank you so much for all. Wish you a very happy and prosperous Independence Day in advance. Thank you. Let's fly high over the dreams. And education is not a destination, it's a journey. The journey will continue. And let's build our nation and our future. Let's back to future. Let's back to culture. Thank you.